ഗുരവേ സർവലോകാനാം ദിശജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാ ശിവം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. എല്ലാവർക്കും നമസ്കാരം. ഒരു കർക്കിടക മാസത്തിൽ ഇന്ന് 2-ാം ദിവസം ശ്രീ ദുർഗയുടെ തിരുമുമ്പിൽ ഇങ്ങനെ വന്നിരിക്കുക. ഇപ്പോൾ തുടങ്ങുമ്പോൾ നമ്മൾ ശുഷ്കമായ സദസ്സാണെങ്കിലും അന്നദാനം ഉള്ളത് കൊണ്ട് ഉച്ചയാകുമ്പോഴേക്ക് നിറയും എന്നുള്ളതാണ് സത്യം. അന്നദാനം മഹാദാനം എന്താന്ന് വെച്ചാൽ ഭഗവാൻ ഭാഗവതത്തിൽ പറയുന്നത് ഭുക്തി മുക്തിപ്രദന്ന. ഈ ശരീരം ഉണ്ടെങ്കിലേ നമുക്ക് ആചരിക്കാൻ പറ്റൂ. അപ്പോൾ ശരീരം ആദ്യം ഖലു ധർമ്മസാധനം. അപ്പോൾ ഭക്ഷണം വേണം. പക്ഷേ ഭക്ഷണം കഴിക്കാൻ മാത്രമായിട്ട് ജീവിച്ചിട്ട് കാര്യമുണ്ടോ? അത് മൃഗങ്ങളെ പോലെയാ. മനുഷ്യരൂപേണ മൃഗം ചരന്തി. മനുഷ്യൻ്റെ രൂപേ ഉള്ളൂ, അവർ മൃഗങ്ങളെ പോലെ. കുറുക്കനെ എന്താ ചെയ്യണേ? ഉണ്ണ ഓരിടാ കിടന്നുറങ്ങുക, അല്ലെ? ഉണ്ണ ഓരിടാ കിടന്നുറങ്ങുക. ഈശ്വരനാമ സങ്കീർത്തനം ചെയ്യാത്തവര്, അതുപോലെ ഗ്രന്ഥങ്ങൾ തുറക്കാത്തവര് മൃഗങ്ങളെ പോലെ ജീവിക്കുന്നു എന്ന. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നിമിഷം ഇങ്ങനെ ഒരു പ്രഭാഷണ വേദിയിൽ വന്നിരിക്കുക, അതിന് ഭാഗ്യം ഉണ്ടാവുക, അത് സുഹൃതം കൂടുമ്പോൾ മാത്രമാണത്രേ ഇങ്ങനെ ഒരു വേദിയിൽ വന്നിരിക്കാൻ കഴിയൂ. അപ്പോൾ സുഹൃതികളാണ് ഒരു പ്രഭാഷണ വേദിയിൽ വന്നിരിക്കുന്ന സർവരും. അങ്ങനെ നോക്കുമ്പോൾ ആ സുഹൃതികളായി മാറിയ നമുക്ക് ദേവി അനുഗ്രഹിച്ച് തന്നതാണ് രാമകഥ. പ്രത്യേകിച്ചും രാമായണ മാസം, കർക്കിടക മാസം. സൂര്യൻ കർക്കിടകം ലഗ്നത്തിലേക്ക് നീങ്ങുമ്പോൾ രാശി മാറുന്നതിനാ കർക്കിടകം രാശി എന്ന് പറയില്ലേ? അല്ലാതെ ശ്രീരാമചന്ദ്രൻ ജനിച്ച മാസം അല്ല കർക്കിടകം. മറ്റൊന്ന്, ഈ ശ്രീരാമചന്ദ്രന്റെ കഥ, ഈ രാമായണം ഇത്ര ലളിതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ വർഷവും കേൾക്കുന്നു. പുത്തൻ തലമുറകൾ മറ്റു രാജ്യങ്ങളെല്ലാം എന്തേ രാമകഥയുടെ പുറകെ വരാൻ? അത് നമ്മളൊന്ന് ഇരുത്തി ചിന്തിക്കണം. കാരണം രാമകഥ, ഇപ്പോൾ നമ്മൾ തായ്ലൻഡിൽ പോയ ബാങ്കോക്കിൽ ആ ഒരു എയർപോർട്ടിൽ സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിരിക്കുക, പാലാഴി മഥനം കഥ. എന്തേ അത് അവിടെ കടഞ്ഞു വെക്കാൻ? നമ്മുടെ ഇവിടെ ഒരു എയർപോർട്ടിലും അത് കാണുന്നില്ല, അല്ലേ? ഭാരതത്തിൽ നമുക്കറിയില്ല. നമ്മളുടെ ഗ്രന്ഥങ്ങളുടെ അറിവിനെ കുറിച്ച് മറ്റുള്ളവരാണ് ചിന്തിക്കുന്നത്. അവരെന്ത് ചെയ്യുന്നു? അത് നേടുന്നു. തായ്ലൻഡിലൊക്കെ രാമകഥ, അവിടെ മുസ്ലിങ്ങൾ പോലും രാമന്റെ വേഷം കെട്ടി നാടകം ആടുന്നത് കാണാം. എന്തുകൊണ്ടാ? അപ്പൊ രാമന്റെ അയോധ്യയിൽ ശ്രീരാമചന്ദ്രന്റെ എന്തായിരുന്നു അഭിജിത്ത് മുഹൂർത്തം എന്നാ പറഞ്ഞത്. ആ സമയത്ത് അഭിജിത്ത് മുഹൂർത്തം എന്ന് പറഞ്ഞാൽ 12 മണി മുതൽ 1 മണി വരെ. ആ സമയത്ത് ആ ശ്രീരാമചന്ദ്രൻ ജനിച്ചത്. അതുകൊണ്ടാണ് അവിടെ ആ സമയത്ത് പ്രതിഷ്ഠ നടത്തിയത്. അതിനെക്കുറിച്ച് എന്തെല്ലാം പറഞ്ഞു. എന്ത് കേട്ടാലും നമ്മൾ എങ്ങനെയാ ചിന്തിക്കാന്നോ? പോസിറ്റീവായി ചിന്തിക്കില്ല. ഇപ്പൊ ശ്രീരാമചന്ദ്രനെ തന്നെ എത്ര
എത്ര പേർ വിമർശിക്കുന്നുണ്ട്, രാമകഥയെ, രാമചന്ദ്രനെ വിമർശിക്കുന്നുണ്ട്. കാരണം എന്താണോ, ഈ ഇതിഹാസങ്ങൾ ഒരിക്കലും സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ തലത്തിൽ നിന്ന് ചിന്തിക്കാനല്ല. നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ആ കഥാപാത്രങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു, വളച്ചൊടിക്കുന്നു. അതുകൊണ്ടാണ് രാമചന്ദ്രനെ ഇത്രയധികം വിമർശനം ചെയ്യുന്നത്. പക്ഷേ നമ്മൾ എപ്പോഴും എങ്ങനെ ചിന്തിക്കണം, രാമോ വിഗ്രഹവാൻ ധർമ്മ, ധർമ്മം എന്താണ് എന്നറിയാത്തവരാ രാമനെ വിമർശിക്കുക. വാൽമീകി രാമായണം അറിയാത്തവർക്ക് പല സംശയങ്ങളും ഈ ഉത്തരരാമായണത്തിലൂടെ പോകുമ്പോൾ കാണാം. എന്തുകൊണ്ടാണ് രാമനെ വിഗ്രഹവാൻ ധർമ്മ എന്ന് പറയുന്നത്? ധർമ്മത്തിൻ്റെ വിഗ്രഹം തന്നെയാണ് ശ്രീരാമചന്ദ്രൻ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ധർമ്മം, എന്താണ് ധർമ്മം എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇന്ന് പറയേണ്ട ഭാഗം കൂടി ഇന്നലെ കുറച്ച് പറഞ്ഞു വെച്ചതുകൊണ്ട് ഇതിനെക്കുറിച്ച് പറയാൻ നമുക്ക് സമയമുണ്ട്. കാരണം എല്ലാവരും വായിക്കുന്നത് രാമായണ കഥ എല്ലാവർക്കും അറിയാം. പക്ഷേ ആ വരികൾക്കിടയിൽ ഒരുപാട് വരികളും തത്വങ്ങളും ഉണ്ട്. ആചാര്യന്മാരുടെ കണ്ണുകളിലാണ് അത് കാണൂ. അതിനു വേണ്ടിയാണല്ലോ ഇത് പ്രഭാഷണാക്കി വെച്ചിരിക്കണേ. ഈ രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് പറയുമ്പോൾ ധർമ്മം എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കണം. ധർമ്മത്തിനെ കുറിച്ച് വളരെ വിശദമായി ആചാര്യസ്വാമികൾ പറയുന്നുണ്ട്. ശങ്കരാചാര്യസ്വാമികൾ പറയുന്നത് ജഗതഃ സ്ഥിതി കാരണം പ്രാണിനാം സാക്ഷാൽ അഭ്യുദയ നിശ്രേയസ ഹേതുഹു യഹ സഹ ധർമ്മ. ഒന്നും മനസ്സിലായില്ലല്ലോ, അത് വിശദമായിട്ട് പറയാം. ഈ സംസ്കൃത ശ്ലോകങ്ങൾ കേൾക്കുമ്പോൾ നല്ല സുഖ. എന്താണോ, ഈ ശ്ലോകങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ജീവൻ അങ്ങനെ സുഖിക്കും. അതാണ് രാമായണമൊക്കെ ഇങ്ങനെ കേട്ടിരിക്കുമ്പോൾ എന്തൊരു സുഖ അല്ലേ. പക്ഷേ ചില വരികൾ എത്തുമ്പോൾ അർത്ഥം അറിയില്ല. അതുപോലെ തന്നെ സംസ്കൃതം ഒന്നും കൂടിയും ഉയരത്തില്ല. അപ്പോൾ ഈ ശ്ലോകം കേൾക്കുമ്പോൾ ആ സുഖാണല്ലോ, ടീച്ചർക്ക് എന്തൊക്കെയൊക്കെ അറിയാലോ, എനിക്ക് അത്രയൊന്നും അറിയില്ല, ഞാൻ ഇതൊക്കെ പഠിച്ചിവിടെ വന്നിരുന്ന് ഇങ്ങനെ പറയുന്നു. ഭഗവതി അതൊരു ഇൻബോൺ ടീച്ചർ ആയതുകൊണ്ടായിരിക്കാം. എന്നാലും പലരും പറഞ്ഞു എന്നോട്, ടീച്ചറെ ഇന്ന് ഞങ്ങൾ ഉറങ്ങിയില്ല കേട്ടോ. അപ്പോൾ അവർ വേറെ ഏതൊക്കെയോ ദിവസങ്ങൾ ഉറങ്ങിയിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. കുഴപ്പമില്ല, അതൊക്കെ നമ്മളെ ഒരു കാര്യം അത്രയും അറിയണമെന്ന് ആഗ്രഹിച്ച് വല്ലാതെ ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാവില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരും. എനിക്ക് ഫിസിക്സ് ക്ലാസ്സുകൾ അങ്ങനെയായിരുന്നു +2 പഠിക്കുമ്പോൾ. ആ സാർ ഒരു തമാശയൊന്നും പറയില്ല, ശ്രദ്ധിക്കൂല, എടുത്തെടുത്ത് എങ്ങനെ പോകും. ഞാൻ ഇരുന്ന് അങ്ങനെ ഉറങ്ങും. ഞാൻ ഉറങ്ങരുതേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടിരിക്കും, പക്ഷേ ഞാൻ ഉറങ്ങും. അത് നമ്മൾ അത്രയും ആഗ്രഹത്തോടു കൂടി ശ്രദ്ധിച്ചിരിക്കുമ്പോൾ മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരുന്നതാ. അത് നമ്മുടെ കുറ്റമല്ല. അപ്പോൾ അത് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്ന തരത്തിൽ താഴെ ലെവലിലേക്ക് ഇറങ്ങുന്ന ആചാര്യന്മാരെ സാധാരണക്കാർക്ക് ആവശ്യം. എല്ലാം അറിയുന്നവർക്ക് നമ്മൾ ഒന്നും പറഞ്ഞു കൊടുക്കണ്ട. വയറ് നിറഞ്ഞിരിക്കുന്നവന് നമ്മൾ എന്തെങ്കിലും വിളമ്പി കൊടുത്താൽ അയാൾക്ക് ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ നിങ്ങളെപ്പോലെയുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ കേൾക്കണം, അറിയണം. എന്താ ജിജ്ഞാസ, ഭക്തലക്ഷണതു ജിജ്ഞാസ ഏവ. അപ്പോൾ ഇവിടെ എന്താ പറയണത്, ജഗതഃ സ്ഥിതി കാരണം, ഈ ജഗത്തിൻ്റെ ഈ സ്ഥിതിലയം, അതായത് ഇങ്ങനെ പരിപാലിച്ച് നിൽക്കുന്നതിന് കാരണം എന്താണ്? പ്രാണിനാം സാക്ഷാത് പ്രാണികൾ ആണ് ഈ ജഗത്തിനെ ഇങ്ങനെ നിർത്തുന്നത്. എങ്ങനെയാ? അഭ്യുദയ നിശ്രേയസ. അഭ്യുദയം എന്ന് പറഞ്ഞ കേട്ടില്ലേ, അഭ്യുദയ കാംക്ഷികൾ, നമ്മളുടെ ഉയർച്ച. നമ്മൾ പല കാര്യങ്ങളിലും ഉയരാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ശരിക്കും ഉയരേണ്ടത് എവിടെയാണെന്നറിയോ? നമ്മളുടെ ഭക്തിയിൽ നമ്മൾ ഉയരണം, അറിവിൽ നമ്മൾ ഉയരണം. അവനെ മറ്റുള്ളവരറിയൂ. ഇപ്പം ഇന്നലെ വന്ന് തൊഴുതപ്പോൾ ആരും നീ അറിയില്ലായിരുന്നു. പക്ഷെ ഇന്നലെ വൈകുന്നേരം ചെന്നപ്പോഴും ഇന്ന് രാവിലെയൊക്കെ ചെന്നപ്പോൾ തിരുമേനി ഇങ്ങോട്ട് ചോദിച്ചു, ചിരിച്ചു ആദ്യം. എന്നിട്ട് ചോദിച്ചു, ഇന്നലെ പ്രഭാഷണം അദ്ദേഹം തിരുമേനി. എല്ലാവരും അങ്ങനെയാ. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നല്ല, ആര് ചെയ്യുന്നു. അപ്പോൾ ഇദ്ദേഹം അങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന വ്യക്തിയാണല്ലേ എന്നുള്ള ഒരു റെസ്പെക്റ്റാ. ഞാനെന്ന ദേഹത്തെ എല്ലാവരും ബഹുമാനിച്ചത്, ഞാൻ എന്ത് ചെയ്തു എന്നുള്ളതിനെയാണ് ബഹുമാനിക്കുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കർമ്മം എന്താ? ഈശ്വരീയമായ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ ഉയർച്ച നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഉയർന്നു പോകുന്നുള്ള
എന്നുള്ളതാ. അപ്പോൾ എൻ്റെ കൂടെ വന്ന അമ്മ ഫോൺ വിളിച്ചിട്ട് പറയാ, ഞങ്ങൾ അമ്പലത്തിൽ പോയി ദീപാരാധന തൊഴുതു, ടീച്ചർ കൂടെ പോയതുകൊണ്ട് നല്ലതായിരുന്നു അവിടെ എന്ന് പറയുന്നു. അത് എത്ര ഒരു നിറഞ്ഞ മനസ്സായിട്ടാണോ പറയുന്നത് ഓരോ അമ്മമാരും. അപ്പോൾ അത് നമുക്ക് തരുന്ന ആ ഒരു സന്തോഷം, അതിലും വലിയൊരു സന്തോഷം വേറെ ഇല്ല. അപ്പോൾ പ്രാണികളെല്ലാം ഈ ജഗത്തിൽ ഇങ്ങനെ ഓടി നടന്ന് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. അതുകൊണ്ടാണ് ഈ ജഗത്ത് ഇങ്ങനെ നിലനിൽക്കുന്നത്. എല്ലാവർക്കും എന്താ ആഗ്രഹം? ധർമാർത്ഥ കാമമോക്ഷങ്ങൾ, പുരുഷാർത്ഥങ്ങൾ നേടണം. അപ്പോൾ പുരുഷാർത്ഥങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ധർമ്മം. അപ്പോൾ ഈ ധർമ്മത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? അർത്ഥം സമ്പാദിക്കുന്നു, സമ്പന്നനാകുന്നു. എന്നിട്ട് കാമം, ആഗ്രഹങ്ങൾ സാധിക്കുന്നു, മോക്ഷവും അവസാനം നേടുന്നു. ഈ മോക്ഷം നേടുന്നതിലേക്കുള്ള മാർഗമാണ് രാമകഥ. അല്ലാതെ രാമകഥ വെറുതെ വായിച്ച് രസിച്ചു പോവാനുള്ള ഒരു കഥയല്ല. ചിലർ പറയും, അയ്യോ ഉത്തരരാമായണം വായിക്കണ്ട കേട്ടോ, അപ്പൊ എന്തേ? അതിൽ ദുഃഖാണേ, ദുഃഖം ആർക്കും ഇഷ്ടമില്ല. പക്ഷേ ഈ സുഖം എന്ന് പറയുന്നത് ഉണ്ടാവണമെങ്കിൽ ആര് വേണം? ദുഃഖം വേണം. രാവണൻ ഉണ്ടെങ്കിലേ ആർക്ക് പ്രശസ്തിയുള്ളൂ? രാമന് പ്രശസ്തിയുള്ളൂ. പകലുണ്ടെങ്കിലേ രാത്രിക്ക് പ്രശസ്തിയുള്ളൂ. ഒന്നും വേണ്ട, ഒരു ഓട്ടപ്പന്തയം അങ്ങോട്ട് വെച്ചു, ഒരു മത്സരം വെച്ചു. മത്സരത്തില് നല്ല ഓട്ടത്തിലാ, തോൽക്കാൻ ആരും ഇല്ലെങ്കിൽ നോട്ടക്കാരന് വല്ല വിലയുണ്ടോ? അതുപോലെയാ, തോൽക്കാൻ ഒരു വ്യക്തി ഉണ്ടാകുമ്പോഴാണ് വിജയത്തിന് തിളക്കുണ്ടാവുന്നത്. അതുപോലെയാണ് രാമനും രാവണനും. അപ്പോ ഈ ധർമ്മത്തിലൂടെ നമ്മൾ അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് അഭ്യുദയം ഉണ്ടാകുന്നു. പക്ഷേ മഹർഷീശ്വരന്മാർ പറയുന്നത് എന്താണോ? അഭ്യുദയമൊക്കെ നേടിക്കഴിഞ്ഞു, പിന്നെ എന്ത് ചെയ്യണം? ഒരു ചെടി വളർന്നു വലുതായി കഴിഞ്ഞ, തുളസി ചെടി നോക്കൂ, കുറച്ച് കാലം കഴിഞ്ഞ അത് കുറ്റിച്ചെടിയാ, ഉണങ്ങിപ്പോകുന്നില്ലേ? അതുപോലെ നിശ്രേയസ എന്ത് വേണം? താഴ്ച ഉണ്ടായിരിക്കണം. അപ്പോൾ അഭ്യുദയമാണോ നിശ്രേയസമാണോ ഏറ്റവും പ്രധാനം ചോദിച്ചാൽ ഏതാ? നിശ്രേയസ. കാരണം ഇവിടെ ശ്രീരാമചന്ദ്രൻ താഴാൻ പഠിച്ചു, ക്ഷമിക്കാൻ പഠിച്ചു, ത്യജിക്കാൻ പഠിച്ചു. ശ്രീരാമചന്ദ്രനെ കേവലം ഒരു മനുഷ്യനായി കരുതിയാൽ നമുക്ക് മനസ്സിലാവുക എന്താ? ഇദ്ദേഹം ചെയ്തതൊന്നും ശരിയല്ല. എന്താ കാരണം? ഒരു സാധാരണക്കാരനെ പോലെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ഒരു അവതാര പുരുഷൻ എന്ന നിലയിൽ നിസ്വാർത്ഥമായിട്ടാണ് അദ്ദേഹം. നമ്മളെല്ലാം സ്വാർത്ഥരാ അല്ലെ? എൻ്റെ മക്കൾക്ക്, എൻ്റെ കുട്ടികൾക്ക്, എൻ്റെ വീട്ടിലേക്ക് ആ ഒരു ചിന്ത വരും നമുക്ക്. പക്ഷേ സാധാരണക്കാരനെ പോലെയല്ല അവതാര പുരുഷൻ ചിന്തിക്കുന്നത്. അവതാര പുരുഷന്മാർക്ക് ഋഷീശ്വരന്മാർ ചാർത്തിക്കൊടുത്ത പേരാണ് എന്ത്? അവതാരം. അതായത് നിസ്വാർത്ഥമായി കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അവരെന്താകുന്നത്? അവതാരങ്ങളായി മാറുന്നത്. അല്ലെങ്കിൽ സാധാരണക്കാരാ. ഇവിടെ എന്താ ഉണ്ടായത്? എല്ലാം ത്യജിക്കാൻ, സഹിക്കാൻ, ക്ഷമിക്കാൻ ശ്രീരാമചന്ദ്രൻ പഠിച്ചു. അതുകൊണ്ട് തന്നെ ഈ സൂര്യചന്ദ്രന്മാരും ആകാശവും ഭൂമിയും ഉള്ളിടത്തോളം രാമകഥകൾ നിലനിൽക്കും. അതാണ് സഹനത്തിൻ്റെ, ത്യാഗത്തിൻ്റെ മഹത്വം. ഇപ്പൊ ധർമ്മം എന്താ മനസ്സിലായോ? ഇനി പറയാം. ധർമ്മത്തിലൂടെ എല്ലാം നേടിക്കഴിഞ്ഞ അവസാനം നമ്മൾ എന്തിനെ കുറിച്ച് ചിന്തിക്കുന്നു? മോക്ഷം. ഇങ്ങനെ മോക്ഷം കിട്ടും. ഈ ശരീരം മരണം, മൃത്യോമാ അമൃതം ഗമയ. അപ്പൊ മൃത്യു, മരണത്തിൽ നിന്നും എങ്ങനെ രക്ഷ നേടാം? അപ്പോ മരണത്തിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഋഷീശ്വരന്മാർ, മന്ത്രദ്രഷ്ടാക്കളായ മാമുനിമാർ മനനത്തിലൂടെ, തപസ്സിലൂടെ എഴുതി വെച്ച ഗ്രന്ഥങ്ങൾ അങ്ങോട്ട് തുറന്നു. അതിലെ 2 ഇതിഹാസങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇത് ഇഹ ആസീത്, ഇതിവിടെ സംഭവിച്ചതാ. ഓരോ ഭാഗങ്ങളെ കുറിച്ചും രാമായണം പറയുമ്പോൾ അത് നമ്മുടെ ഭാരതത്തിലുള്ളതാ. അപ്പോ മറ്റൊന്ന്, 2 ഇതിഹാസങ്ങളും തുടങ്ങുന്നത് എന്തിലാണെന്നറിയോ? ജീവികളെ കൊല്ലുന്നതിലാ. മഹാഭാരതം മഹത്വം കൊണ്ടും ഭാരം കൊണ്ടും വലുതാണ് മഹാഭാരതം. അതില് ഏത് ജീവിനെ ആദ്യം കൊല്ലുന്നത്? പാണ്ഡു മഹാരാജാവ് ഇണചേരുന്ന മാനുകളിലെ ഒരു മാനിനെ വധിച്ചതുകൊണ്ടാ മഹാഭാരത കഥ അങ്ങനെ നിവർന്നു നിൽക്കുന്നത്. അത് അവസാനിക്കുന്നത് കുരുക്ഷേത്ര മഹായുദ്ധത്തിലാണ്. അതുപോലെ രാമകഥ ആരംഭിക്കുന്നത് നാരദ മഹർഷി വന്നപ്പോ വാൽമീകി മഹർഷി ചോദിക്കാം, ഈ ലോകത്തിൽ 16 ഗുണങ്ങളും തികഞ്ഞ ഒരു പുരുഷനെ കുറിച്ച് പറഞ്ഞു തരാമോ? അപ്പോ നാരദ മഹർഷി വാൽമീകിയോട് പറയാ, ഇക്ഷ്വാകു വംശത്തിലെ ശ്രീരാമചന്ദ്രൻ എന്ന്. അപ്പോ ഈ ശ്രീരാമചന്ദ്രന്റെ ഗുണങ്ങളെ കുറിച്ച് വർണ്ണിച്ചു കൊടുത്തപ്പോ
ബ്രഹ്മദേവൻ ഒരു ദിവസം പ്രത്യക്ഷപ്പെടേണ്ടി വന്നു. കാരണം എന്താണോ, ഈ രാമകഥ അങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുക. അപ്പൊ ശ്രീരാമചന്ദ്രൻ അത്ര വലിയവനാണല്ലേ എന്നൊക്കെ മനനം ചെയ്തുകൊണ്ടിരിക്കുക. ഒരു കാര്യം മനസ്സിലിട്ട് അങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കും, മനസ്സിൽ കിട്ടിക്കഴിഞ്ഞാൽ. അതുപോലെ ഇങ്ങനെ ചിന്തിച്ച് ഈ വാൽമീകി മഹർഷി തമസാ നദീക്കരയിലേക്ക് കുളിക്കാൻ പോകുമ്പോൾ 2 പക്ഷികൾ അങ്ങനെ ഇരിക്കുക. വേടൻ അതിലൊരെണ്ണത്തിനെ അമ്പ ചെയ്ത് കൊന്നു. ആ ക്രൗഞ്ച പക്ഷിയുടെ മരണത്തിൽ നിന്നാണ് രാമകഥ ഉത്ഭവിക്കുന്നത്. എന്താ പറഞ്ഞത്? മാ നിഷാദ, അരുത് കാട്ടാള എന്ന് പറയാ. മാ നിഷാദത്വമഗമ ശാശ്വതീ സമാഹ യൽ ക്രൗഞ്ചമിഥുനാദേകവതീ കാമമോഹിതം. കാമമോഹിതരായിരിക്കുന്ന ക്രൗഞ്ചമിഥുനങ്ങളിൽ ഒന്നിനെ വെടിവെച്ച് വീഴ്ത്തി, വെടിയല്ല അമ്പ ചെയ്ത് വീഴ്ത്തി. ഹേ അരുത് കാട്ടാളാ, കാട്ടാളാ നീ തെറ്റ് ചെയ്യരുത്. അത് ഒരു പ്രകൃതിയുടെ നിയമമാണ്. ചെറുജീവികളെ വേടൻ അമ്പ ചെയ്യുന്നത്, ഒളിഞ്ഞ അമ്പ ചെയ്യുന്നതൊക്കെ. പക്ഷെ എന്തുകൊണ്ട് വാൽമീകി അങ്ങനെ ചിന്തിച്ചു? ഇപ്പൊ നിങ്ങൾക്കും തോന്നൂലേ, ചെറിയൊരു ജീവിനെ തന്നെ കൊല്ല് അല്ലെങ്കിൽ ചാവേച്ചിന്ന് കാണുമ്പോൾ നമുക്ക് കാണാൻ വയ്യ. കുട്ടികൾ അതൊക്കെ കണ്ടിരുന്ന് ഇങ്ങനെ രസിക്കൂലേ? ഈ എന്താണ് മൃഗങ്ങളുടെ ചാനലൊക്കെ വെച്ച് നമുക്കത് കാണാനേ വയ്യ ആക്രമിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്? നമ്മുടെ മനസ്സങ്ങനെ മൃദുവായി മാറിക്കൊണ്ടിരിക്കുക ഈശ്വര കഥകളിലൂടെ പോയിട്ട്. വാൽമീകി മഹർഷി ഈശ്വരകഥ അറിയുന്നൊരു വ്യക്തി ആയതുകൊണ്ട് അരുത് കാട്ടാള എന്ന് പറഞ്ഞു. ആ ക്രൗഞ്ച പക്ഷിയെ വധിക്കുന്നതിൽ രാമായണ കഥ തുടങ്ങുക. അവസാനിക്കുന്നതോ രാവണ യുദ്ധത്തിലും. അപ്പൊ എന്താ, 2 ഇതിഹാസങ്ങളും ഒരേപോലെ തുടങ്ങി ഒരേപോലെ അവസാനിക്കുക. ഇനി ഇതെന്താ ലൗകികന്റെ കാര്യത്തിൽ ചോദിച്ചാലോ, ലൗകികൻ ഇതുപോലെ തന്നെ പല കാര്യങ്ങളും, ക്രൂരമായ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അവസാനം പല യുദ്ധങ്ങളും മനസ്സിനുള്ളിൽ നടക്കും ഇല്ലേ? എവിടെയാ കുരുക്ഷേത്രം. ഈ യുദ്ധമൊക്കെ എല്ലാം കഴിഞ്ഞ് കട്ടിലിൻ്റെ മുകളിൽ കയറി ആ 4 കാലിൽ കിടക്കുമ്പോഴാണ് ഓരോരുത്തരും ഇങ്ങനെ കാണാൻ വരുമ്പോൾ ചിന്തിക്കുക, ഞാൻ എന്തിനാ അപ്പം ഇതൊക്കെ, എനിക്ക് അല്ലേ? റിയൽ എസ്റ്റേറ്റ് പറഞ്ഞിട്ട് ഓടി നടക്കും സമയത്ത് ഭക്ഷണം പോലും കഴിക്കില്ല. എന്നിട്ട് അൾസർ പിടിച്ചിട്ടോ ഉള്ളതും കഴിക്കാനും തീരെ വയ്യാതെയാവും. ഇതാണ് അവസ്ഥ. അവസാനമാണ് അത്ര ചിന്തിക്കുക, ഞാൻ ഇപ്പം എന്താ ചെയ്തേ? ഒന്നും ചെയ്തില്ലാലോ. അപ്പം ഇത്തിരി സമയം കിട്ടി, ഇതുവരെയും ഇതിലേക്ക് വന്നില്ല, വിഷമിക്കണ്ട. ബൈഗോൺസ് ആർ ബൈഗോൺസ്. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, ഇനി എന്തേ വേണ്ടു? ഈ കിട്ടിയ സമയം എപ്പോഴാണോ രാമ എന്ന മന്ത്രം ഈ തലയിൽ വന്ന് വീണത്, ആ നിമിഷം മുതൽ ഇന്നലെ പറഞ്ഞതുപോലെ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും എവിടെ ചെന്നാലും എന്താ, രാമ 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 പാഹി മാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. നമ്മൾ ക്യൂ ഒക്കെ അങ്ങനെ നിൽക്കും. അപ്പോഴും എന്താ വിചാരം, അപ്പോൾ വീട്ടിലെത്തിയിട്ട് അടുക്കളയിൽ ഒന്നും ശരിയായിട്ടുണ്ടാവില്ല അല്ലേ? നമ്മൾ ശിശുപാലന്മാരാണ്. വയസ്സായവരോട് പറയത്രേ, അമ്മയ്ക്ക് ഒന്നങ്ങോട്ട് സഹായിച്ചൂടെ, ഭാര്യനോടുള്ള സ്നേഹം മൂത്തിട്ടേ. അപ്പം എന്താ, അമ്മ അവിടെ നിന്ന് നാമം ചെല്ലുക, സഹസ്രനാമം പകുതി ആയിട്ടേ ഉള്ളൂ, അത് പറഞ്ഞാലോ പോരാണേ എന്ന് പറയും. പക്ഷെ ആ മക്കൾക്ക് എന്തറിയില്ല, ആശ്രമത്തിനെ കുറിച്ച് അറിയില്ല. മരുവോള് വന്നാൽ പിന്നെ നമ്മളെന്താ, സന്യാസത്തിന് മുമ്പ് വാനപ്രസ്ഥ ഒക്കെ ഏൽപ്പിച്ചു. നമ്മൾ എന്ത് ചെയ്യണം? എല്ലാം ത്യജിക്കാൻ. അതാണ് രാമൻ പറയുന്നത്. നിങ്ങൾ പലതും ത്യജിക്കാൻ തയ്യാറാവണം. ജനിച്ചപ്പോൾ തന്നെയാണ് ത്യജിക്കുകയാണോ? അല്ല. ധർമ്മത്തിലൂടെ കാമം, ആഗ്രഹങ്ങൾ നേടി പിന്നെ എന്ത് ചെയ്യണം? മോക്ഷത്തിനെ കുറിച്ച് ചിന്തിക്കണം, പുരുഷാർത്ഥങ്ങൾ നേടണമെന്ന് അതാണ് പറയുന്നത്. ഇനി രാമോ വിഗ്രഹവാൻ ധർമ്മ. അങ്ങനെയാണെങ്കിൽ ഇനി ഇന്നത്തെ ഭാഗം കുറച്ച് പറയാം. ഒരു ഇതെല്ലാവരും എത്തിയില്ലോ, കേൾക്കണം എന്ന് ആഗ്രഹിച്ചവരെത്തി. ഇന്നത്തെ ഭാഗം സീതാ അന്വേഷണം. സീത എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ദുഃഖപുത്രിയാ അല്ലേ? ഇന്നലെ നമ്മൾ പറഞ്ഞു എന്തുകൊണ്ടാണ് സീതാദേവിക്ക് ഇത്രയും ദുഃഖം വന്നത്. മായാ സങ്കടം മനുഷ്യ ജന്മത്തിങ്കലാർക്കില്ലാത്തോ. എപ്പോഴും രാമായണം നമ്മളെ എവിടെയാണോ നിർത്തിയത് ആ വരി തന്നെ വായിച്ചു തുടങ്ങണം എന്ന് പറയും. അതുകൊണ്ട് അവിടെ പറഞ്ഞത്, ഈ മനുഷ്യനായി ജനിച്ചാൽ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് സുഖിക്കാന്ന് വിചാരിക്കണ്ട. കാരണം ഇതെന്ന് പറഞ്ഞാൽ പ്രാരബ്ധമെല്ലാം അനുഭവിച്ചിടണം എന്ന് രാമായണം പ്രത്യേകം പറയുന്നുണ്ട്. ആനയുടെ ശരീരം നോക്കൂ, വലിയ ശരീരം, അതിനോടാനൊന്നും വയ്യ, പ്രാരബ്ധാണ് കഴിഞ്ഞ ജന്മത്തെ. നമ്മൾ ചിലരുണ്ടാവൂലേ ഇത്തിരി അധികം തടിയൊക്കെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഇതെൻ്റെ പ്രാരാബ്ധ, ഓടിപ്പടച്ച് അവിടെ പോയിട്ട് നിൽക്കാൻ വയ്യ, നിന്നാക്കി നമസ്കരിക്കാൻ വയ്യ. എന്തുകൊണ്ടാ? നമ്മുടെ പ്രാരാബ്ധാണ്. അപ്പൊ ഇവിടെ പറയാ സീത അന്വേഷണം. സീതാദേവിക്ക് സങ്കടങ്ങളൊക്കെ വന്നു. ആ സമയത്ത് മാരീചന് മോക്ഷമൊക്കെ കൊടുത്തതിന് ശേഷം ശ്രീരാമചന്ദ്രൻ വരിക. രാമനും മായാമൃഗവേഷത്തെ കൈക്കൊണ്ടൊരു കാമരൂപിണം മാരീചാസുരമെയ്തു കൊന്നു.
വേഗേന നടകൊണ്ടാനാശ്രമം നോക്കി പുനരാഗമക്കാതലായ രാഘവൻ തിരുവടി. അതിലാഗമക്കാതലായ രാഘവൻ എന്നുള്ളത് നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചോളൂ, പുസ്തകം ഫോളോ ചെയ്യുന്നവർ. 4ാമത്തെ വരി. കാരണം നമ്മൾ ചൊല്ലിപ്പോകുമ്പോൾ ചിന്തിക്കാത്ത ഒരു വാക്കാണ്. എന്താണ് ഈ ആഗമക്കാതൽ? അതായത് വേദസാരം എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ വേദങ്ങളെ കുറിച്ച് അപ്പം നമ്മൾ അറിയണം. എന്താ വേദം? ഹിന്ദുവിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം വേദങ്ങളാ. വേദം എന്ന് പറഞ്ഞ വിദ് എന്ന ധാതുവിൽ നിന്നുണ്ടായതാണ് അറിവ് എന്നാണ് അർത്ഥം. വേദത്തിൽ നിറയെ അറിവുകളാ. വേദമന്ത്രം ചൊല്ലുമ്പോൾ കേട്ടിട്ടുണ്ടോ? അവസാനം ഓം ശാന്തി ശാന്തി ശാന്തേഹേ എന്ന് പറയും. എന്തുകൊണ്ടാ? 3 ശാന്തി. എന്തിനാ നമുക്ക് 3 ശാന്തി? നമുക്ക് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ 3 ദുഃഖങ്ങളാ. അപ്പോൾ ആ 3, അതായത് ദൈവികം ഭൗതികം എന്നൊക്കെ പറയും. ഈ ഓരോ വേദമന്ത്രങ്ങൾക്കും 3 അർത്ഥങ്ങളുണ്ട്. അതാണ് 3 ശാന്തി മന്ത്രം ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന്, ഈ വേദത്തിൽ എന്തെല്ലാം ഉണ്ട് അത് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. കാരണം ശ്രീരാമചന്ദ്രൻ വേദസാരം ആണ്, ആഗമക്കാതലാണ് എങ്കിൽ എന്താണ് വേദം പറയുന്നത്? എന്താണ് എന്ന് പറഞ്ഞാൽ ഇത്തിരിയെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ അതിൽ പറയുന്ന സൂക്തങ്ങൾ, ചെറിയ സൂക്തങ്ങളെങ്കിലും നമുക്കറിയണം. ഈ വേദം നമ്മുടെ സ്വന്തം അടിസ്ഥാന ഗ്രന്ഥാന്ന് പറഞ്ഞിട്ട് അതറിയാതെ അങ്ങോട്ട് മരിച്ചു പോയാൽ നമുക്ക് നഷ്ടല്ലേ? മഹതോ വിനഷ്ടി. എന്താ പറയുന്നേ? ജിഹ്വാമേ മധുമത്തമാ. എത്ര നല്ലൊരു കാര്യ. എൻ്റെ നാവിൽ തേൻ തുളുമ്പുന്ന വാക്കുകൾ വരേണമേ ജഗദീശ്വര. എത്ര സുന്ദരമായിട്ട് ആ വേദം നമ്മളോട് പറയുന്നത്. അപ്പോൾ നമ്മുടെ നാവുകളിൽ നല്ലത് മാത്രം പറയാ. എന്തുകൊണ്ടാ ശ്രീരാമചന്ദ്രന് വോട്ടെടുപ്പ് നടത്തി ഇത്ര കാനനത്തേക്ക് പോയിക്കോന്ന് പറഞ്ഞപ്പോഴേ ശ്രീരാമചന്ദ്രനോട് ലക്ഷ്മണൻ പറഞ്ഞു, അച്ഛനെ വധിച്ചിട്ട് ഞാൻ രാജ്യം വാങ്ങിച്ചു തരാം. അച്ഛൻ പറഞ്ഞു, എന്നെ കൽത്തുറുങ്കിലടിച്ചിട്ട് രാജ്യം ഭരിച്ചോളൂ. അതേ സമയത്ത് കുലഗുരുവായ വസിഷ്ഠൻ എന്തു പറഞ്ഞുന്നോ? ഇത്രയും വലിയ മഹാരാജ്യം, അതായത് രാജ്യം എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഇന്ത്യ അല്ല, ഇന്നത്തെ ഭാരതം അല്ല. നമ്മൾ പിരിഞ്ഞു പോയില്ലേ? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ചൈന, ബർമ്മ, അതൊക്കെ നമ്മുടെ ഭാഗമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ വലിയ രാജ്യത്തിൽ ഒരു ഭാഗം രാജ്യമായെടുത്ത് ശ്രീരാമചന്ദ്ര അങ്ങ് രാജ്യം ഭരിച്ചോളൂ, അഭിഷേകം മുടങ്ങണ്ട. അതിനു വേണ്ടിയിട്ട് ഒരു വോട്ടെടുപ്പ് അങ്ങോട്ട് നടത്തിയിത്ര. ഇപ്പോഴത്തെ പോലെ എല്ലാവരും വോട്ട് ചെയ്തത് ആർക്കാ? ശ്രീരാമചന്ദ്രനാ. ഭരതന് ഇഷ്ടമില്ലാണ്ടാണോ? അല്ല. അവർക്ക് നീതി അറിയാം, ധർമ്മശാസ്ത്രം അറിയാം. ഹൈന്ദവന്റെ ഗ്രന്ഥമാണ് മാനവ ധർമ്മശാസ്ത്രം. അതിൽ എഴുതി വെച്ചിട്ടുണ്ട് എങ്ങനെ ഒരു രാജാവ് ധർമ്മം പരിപാലിച്ചുകൊണ്ട് രാജ്യം ഭരിക്കണം. അതുകൊണ്ട് മൂത്തപുത്രനായ രാമചന്ദ്രൻ എല്ലാം കൊണ്ടും ഗുണങ്ങളെ തികഞ്ഞ വ്യക്തിയാ. അപ്പൊ പറയാ അങ്ങനെയൊന്നും ചെയ്യണ്ട. കാരണം എന്താ? സത്യത്തെ രക്ഷിച്ചിടുന്നതിന് വേണ്ടി, അച്ഛൻ്റെ വാക്കുകൾ സത്യമാക്കുന്നതിന് വേണ്ടി ഞാൻ രാജ്യം ത്യജിക്കാൻ തയ്യാറാണ് എന്നും പറഞ്ഞ് ശ്രീരാമചന്ദ്രൻ കാട്ടിലേക്ക് പോവുക. ഏതെങ്കിലും മക്കൾ ചെയ്യോ? ഈ പറഞ്ഞ ഓപ്ഷനൊക്കെ ഉണ്ടായിരുന്നു മുന്നിൽ. നമ്മളെ പോലെ സാധാരണക്കാരാണെങ്കിൽ എന്താ ചിന്തിക്കുക? ഈ വലിയ ഒരു സാമ്രാജ്യം, ഇപ്പൊ 10 സെന്റിന് അടി നടക്കുകയല്ലേ, അതിന് പോലും ത്യജിക്കാൻ തയ്യാറല്ലാത്ത ഒരു മനസ്സ് അല്ലെ? ഇന്നലെയും പറഞ്ഞില്ലേ? അപ്പോ അത്രയും വലിയ ഒരു രാജ്യം എനിക്ക് വേണ്ട എന്നും പറഞ്ഞിട്ട് അമ്മയോട് എന്താ പറഞ്ഞ്? കൈകേയിയോട്, അമ്മേ ഈ ശരീരം മാത്രം സംരക്ഷിച്ചാൽ മതി, കാനനത്തിൽ പോയാൽ. അമ്മ എന്നെ അനുഗ്രഹിച്ചതാണ് കേട്ടോ, സ്വന്തം മകനെ ശരിക്കും അനുഗ്രഹിച്ചില്ല. കാരണം എന്താ? ഇത്രയും വിശാലമായ ഭാരതം, ജംബൂ ദ്വീപ ഭരിക്കണം എന്ന് പറഞ്ഞ ഉത്തരവാദിത്തല്ലേ, അത് മുഴുവൻ തലയിൽ വെച്ചു കൊടുത്തു. സത്യത്തിൽ എന്നെയാണ് അമ്മ അനുഗ്രഹിച്ചത്. സന്തോഷത്തോടുകൂടി തിങ്ക് പോസിറ്റീവ്, നന്മകളെ കുറിച്ച് മാത്രം ചിന്തിക്കുക. വേദം എന്താ പറയുന്നത്? ആനോ ഭദ്രാഹ ക്രതവോ എന്തു വിശ്വതഃ. ഈ വിശ്വത്തിൽ നിന്നും ജഗത്തിൽ നിന്നും എല്ലാ ഭാഗത്തു നിന്നും നന്മ നിറഞ്ഞ ചിന്താധാരകൾ എന്നിലേക്ക് വന്നു ചേരട്ടെ. ആനോ ഭദ്രാഹ, ഭദ്രമായ കാര്യങ്ങൾ എന്നിലേക്ക് വന്നു ചേരട്ടെ. അപ്പോ രാമൻ ആഗമക്കാതലല്ലേ? വേദാർത്ഥ വിചാരം നോക്കൂ, എത്ര സുന്ദരമായിട്ട് ആ വേദത്തിലെ തത്വങ്ങൾ രാമായണ കഥയിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു. ഇനി 4 വേദങ്ങൾ എടുത്ത് നോക്കിയാലും നമുക്ക് കാണാവുന്ന ഒരു മന്ത്രമാണ് ഗായത്രി മന്ത്രം. ഏത് വേദത്തിലും ആദ്യം, ഇപ്പോൾ വേദം പഠിക്കാൻ വേണ്ടി ഒരു കുട്ടി, ഏത് പ്രായക്കാരനും അറിവിൽ കുട്ടിയാണല്ലോ, ഗുരുവിനെ സമീപിക്കുമ്പോൾ ആദ്യം പഠിപ്പിച്ചു കൊടുക്കും ഗായത്രി മന്ത്രം. നമ്മൾ ഏതാണോ നമ്മുടെ ഉപാസനാമൂർത്തി, ഓരോ ഉപാസനാമൂർത്തികൾക്കും ഗായത്രി ഉണ്ട്. സർവ്വദേവതാ ഗായത്രികൾ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം തന്നെ വേദത്തിലുണ്ട്. അപ്പോൾ ഗായത്രി എന്ന് പറഞ്ഞാൽ എന്താ? ഗായന്തം ത്രായതേ ഇതി ഗായത്രി.
ഗാനം ചെയ്യും തോറും നമ്മളെ ഉയർത്താൻ കഴിവുണ്ട്. ദക്ഷിണാമൂർത്തി സ്വാമികളൊക്കെ എത്രയോ തവണ ഇത് ഗായത്രി മന്ത്രം ഉരുവിട്ടിരുന്നു എന്നാ പറയുന്നത്. നമ്മളെ ഈ 98 വയസ്സായാലും നമ്മുടെ തിരുമേനി ഇരുന്ന് വേദമന്ത്രം ജപിക്കും. അതിൻ്റെ ശക്തി എന്താണോ, നമ്മുടെ ബുദ്ധിയിലെ ഒരു സ്റ്റിമുലേഷൻ ഉണ്ടാക്കാൻ ഗായത്രി മന്ത്രത്തിന് കഴിവുണ്ട്. ഓരോ തിരുമേനിമാരും ഗായത്രി ശീലിക്കാറുണ്ടോ എന്നാ ചോദിക്കുക. അപ്പൊ ഗായത്രി മന്ത്രത്തിന്റെ മഹത്വം അത് നമ്മുടെ വേദത്തിലുള്ളതാ. അപ്പോൾ 4 വേദങ്ങളിലും അത് പറയുന്നു. അപ്പൊ അതിന്റെ ശക്തി നോക്കൂ. മറ്റൊന്ന്, എൻ്റെ ചെവിയിൽ ഭദ്രമായ കാര്യങ്ങൾ കേൾക്കട്ടെ, അതും ശാന്തി മന്ത്ര. ഓം ഭദ്രം കർണേഭേ, എൻ്റെ ചെവികളിൽ ഭദ്രമായ കാര്യങ്ങൾ മാത്രം കേൾക്കുമാറാകട്ടെ, വേദം പറയുന്നതാ. മറ്റൊന്ന്, 4 വേദങ്ങളിലും പറയുന്ന മറ്റൊരു കാര്യമാണ്, ഈ ശരീരം എന്തിനു കിട്ടിയതാ? മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനാ, നമുക്ക് മാത്രം സുഖിക്കാനല്ല. അപ്പോഴാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്. നമുക്ക് വേണ്ടി നമ്മൾ ജോലി ചെയ്ത് കിട്ടിയതെല്ലാം നമ്മൾ തന്നെ കഴിച്ചാൽ അതിലെന്തൊരർത്ഥമുള്ള ഒരർത്ഥമില്ല. മറ്റൊരാൾക്ക് വേണ്ടി, നമ്മുടെ സ്വന്തമല്ലാത്ത ഒരാൾക്ക് വേണ്ടി, ഇപ്പം അമ്പലത്തിൽ വന്നു, ഇപ്പോൾ ഇവിടെ ഡയാലിസിസ് സെൻറ്റർ, എന്തെങ്കിലും ഒന്ന് കൊടുക്കുക. അപ്പം നമുക്ക് വേണ്ടിയല്ല, ആരൊക്കെയോ വേദനിക്കുന്നുണ്ട്, നാളെ നമ്മളെയും കിഡ്നി അടിച്ചു പോവാം. നമ്മൾ മലപ്പുറത്താണ് ജീവിക്കുന്നത്, നമ്മുടെ ആഹാരശീലമൊക്കെ വളരെ മോശമാണ്. അപ്പോൾ ആ നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ 4 തലമുറ, 4 നൂറ്റാണ്ട് ജീവിക്കാൻ കെൽപ്പ് ശക്തിയുള്ള അത്രയും കട്ടിയായ അമരവിത്തിൻ്റെ ആകൃതിയുള്ളത് അത്ര കിഡ്നി. അതൊക്കെ ഒരു 50 വയസ്സാകുമ്പോഴേക്ക് അടിച്ചു പോകുന്നു പറയുമ്പോൾ ആലോചിച്ച് നോക്കൂ. ഒന്നാമത് എന്താണോ, ഈശ്വരീയമായ കാര്യങ്ങളിലൂടെ പോകുന്നേ ഇല്ല. ആത്മീയതയ്ക്ക് നമ്മളുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനുള്ള കഴിവുണ്ട്. ഒരു സിനിമയിൽ കാണിക്കുന്നില്ലേ, ക്യാൻസർ രോഗം ധ്യാനത്തിലൂടെ മാറിയിട്ട് തിരിച്ചു വരുന്നത്. അത് കേവലം കഥയല്ല, എല്ലാം ഈ ഭൂമുഖത്ത് കാണുന്നത് നമ്മുടെ ഗ്രന്ഥങ്ങളിലുള്ളതാ. അപ്പോ എന്താ പറയുന്നത്, യപരേശ ഉപകാരായ ജീവതി സ ഏവ ജീവതേ, 4 വേദങ്ങളിലും പറയുന്നതാ. ആർക്കാണോ നിങ്ങൾ ഉപകാരം ചെയ്യുന്നത് എങ്കിലേ നിങ്ങൾ ജീവിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണ്ടി മാത്രം വെച്ച് തിന്ന് കുടിച്ച്, ഇപ്പൊ അങ്ങനെ ഒരു സിസ്റ്റം. അടുത്ത വീട്ടിലേക്ക് നോക്കണ്ട, കൊറോണ വന്നപ്പോൾ പറയും വേണ്ട അല്ലേ, തിരുവാതിര കുളിക്കാൻ പോണ്ട. എന്തായിരുന്നു ആ തിരുവാതിരക്കുളിയൊക്കെ? ധനുമാസത്തിൽ തിരുവാതിര ഭഗവാൻ തൻ്റെ തിരുനാളല്ലോ, തുടിക്കണം പോൽ കുളിക്കണം പോൽ ഉണരുണരൂ ഭഗവാനേ. തായിരൊക്കെ അങ്ങനെ കലക്കിയില്ലേ, ആ ഒരു കൂട്ടായ്മ. ഇപ്പോ സ്നേഹം, ഒരുമ, ഐക്യം, സേവനം, ഈ കൂട്ടായ്മ എവിടെ മാത്രമേ ഉള്ളൂ? ക്ഷേത്രങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു 50 ആളെങ്കിലും ഇവിടെ ഇരുന്നില്ലേ? വേറെ എവിടെയെങ്കിലും പോയി അങ്ങനെ കാണാൻ പറ്റുമോ? കൊറോണയാ, നിപ്പയാ, പുകണ്ടാട്ടോ എന്ന് പറയും. ഇവിടെ ക്ഷേത്രത്തിൽ നമ്മൾ ധൈര്യമായിട്ട് വന്ന് മാസ്ക് പോലും ഇല്ലാതിരിക്കുന്നു. കാരണം ഒരു വിശ്വാസം. നമുക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ എന്താ, സർവ്വതും നമുക്ക് സാധിക്കും. എന്താണോ, ഇതിനുള്ളിലൊരു ശക്തിയുണ്ട്. ആ ശക്തിയുടെ അനന്തമായ ശക്തിയുടെ അളവിനെ കുറിച്ച് നമുക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ലൗകികത്തിന്റെ പിന്നാലെ ഓടുന്നത്. എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത് സുഖാണ്, ഇത് സുഖാണ്. സുഖം എവിടെയെങ്കിലും ഉണ്ടോ? നിത്യമായ സുഖം എപ്പോഴേ ഉള്ളൂ? മോക്ഷം കിട്ടുമ്പോൾ. ഈശ്വര കഥകൾ അങ്ങനെ കേൾക്കുമ്പോൾ, ഇന്നലെ 10 മുതൽ 12 പറയേണ്ടതൊക്കെ പറഞ്ഞ് പിന്നെയും പോയത് ഞാനും നിങ്ങളും അറിഞ്ഞില്ല. കാരണം മാരീചനെ കുറിച്ചും രാമനെ കുറിച്ചും പറയുമ്പോൾ അതങ്ങോട്ട് അവസാനിപ്പിക്കാതെ നിർത്താൻ വയ്യേ. അങ്ങനെ ഒരു പോർഷനാണ് അത്, ഡിവൈഡ് ചെയ്തപ്പോൾ വന്നതാ. അപ്പൊ പിന്നെ ജടായുവിനെയൊക്കെ കാണുമ്പോൾ സീതേനെ അന്വേഷിക്കും എന്നൊക്കെ പറയുമ്പോൾ അയ്യോ കഴിഞ്ഞു. പക്ഷേ ഈശ്വര കഥകൾ എത്ര സമയം, ഇപ്പോൾ വൈകുന്നേരം വരെ പറഞ്ഞാലും നിങ്ങൾ ഇങ്ങനെ രസിച്ചിരിക്കും. അതാണ് ഈശ്വര കഥകളുടെ മഹിമ. വേറെയുള്ള സിനിമ ഒന്ന് കണ്ടാൽ പറയാം അയ്യോ ഇനി അത് വെക്കല്ലേ എന്നല്ലേ. പണ്ടൊക്കെ പിന്നെയും ക്വാളിറ്റി ഉള്ളത് വന്നിരുന്നു, ഇപ്പോൾ ഒന്നുമില്ല എന്നുള്ളതാ. അപ്പൊ ഇത്തിരി സുഖിക്കാൻ എവിടെയുള്ളൂ? ഏറ്റവും നല്ല ഔഷധം ഭക്തി മാത്രം ആണ്. അപ്പൊ ആദ്യം നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥമായ വേദങ്ങളിലെ കുറച്ച് കാര്യങ്ങൾ അറിയാം. അതിൽ തന്നെ പറയാണ്, ശൃണ്വന്തു വിശ്വോ അമൃതസ്യ പുത്ര, ഹേ അമൃതത്വത്തിന്റെ പുത്രന്മാരെ നിങ്ങൾ ഇത് കേട്ടാലും. എന്താ അവരങ്ങനെ പറയാൻ? മഹർഷീശ്വരന്മാരിങ്ങനെ കാണുകയാണ് പലയിടത്തും ജനനവും മരണവും നടക്കുന്നത്. അപ്പൊ അവർ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെ വിഷമിക്കുന്നത് ലൗകികർ? അപ്പൊ അവർ ആലോചിച്ചു, ഇതിനെക്കുറിച്ച് തപസ് ചെയ്തു, മനനം ചെയ്തു. ധ്യാനത്തിലൂടെ ഈ പ്രകൃതിയിൽ നിന്നും ഒരു ശക്തി അവർക്ക് വിളിച്ചു പറഞ്ഞു കൊടുക്കുകയാണ്, നിനക്ക് ജന്മം കിട്ടിയത് ഇങ്ങനെ സുഖിച്ച് കഴിയാനല്ല. എന്നിവിടെ കഴിയാൻ പറ്റുമോ? ഇതിന് മാറ്റം വരുന്നില്ലേ? അപ്പൊ ഇത് ശാശ്വതമല്ല. ശാശ്വതമായത് എന്തേ ഉള്ളൂ? അമൃതംഗമയ, അമരത്വത്തിലേക്ക് നിങ്ങൾ ഉയരണം. അതിനുവേണ്ടി എന്തു ചെയ്യണം? നിങ്ങളിത് കേട്ടാലും. അവർ വിളിച്ചു പറഞ്ഞു. അതാണ് സ്വാർത്ഥത ഇല്ലാത്ത സന്യാസി പരമ്പര. അവർക്ക് കിട്ടിയ അറിവിനെ വിളിച്ചു പറഞ്ഞത് പിന്നീട് ഗ്രന്ഥങ്ങളിലാക്കി വെച്ചതാണ് വേദങ്ങൾ. ഒരുപാട് താളിയോല ഗ്രന്ഥങ്ങളിൽ എഴുതി അവസാനം വേദവ്യാസ മഹർഷി. സോ
വ്യാസോച്ഛിഷ്ടം ജഗത് സർവം ന. ഈ ജഗത്തിൽ എന്തൊക്കെ ഉണ്ടോ അത് വ്യാസന്റെ ഉച്ഛിഷ്ട. അപ്പൊ അതെടുത്തിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഭക്ഷിക്കാം. ശ്രീരാമചന്ദ്രൻ ശബരി കടിച്ചു വെച്ച പഴം ഉച്ഛിഷ്ടാന്ന് പറഞ്ഞ് മാറ്റിവെക്കാതെ ഭക്ഷിച്ചതുപോലെ, ഗുഹൻ എന്ന കാട്ടാളനെ മാറോടണച്ചതുപോലെ നിർണയം നൈഷാദ ജന്മവും പാവനം തല്ലേ വേണ്ടു. അതിനപ്പുറമായിട്ട് നമുക്കൊന്നും വേണ്ട. അങ്ങനെ നമ്മുടെ വേദങ്ങളെ കുറിച്ച് മഹർഷീശ്വരന്മാർ അറിഞ്ഞ് മനനത്തിലൂടെ ധ്യാനത്തിലൂടെ എഴുതി വെച്ച ആ വേദസാരങ്ങൾ അടങ്ങിയ ഇതിഹാസങ്ങളിൽ ഒന്നാണ് നമ്മുടെ രാമായണം. അതുകൊണ്ട് അതിലെ തത്വങ്ങൾ നമ്മൾ അറിയണം. പ്രത്യേകിച്ചും രാമനെ കുറിച്ച് സത്യസന്ധമായി നമ്മൾ മനസ്സിലാക്കണം. ഇനി ആഗമക്കാതൽ എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് മനസ്സിലായില്ലേ? ശ്രീരാമചന്ദ്രൻ വേദം തന്നെ ആണ്, അതായത് അറിവ് തന്നെ ആണ്. സാധാരണക്കാർക്ക് തോന്നും രാമൻ ശരിയല്ല അല്ലേ, വയറ്റിലുണ്ടായിരിക്കുന്ന ഭാര്യ ഉപേക്ഷിച്ചവനല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഇങ്ങനെ വിമർശന ബുദ്ധിയോടെ ചിന്തിക്കുന്നവര്. എന്തുകൊണ്ട് ശ്രീരാമചന്ദ്രൻ അങ്ങനെ ചെയ്തു അതിനെക്കുറിച്ച് ചിന്തിക്കണം. ഇനി ശ്രീരാമചന്ദ്രൻ അങ്ങനെ നടന്നു പോയി. ആ സമയത്ത് ആരെ? ലക്ഷ്മണൻ ഇങ്ങോട്ട് വരിക. കാരണം സീത എന്താ പറഞ്ഞത്? വേഗം പോയി നോക്കൂ, രാമന്റെ ശബ്ദമല്ലേ എന്ന് പറഞ്ഞപ്പോ ശ്രീരാമചന്ദ്രനെയും തെരഞ്ഞ് വനദേവതമാരോട് നോക്കിക്കോളൂ പറഞ്ഞു പോവാ. ആ സമയത്ത് ലക്ഷ്മണൻ വില്ലും അമ്പും ഒക്കെ ആയിട്ട് ദേ ഇങ്ങോട്ട് വരുന്നു. ശ്രീരാമചന്ദ്രൻ തിരിച്ചു വരികയാണ്. അപ്പൊ ലക്ഷ്മണനേതുമറിഞ്ഞീലല്ലോ പരമാർത്ഥം, ഇക്കാലം അവനെയും വഞ്ചിക്കുന്നതേ വരൂ. ലക്ഷ്മണന് അനന്തനാഗമല്ലേ, ഇതിനെക്കുറിച്ച് സത്യാവസ്ഥ അറിയില്ല. അതുകൊണ്ട് ഒരു സാധാരണ മനുഷ്യനെ പോലെ ഇവനെ നമുക്ക് വഞ്ചിക്കാമെന്ന് സ്വന്തം ശ്രീരാമചന്ദ്രൻ വിചാരിക്കുക. കാരണം ശ്രീരാമചന്ദ്രൻ വിഷ്ണു തന്നെയാണ്, സർവന്തര്യാമിയാണ്, എല്ലാം അറിയുന്നവനാണ്, മായയെക്കുറിച്ചും അറിയുന്നവനാണ്. അതുകൊണ്ടാണല്ലോ മായാ സീതയോട് ഇവിടെ നിന്നോളൂ, അഗ്നിമണ്ഡലത്തിൽ യഥാർത്ഥ ലക്ഷ്മിയെ ഒളിപ്പിച്ചോളൂ പറയണേ. പക്ഷേ വാൽമീകി രാമായണത്തിൽ അത് പറയുന്നില്ല കേട്ടോ, ഇതിവിടെ പറയുന്നുള്ളൂ അധ്യാത്മരാമായണത്തിൽ. ഇനി പറയാം, ലക്ഷ്മി ദേവിയെയുണ്ടോ മറ്റാർക്കും ലഭിക്കുന്നു. ഈ വന്യമണ്ഡലത്തിലെ ഒളിച്ചു വെച്ചിരിക്കുന്ന ലക്ഷ്മി ദേവിയെ ആർക്കും ലഭിക്കില്ല. ശ്രീരാമചന്ദ്രന്റെ ലക്ഷ്മി ദേവിയെ തൊട്ടുകൂടുമോ ഹരിപത്നിയെ ശശത്തിന്? ഒരിക്കലും കഴിയില്ല. പിന്നെ രാവണൻ കൊണ്ടുപോയത് ആരെ? മായാസീതയെ ആണ് എന്ന് പറയാ. അഗ്നിമണ്ഡലത്തിങ്കൽ വാഴുന്ന സീത തന്നെ. എന്നിട്ട് ലക്ഷ്മണനെ കാണുമ്പോ അതാണ് വല്ലാത്തൊരവസ്ഥയാണ്. അത് പറഞ്ഞ തന്നെ വീണ്ടും പറയാ, ഇന്നലെ പറഞ്ഞ കാര്യം ഇനി ഇന്നും ആവർത്തിക്കും. ഇവിടെ പറയുന്നത് നോക്കൂ, അഗ്നിമണ്ഡലേ വാഴും സീതയെ സത്യവ്യാജാൽ കൈക്കൊണ്ടുപോകാം അയോധ്യയ്ക്കു വൈകാതെ പിന്നെ. ശ്രീരാമചന്ദ്രൻ തൻ്റെ ജന്മലക്ഷ്യത്തെക്കുറിച്ച്, അവതാര ലക്ഷ്യത്തെക്കുറിച്ച് സ്വയം ഓർക്കുന്നതാ. ഞാൻ ഈ അവതാരം എടുത്തത് വെച്ചിട്ട് എന്ത് ചെയ്യണം? സീതാദേവിയെ സത്യവ്യാജാൽ എന്നാ പറയുന്നത്. സത്യം എന്താ? സീതാദേവി ആരുടെ കൂടെയും പോയിട്ടില്ല, പക്ഷെ വ്യാജമാണെന്ന് പറയാ. കാരണം മായാസീതയെ കൊണ്ടുപോയി എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ മുന്നിൽ വ്യാജം കാണിച്ചു. ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെ നടക്കുന്നില്ലേ? ഒറിജിനലേക്കാൾ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റുകളുള്ള കാലം അല്ലേ? അച്ഛനെയും അമ്മയും വേണമെങ്കിൽ വരെ ഡ്യൂപ്ലിക്കേറ്റ് കുട്ടികൾ PTA മീറ്റിങ്ങിന് കൊണ്ടുവരും. അങ്ങനത്തെ ഒരു കാലഘട്ടം. കാശണ്ട് കൊടുത്ത് ആരുടെ അച്ഛനും അമ്മയും ആവാം അവർ റെഡിയാ. അവസാനം കുട്ടിയെക്കുറിച്ച് ഡീറ്റെയിൽഡ് ചോദിക്കുമ്പോഴോ അദ്ദേഹത്തിന് ഉത്തരമില്ല. അപ്പം പിടിച്ചു. അപ്പം ലാസ്റ്റ് പറഞ്ഞു, അയാൾ മാറ്റിയിരുത്തി ചോദിച്ചപ്പോൾ, ഇവൻ എനിക്ക് 500 രൂപ തരാന്ന് പറഞ്ഞ് തൽക്കാലം അച്ഛനായിട്ട് ഞാൻ വന്നതാണ്. ഇതാണ് ഇന്നത്തെ അവസ്ഥ. നമുക്ക് കഴിയോ നമ്മൾ അച്ഛനെ അല്ലാതെ ഒരാളെ PTA മീറ്റിങ്ങിന് കൊണ്ടുപോവാൻ? ഡ്യൂപ്ലിക്കേറ്റ്. കലികാലത്തിന്റെ പ്രത്യേകതയാണത്. കലികാലത്തിൽ ധർമ്മത്തിന് ഒരു കാലേ ഉള്ളൂ. അപ്പൊ പിന്നെ എന്തേ? വ്യാജം മാത്രമേ കാണുള്ളൂ. ധർമ്മം വളരെ ചുരുങ്ങിയിരിക്കും. അതുകൊണ്ട് സർവ ദോഷങ്ങളും നിങ്ങൾക്ക് കാണാം. പക്ഷേ കലി ബാധിക്കാത്ത ഒരു സ്ഥലം ഇതുപോലെയുള്ള പ്രഭാഷണ കേന്ദ്രങ്ങൾ, സത്സംഗങ്ങൾ നടക്കുന്ന ഇടത്ത് ഇവിടെ വന്നിരുന്നാൽ നിങ്ങൾക്ക് ദേഷ്യം വരാറുണ്ടോ? ഇല്ലല്ലോ. ഇരുന്ന് ഉറങ്ങിയാലും വേണ്ടില്ല, വല്ലാത്തൊരു സുഖാണ് എന്നൊരവസ്ഥയായിരിക്കും. ഇനി മായാമാനുഷനാകുമെന്നുടെ ചരിതവും മായാവൈഭവങ്ങളും കേൾക്കയും ചൊല്ലുകയും ഭക്തിമാർഗേണ ചെയ്യും ഭക്തന പ്രയാസേന മുക്തിയും സിദ്ധിച്ചിടുമില്ല സംശയമേതും. ഇത് നമുക്കുള്ള വരികളാ. ശ്രീരാമചന്ദ്രന് ഇതുകൊണ്ട് ആവശ്യമില്ല, ലക്ഷ്മണനും ഇതുകൊണ്ട് ആവശ്യമില്ല. പിന്നെ എന്തിനാ എഴുത്തച്ഛൻ ഇതിവിടെ പറഞ്ഞത്? എന്നെക്കുറിച്ച് ചിന്തിച്ചാൽ മാത്രം മതി,
നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, രാമ 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 പാഹി മാം. പാഹി മാം, പാഹി എന്ന് പറഞ്ഞാൽ രക്ഷിക്കൂ. ഇനി എൻ്റെ കുട്ടികളെ രക്ഷിക്കൂ എന്ന് പറയില്ല, പാഹി മാം, എന്നെ രക്ഷിക്കൂ. നമ്മൾ ചൊല്ലിയാ നമുക്കുണ്ട്, അമ്മ ചൊല്ലുണ്ട് വെച്ചിട്ട് കുട്ടി അവിടെ ഇരുന്നാലൊന്നും മോക്ഷം കിട്ടില്ല. എന്താ പറയുന്നത്? മായാ മാനുഷനാകും എന്നുടെ ചരിതം. ആരൊക്കെ ഭജിക്കുന്നുണ്ടോ, ആരൊക്കെ കീർത്തിക്കുന്നുണ്ടോ, ആരൊക്കെ ശ്രവണം ചെയ്യുന്നുണ്ടോ, അവർക്കെല്ലാം സിദ്ധിച്ചിടും മോക്ഷം, സംശയമില്ല ഏതും. ഇനി നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, കിട്ടുമോ? നമുക്കൊക്കെ സംശയമല്ലേ, ഞാൻ അത്രയൊക്കെ ചെയ്തിട്ടുള്ളൂ, എനിക്ക് കിട്ടുമോ? ഉപാസന ഇല്ലേ? ഇല്ല കേട്ടോ. എന്നാലോ രാമനാമം ചൊല്ലുന്നുണ്ടോ? മതി. രാമനാമത്തിന്റെ മഹത്വം എന്താ? ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനേ. സഹസ്രനാമ തത്തുല്യം. എന്നും 7 മണിക്ക് സഹസ്രനാമം ചൊല്ലും. ഒരു ദിവസം രാവിലെ 6:30 വരണേ ടീച്ചറെ, 7 മണിക്ക് പ്രഭാഷണം തുടങ്ങണം. ചൊല്ലാൻ പറ്റുമോ? ഇവിടെ ഇരുന്ന് ചൊല്ലി അവർ നോട്ടീസത്തെ കാര്യം പ്രശ്നമായില്ലേ? അപ്പൊ എന്ത് ചെയ്യണം? രാമ 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 രാമ. ഹേ ശ്രീരാമചന്ദ്ര, ഇന്ന് എനിക്ക് ചൊല്ലാൻ കഴിയില്ല കേട്ടോ, എൻ്റെ സഹസ്രനാമമായിട്ട് എൻ്റെ ഉപാസനയായി ഇത് സ്വീകരിക്കണമേ. അത് കരുതിയിട്ടോ പണ്ഡിതന്മാർക്ക് പറഞ്ഞതാണത്. സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ. അതായത് നമുക്ക് ഒരസുഖമാണ്, ഹോസ്പിറ്റലിൽ പോകണം, ഇന്നത്തെ ഉപാസന മുടങ്ങി, അപ്പോൾ ഒരൊറ്റ രാമനാമം, അതാണ് രാമനാമത്തിൻ്റെ മഹത്വം. അതുകൊണ്ട് തന്നെ 3 അവതാരങ്ങളിലും രാമനാമം എടുത്താണ് ഭഗവാൻ വന്നത്. വേറെ നാമം ഇല്ലാഞ്ഞിട്ടാണോ? 1000 നാമങ്ങൾ ഭഗവാൻ ഇല്ലേ? 10 അവതാരങ്ങൾ എടുത്തപ്പോൾ 3 എണ്ണത്തിനും ചാർത്തി കൊടുത്തു രാമ രാമ. എത്ര ഉഗ്രമാണ് നോക്കൂ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഈ മന്ത്രം അറിയാത്ത ഒരു ഹിന്ദു ഉണ്ടാവില്ല. ഈ മന്ത്രം എവിടെ ഉള്ളതാ? കലിസന്ധാരണോപനിഷത്തിലാ. ചോദിക്കാം മഹർഷീശ്വരന്മാർ, ഹേ കൃഷ്ണ, കലി ബാധിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ ഈ കലിദോഷം തീരാൻ എന്താ അപ്പോ ചെയ്യുക? അപ്പൊ പറയാണ്, ഈ 16 നാമങ്ങളുള്ള ഒരൊറ്റ 2 വരിയേ ഉള്ളൂലേ, പക്ഷെ അതിലും ആദ്യം എന്താ പറഞ്ഞത്? ഹരേ രാമ. രാമനെ കഴിഞ്ഞേ അവിടെ കൃഷ്ണനെ പറയുന്നുള്ളൂ. കൃഷ്ണൻ മോശമായിട്ടാണോ? കൃഷ്ണൻ പൂർണ്ണാവതാരം അല്ലേ, നമ്മുടെ എല്ലാം ഉള്ളിലെ കള്ളകൃഷ്ണനല്ലേ. അപ്പൊ തോന്നും കൃഷ്ണനെ അത്രയൊക്കെ പറഞ്ഞാൽ ഈ കള്ളകൃഷ്ണനാ, നുണയൊക്കെ പറയാന്ന് തോന്നും, കട്ട് തിന്നവനല്ലേ. പക്ഷേ ശ്രീരാമചന്ദ്രൻ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന, ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്ന, ത്യാഗത്തിൽ ഉറച്ചു നിൽക്കുന്ന ആ ശ്രീരാമചന്ദ്രനെ ഭജിച്ചോളൂ കേട്ടോ, വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. അതുകൊണ്ടാ മുത്തശ്ശി രാമനാമം ചൊല്ലാൻ പറയണേ. ഇനി അപ്പോൾ എന്നെ ഭജിക്കുന്നവർക്ക് എന്താ? മോക്ഷം തന്നെയാ. എങ്ങനെ വിശ്വസിക്കണം? പണ്ടൊരു കുട്ടി ആചാര്യൻ്റെ അടുത്ത് ചെന്നു. അടുത്ത വീട്ടിലെ വലിയ വിഷവൈദ്യനാ, ഇയാൾക്ക് ആ ഉപാസനയൊക്കെ ഉണ്ട്, എനിക്കൊരു മന്ത്രം പറഞ്ഞു തരുമോ? അപ്പം ദേഷ്യം വന്നു അത്രേ, ഇയാൾ അധകൃതനാ, അന്നൊക്കെ ഭയങ്കര ശംഭൂകൻ്റെ മാതിരി ജാതി സിസ്റ്റമൊക്കെ ഉണ്ടല്ലോ. അപ്പം ചീത്ത പറഞ്ഞു അത്രേ, വിഡ്ഢി കുഷ്മാണ്ടെന്ന്. കുട്ടി എന്ത് കരുതി? ഇതന്നെ മന്ത്രം. വീട്ടിൽ വന്നു കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് നേരത്തെ ഇരുന്ന് 108 തവണ എന്താണ് ജപിച്ചു. അങ്ങനെ വിഷവൈദ്യൻ്റെ അടുത്ത് ഒരാൾ വന്നു. അപ്പോൾ വിഷം ഇറങ്ങുന്നില്ല. അപ്പോൾ അപ്പുറത്ത് വീട്ടിലത്തെ ഒരാൾ പറഞ്ഞു അത്രേ, ഇയാളെക്കായി കേമന ഇയാളെ ശിഷ്യൻ. അപ്പോൾ എന്താ, ഇയാൾ 3:30 നിൽക്കും, ആ കുട്ടി 3 മണിക്ക് തന്നെ ജപം തുടങ്ങി, ഒന്ന് പോയി നോക്കൂന്ന്. ബ്രഹ്മമുഹൂർത്താണ്. അപ്പോൾ എന്നും ഒരേ സമയത്ത് ജപിക്കുമല്ലേ. അപ്പോൾ ഇയാൾക്ക് ഇത്തിരിയൊക്കെ വിവരമുണ്ട്. ഓടിച്ചെന്നു, പ്രഭോ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞു. ചെറിയ കുട്ടിയാ. അവിടെ ഇരിക്കൂ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. ഈ വിഡ്ഢി കുഷ്മാണ്ട് അങ്ങോട്ട് ജപിച്ചിട്ട് അങ്ങോട്ട് ഊതാൻ തുടങ്ങി. ദേ ഇയാൾ നീട്ടങ്ങോട്ട് ഇരുന്നു. അപ്പോൾ അപ്പുറത്തെ വീട്ടിലേക്ക് ഒരാൾ വിളിച്ചു പറഞ്ഞു അത്ര, അയൽവാസി, ഇതേ അയാൾ നീട്ടുട്ടോ, നിങ്ങൾക്ക് സാധിച്ചില്ലാലോ. അപ്പം അയാൾ ഓടി വന്നിട്ട് കുട്ടിയെ നമസ്കരിച്ചു അത്രേ. പരബ്രഹ്മത്തിന്റെ രൂപം എന്താ ചോദിച്ചപ്പോൾ പോത്തിന്റെ രൂപാന്ന് പറഞ്ഞില്ലേ, പോത്തായിട്ട് വന്നു അത്രേ. അപ്പോൾ ഓടി ചെന്നു, ഞാൻ പരബ്രഹ്മത്തെ കണ്ടുട്ടോ. അപ്പോഴാണത്രേ തിരുമേനിക്ക് മനസ്സിലായത് ഞാനൊക്കെ അത്രേ ഉള്ളൂ എന്നുള്ളത്. അതാണ്. അപ്പോൾ എന്താണോ നമ്മൾ ചെയ്യുന്നത്, രാമനാമം മാത്രം മതി. ചില അമ്മമാർ പറയും, എനിക്കറിയില്ല കേട്ടോ ടീച്ചറെ, ഗ്രന്ഥം തുറക്കണമെന്നൊക്കെ. ഇപ്പോൾ ടീച്ചർ പറഞ്ഞു തുറക്കണ്ട, നാമം ജപിച്ചോളൂ 108 തവണ. എങ്ങനെയാ? നാരായണ 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 10 അപ്പോൾ ഇവിടെ ഒരു മടക്ക്, നാരായണ 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 10 ഇതിങ്ങനെ ആയ 100 ഒരു 8 ഒരു 10 കൂടി കിടക്കട്ടെ, എണ്ണേറിയ അപ്പം കേടുവരില്ലല്ലോ. 110 തവണ. എന്താ പറഞ്ഞ ശങ്കരാചാര്യസ്വാമി?
നിങ്ങളുടെ ഇഷ്ടദേവതയുടെ 108 നാമം ഒരു ദിവസം നിർബന്ധമായും ജപിക്കണം. നമ്മൾ പറയും നമുക്ക് നിയമങ്ങളില്ല, നമുക്ക് നിയമങ്ങളുണ്ട്, അതൊക്കെ മറ്റുള്ളവരെടുത്തു. ശക്തിയുടെ ദിവസമായ വെള്ളിയാഴ്ചയെങ്കിലും നീ ഏതെങ്കിലും ഒരു ക്ഷേത്രം സന്ദർശിക്കണം. ആചാര്യസ്വാമി പറഞ്ഞതാ. ഇന്നലെ ഇവിടെ എത്ര ജനങ്ങളായിരുന്നു ഇല്ലേ? വെള്ളിയാഴ്ചയുടെ മഹത്വം അതും മറ്റുള്ളവരെടുത്തു അല്ലേ? നമ്മളെല്ലാ വെള്ളിയാഴ്ചയും പോകുന്നുണ്ടോ? ആ സമയത്ത് എല്ലാ ജോലികളും മാറ്റി വെച്ച് എത്തുന്നില്ലേ? നമുക്ക് വേണ്ടി സർക്കാർ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ നിയമസഭയിൽ വരെ എന്ത് ചെയ്യണം? ആ സമയത്ത് മാറ്റി വെക്കണം പോലും. ഇയാള് ഓരോ സ്റ്റേജുകളിൽ പോയപ്പോൾ ആ സ്റ്റേജിൽ ഇരുന്ന് വരെ അവർക്ക് നമസ്കരിക്കാനുള്ള അവകാശം കൊടുത്തു. ഈ ഹൈന്ദവൻ എന്താ ഉള്ളത്? ഒന്നുമില്ല. കാരണം എന്താണോ? നമ്മളെല്ലാം ത്യജിക്കാൻ തയ്യാറാണ്. പക്ഷേ നാരായണ ഗുരുസ്വാമി എന്താ പറഞ്ഞ്? എല്ലാവരെയും അടിച്ചകത്താക്കണം, ആരെ അടിച്ച് പുറത്താക്കരുത് എന്ന്. നമ്മൾ എന്ത് ചെയ്തു? ആരൊക്കെ നമ്മുടെ ഭാരതത്തിനെ ആക്രമിച്ചു? നമ്മൾ ഏതെങ്കിലും രാജ്യത്തെ ആക്രമിച്ച ചരിത്രമുണ്ടോ? ഇല്ല. എല്ലാതും നമ്മൾ സ്വീകരിച്ചു. അതാണ് ഭദ്രാഹ, ഭദ്രമായ എല്ലാത്തിനെയും സ്വീകരിക്കുന്നവനാണ് പണ്ഡിതൻ. അതാണ് നമ്മുടെ മഹത്വം, ഭാരതത്തിന്റെ മഹത്വം. അതുകൊണ്ട് രാമനാമം ചൊല്ലിക്കോളൂ, സംശയിക്കേണ്ട, മോക്ഷം ഉറപ്പാണ് കേട്ടോ. ചിലരുണ്ട് കുറെ നാരായണീയം വായിക്കും, കുറെ ഗീത വായിക്കും, എല്ലാം വായിക്കണം, അത് അറിവ് നേടണം. പക്ഷേ ഒരു ഗ്രന്ഥത്തെ, ഒരു ദേവനെ നിങ്ങൾ ആശ്രയിച്ചാൽ അത് കൈവിടരുത്. രാമായണം കൊണ്ട് മാത്രം മോക്ഷം നേടിയവരുണ്ട്. ഞങ്ങളവിടെ ഒരു മീനാക്ഷി ഉണ്ടായിരുന്നു. അവർക്ക് രാമായണം മാത്രമേ അറിയുള്ളൂ. അവരൊക്കെ അങ്ങനെ ഇരുന്ന് ചൊല്ലിന് കേട്ടാണ്ടല്ലോ, ബൈഹർട്ടാണേ അല്ലെ? രാമായണം മുഴുവനായിട്ട് കത്തിപ്പോയാൽ എന്താ ചെയ്യാന്ന് ചോദിച്ചു എന്നോട് ഒരാൾ. ഞാൻ പറഞ്ഞു ബൈഹർട്ടായ എത്രയോ പേരുണ്ട്. അങ്ങനെയൊക്കെ നമ്മളുമായിട്ട് വല്ലാതെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അവർക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിയാതെ ആവുമ്പോഴാണ് എങ്ങോട്ട് പോണത്? നിങ്ങളാ ശരിച്ച ഞാനും പോരാട്ടോ, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. എല്ലാവരും സ്വീകരിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? അടിസ്ഥാനമായ നമ്മുടെ വേദമന്ത്രങ്ങളാണ്. അപ്പം എന്തേ ചെയ്യാവൂ? ആദ്യം എൻ്റേത് എന്താണ് എന്നറിയാം, അറിഞ്ഞ് ആരാധിക്കുക. എന്തിന് ക്ഷേത്രത്തിൽ പോകുന്നു? എന്താണ് ഉത്സവം? എന്താണ് കൊടിയേറ്റം? എന്താണ് കലശം? എന്തിനാണ് രാമായണ മാസം? ഈ ചോദ്യങ്ങൾ നമ്മൾ ഒരിക്കലും ചോദ്യം ചെയ്യാതെ വിശ്വസിപ്പിൻ എന്ന് പറയുന്നില്ല. അർജുനൻ എന്തൊക്കെ ചോദിച്ചു? കൃഷ്ണ പുളു അടിക്കണ്ടാട്ടോ എന്ന് പറഞ്ഞു. കാരണം സൂര്യനെ കുറിച്ച് പറയാണ്. എത്രയോ കാലങ്ങൾക്ക് മുമ്പ് സൂര്യനുണ്ട് അർജുന, ഇപ്പോഴും ഉണ്ട്, ഇനിയും ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ പറയാ പുളു അടിക്കേണ്ട കൃഷ്ണ, ഞാനും കൃഷ്ണനും ഏകദേശം ഒരു പ്രായമല്ലേന്ന്. അപ്പോഴാ പറയാ ഞാൻ എത്രയോ കാലമായിട്ടുണ്ട്. അപ്പോഴൊന്നും മനസ്സിലായില്ല. പിന്നെ ഇവിടെ എത്തേണ്ടി വന്നു. അവസാനം വിശ്വരൂപമാണ് കാണിച്ചു കൊടുക്കുമ്പോഴാണ് അയ്യോ ഞാൻ എന്താ വിളിച്ചേ? ഹേ കൃഷ്ണ, ഹേ യാദവ, ഹേ സഖേദി. ഞാൻ യാദവ എന്ന് വിളിച്ചില്ലേ? OBC എന്നാണ് ഇന്നത്തെ ഭാഷയിൽ അതിനർത്ഥം. കൃഷ്ണ ക്ഷമിക്കണേ, പ്രസീദ ദേവേശ ജഗന്നിവാസ, ഹേ കൃഷ്ണ എന്നിൽ പ്രസാദിക്കണമേ എന്നങ്ങോട്ട് പറഞ്ഞു. നമസ്കരിച്ചു ത്രയാ കുരുക്ഷേത്ര ഭൂമിയിൽ. ഇതിനും വലിയ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ ഭഗവാൻ വരച്ചിടാനായിട്ടുണ്ടോ? അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തെ ആശ്രയിക്കുക. ഏതെങ്കിലും ഒരു നാമം, ഏത് നാമവും നിങ്ങൾ ഓങ്കാരം കൂട്ടി ജപിച്ചോളൂ. അത് മൂലമന്ത്രമായി. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു നാമം നിങ്ങൾ ആശ്രയിക്കുക. അപ്പൊ എന്തുണ്ടായിരിക്കും? ആ മരണസമയത്ത്, മരണകാലത്തെ ഭയത്തെ ചിന്തിച്ചാൽ മതിമാറുന്നു മനമെല്ലാം. ആ മരണകാലത്തെ ഭയത്തെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ എന്തിന് കഴിയും? രാമനാമത്തിന്. നിങ്ങൾ ആശ്രയിക്കുന്ന ആ ദേവതയ്ക്ക് കഴിയും. മരണത്തെക്കുറിച്ച് വിശദമായിട്ടൊന്ന് പറയുന്നുണ്ട്. ജടായുവിൻ്റെ മരണം. ഇനി പർണശാലയിൽ സീതയ്ക്കാരൊരു തുണയുള്ളൂ. ലക്ഷ്മണൻ ഇങ്ങനെ ഇങ്ങോട്ട് വരിക ഭയങ്കര ധൃതിയില്. ശ്രീരാമചന്ദ്രൻ അങ്ങോട്ടും പോവാ, കൂട്ടിമുട്ടാറായി. അപ്പൊ ചോദിക്കുക, പർണശാലയിൽ സീതയ്ക്കാരൊരു തുണയുള്ളൂ. എന്താ ലക്ഷ്മണ കാണിച്ചേ? ആ പർണശാലയില് കാനനത്തില് സീതയെ ഒറ്റയ്ക്കിട്ട് പോന്നു. ആരാ അപ്പൊ അവിടെ ഒരു തുണയ്ക്കായിട്ടുള്ളത്? എന്ത് പൊട്ടത്തരാ കാണിച്ചതേന്ന് ചോദിക്കുക. അപ്പോ അങ്ങോട്ട് പറയാണ്, എന്നെ ശ്രീരാമചന്ദ്രന്റെ ശബ്ദത്തിൽ മാരീചൻ കരഞ്ഞപ്പോ സീതാദേവി ഏട്ടത്തിയമ്മയല്ലേ എന്നെ വഴക്കു പറഞ്ഞു. അത് മാത്രമല്ല, അങ്ങ് കരഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഇത്തരം നാദം മമ ഭ്രാതാവിനുണ്ടായി വരാ, ചിത്തമോഹവും വേണ്ട, സത്യമെന്നറിഞ്ഞാലും രാക്ഷസനുടെ മായാഭാഷിതമിതു നൂനം, കാൽക്ഷണം പൊറുക്കെന്നു ഞാൻ പലവുരു ചൊന്നേൻ. ഞാൻ ഒരുപാട് തവണ പറഞ്ഞു, ഇങ്ങനെ ഒന്നും മായാ ശബ്ദമൊന്നും ഭഗവാൻ ഉണ്ടാവില്ല. നമ്മുടെ ശ്രീരാമചന്ദ്രൻ കരയുന്നതല്ല ഒരിക്കലും.
ആർത്തനാദവും മമ ജ്യേഷ്ഠനുണ്ടാകയില്ല. രാത്രിചാരികളുടെ മായ ഇതറിഞ്ഞാലും പക്ഷെ ഒരു കാൽക്ഷണം പൊറുക്കാനുള്ള തയ്യാറ് സീതാദേവിക്ക് ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഞാൻ പോന്നത്. ഒരുപാട് സമയം ഞാൻ നിന്നു നോക്കി. പക്ഷേ ഇതിന് ശേഷം പറഞ്ഞ വാക്കുകൾ ഉണ്ടല്ലോ, അതെനിക്ക് ഇപ്പൊ ഇവിടെ പറയാൻ വയ്യ. വളരെ മോശമായി എന്നോട് സീതാദേവി സംസാരിച്ചു കേട്ടോ എന്ന് പറയാ. അത് ചൊല്ലുവാൻ പണിയെന്നാൽ എന്ന് തന്നെയാണ് എഴുത്തച്ഛൻ പറയുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? കർണങ്ങൾ പൊത്തി വനദേവതമാരോട് പ്രാർത്ഥിച്ച് അങ്ങയെ തിരഞ്ഞ് ഇങ്ങോട്ട് പോന്നു എന്ന് പറയാ. നിന്തിരുവടി വന്ദിപ്പാൻ നടകൊണ്ടേൻ. ആ സാഹോദര്യം, എങ്ങനെ ഒരു സഹോദരൻ ജ്യേഷ്ഠനെ ബഹുമാനിക്കണം, അങ്ങയുടെ നിന്തിരുവടി, അതായത് നിന്തിരുവടി വന്ദിപ്പാൻ വേണ്ടി ഞാൻ അവിടുന്ന് പോന്നു എന്നാ പറയണത്. അല്ലാതെ ഏടത്തിയമ്മനോട് ചൂടായി എന്നിട്ട് തട്ടിക്കേറിയില്ല. ഇപ്പോഴത്തെ നമ്മുടെ ജനറേഷനെ നോക്കൂ, ഏട്ടനും അനിയനും തമ്മിൽ നിന്ന് വക്കാണ് ഏൽക്കാറില്ലേ? ഏട്ടനെ എത്രത്തോളം ബഹുമാനിക്കുക. ഏട്ടനും ഏടത്തിയമ്മയും പറഞ്ഞ അച്ഛനും അമ്മയ്ക്കും തുല്യാന്നാ പറയണത്. ആ ഏടത്തിയമ്മേനെ ഞാൻ പ്രാപിക്കുമോ? എന്താ ദേവി എന്നോട് പറഞ്ഞത്? അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു പോന്നത്. അപ്പൊ ഭഗവാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. എങ്കിലും പിഴച്ചിതു പോന്നതു സൗമിത്രേ, നീ ശങ്കയുണ്ടായിടാമോ? ദുർവചനങ്ങൾ കേട്ടാൽ യോഷമാരുടെ വാക്കു സത്യമെന്നോർക്കുന്നവൻ ഭോഷൻ എത്രയുമെന്നു നീ അറിയുന്നതില്ലേ? എത്ര കാര്യമായിട്ടാ ചോദിക്കുന്നു നോക്കൂ. അയ്യോ പിഴച്ചുവല്ലോ സൗമിത്രേ. സ്ത്രീകളുടെ വാക്ക് കേട്ടിട്ട് ആരെങ്കിലും ചാടി പുറപ്പെടുവോന്ന്. അപ്പോ ലക്ഷ്മണൻ ഒന്നിങ്ങനെ ചിന്തിച്ചു അത്രേ. ചോദിച്ചില്ല. ജ്യേഷ്ഠനോടുള്ള ബഹുമാനം കൊണ്ട് ആരാ ആദ്യം യോഷമാരുടെ വാക്ക് കേട്ടിട്ട് ചാടി പുറപ്പെട്ടെ? ഞാനാണോ? ഏട്ടനല്ലേ? അല്ലെങ്കിൽ ഒരു സ്വർണം കൊണ്ടുള്ള മാനുണ്ടാവുമോ? എന്നിട്ട് അതും ഏടത്തിയമ്മ പറഞ്ഞപ്പോഴേക്കില്ലേ, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, കല്യാണം കഴിഞ്ഞുവിടുമ്പോ താമുണ്ണിപ്പാലം വാങ്ങിത്തരണം എന്ന് പറഞ്ഞാൽ അത് വരെ വാങ്ങിക്കൊടുക്കുന്ന. അപ്പോ ഇപ്പൊ കൊണ്ടുവരാൻ പറഞ്ഞ് ചാടി പുറപ്പെട്ടു പോയി. ഒരു 7 മാസമൊക്കെ അങ്ങനെയാ. പിന്നെ അങ്ങനെ തുടങ്ങും കുറച്ച് ഉറക്കല്. കുറച്ച് കാലം കഴിയുമ്പോൾ തോന്നി എന്തിനാ അങ്ങനെ ഒരു ഇത് കഴിച്ചത്, എല്ലാം കഴിച്ചു, ഇത് വേണ്ടിയിരുന്നില്ല തോന്നൂലേ. പക്ഷെ ചിലർക്ക് ഒന്നുകൊണ്ടും രണ്ടുകൊണ്ടും മതിയാവണില്ല, മനസ്സിലാവണില്ലേ. പിന്നെ ആ വിഷം അന്വേഷിച്ച് അങ്ങനെ പോവും. ലൗകിക സുഖം അല്ല, ദുഃഖ അല്ലെ. എത്ര നേരാ നമ്മൾ ചിരിക്കണേ. എന്തെല്ലാം പ്രശ്നങ്ങളാ. കുറച്ച് കഴിഞ്ഞ ഒരു കുട്ടി ഉണ്ടാവും അല്ലെ, ഷൂയും പോയി കൊണ്ടേ ഇരിക്കും. അത് അപ്പൊ പിന്നെ ഒക്കെ അടപ്പ് വെച്ച് അടക്കലാ. ശരിക്കും അത് എത്ര ദുരിതാ നമ്മൾ ചെയ്യണമെന്നറിയോ. അത് മാത്രല്ല പിന്നെ എങ്ങടേലും പോകുമ്പോഴൊക്കെ അല്ലെ, ഭാര്യ ഉണ്ടായ കാല് കെട്ടി, കുട്ടികളുണ്ടായ വായും കെട്ടി എന്ന് പറയാം അമ്മ. അപ്പോൾ പിന്നെ അവരെ സ്കൂളിലേക്ക് അയക്കണം. അപ്പോഴേക്ക് മുത്തശ്ശിയെ കാവൽ നിർത്തണം. മുത്തശ്ശി എന്തായി? ശിശുപാലനായി. ശിശുപാലന്മാരാ വയസ്സായവരൊക്കെ. ഇന്നലെ ഒരു അമ്മ പറഞ്ഞു, എനിക്ക് വരണം എന്നുണ്ട്, ഞാൻ കഴിഞ്ഞെല്ലാം കേട്ടതാട്ടോ, പക്ഷേ എൻ്റെ കുട്ടികളെ നോക്കാൻ ആളില്ല. അത് ചെയ്യാതെ ഇവിടെ വന്നിരുന്നിട്ട് ശരിയാണ്, അത് കാര്യമില്ല. നമ്മൾ നമ്മുടെ കർമ്മം അനുഷ്ഠിക്കണം. കർമ്മം അനുഷ്ഠിക്കാതെ വലിച്ചെറിഞ്ഞ് പോന്നാൽ നമുക്ക് പുണ്യമൊന്നും കിട്ടില്ല. പക്ഷേ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ്മെന്റിൽ പോകുമ്പോൾ പലർക്കും ഇവിടെ വന്നിരിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ പറയാ, പെണ്ണുങ്ങളുടെ വാക്ക് കേട്ട് ഇറങ്ങി തിരിച്ചത് ഞാനല്ലല്ലോ, ജ്യേഷ്ഠനല്ലേ. ഓർത്തു ഉത്രേ, പറഞ്ഞില്ല. പക്ഷെ സർവന്തര്യാമിയാണ് ഭഗവാൻ. ശ്രീരാമചന്ദ്രൻ വിചാരിച്ചു ഉത്രേ, നിന്റെ മനസ്സിപ്പതല്ലേ പറഞ്ഞ്, സാരല്ല, അടുത്ത അവതാരത്തിലെ ബലരാമനായി ജ്യേഷ്ഠനായി നിന്നെ കൊണ്ടുവരാം. ബലരാമന് കുറച്ച് ചീത്തൊക്കെ പറയാൻ പറ്റുന്നുണ്ട് കൃഷ്ണനെ അല്ലേ, പല സമയത്തും നമുക്ക് കാണാം. അത് ഇതിന്റെ പകരാന്നാ പറയുന്നത്. കാരണം ഈ ഭൂമിയിൽ എന്തെല്ലാം കർമ്മങ്ങൾ ഉണ്ടായാലും അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കണം. അത് അവതാരമാണെങ്കിൽ കൂടി എന്നാണ് പറയുന്നത് അല്ലെ. ഇവിടെ ശ്രീരാമചന്ദ്രൻ എന്തെല്ലാം വേദനകൾ അനുഭവിച്ചു. അവതാര പുരുഷനായിട്ട് ശ്രീരാമൻ കൂടി സീതാദേവി കൂടി വേദനകൾ അനുഭവിച്ചെങ്കിൽ പിന്നെ കേവലം മനുഷ്യരായ നമ്മുടെ കാര്യം പറയണോ? അങ്ങനെ ചിന്തിച്ചിട്ട് എല്ലാം ഭഗവത് പ്രസാദമാണ് എന്ന് കരുതി സന്തോഷത്തോടു കൂടി ഇരിക്കുക അല്ലേ. നമ്മുടെ പണ്ഡിതന്മാര് പണ്ഡിത സമദർശന, അവർക്കെല്ലാം സമമായിട്ട് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞില്ലേ, ജ്ഞാനവൃദ്ധന്മാരും കുട്ടികളും എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്നു. എന്നിട്ട് പിന്നെ കുറച്ച് എത്തിയപ്പോൾ ശ്രീരാമചന്ദ്രന് മനസ്സിലാവുകയാണ്, ഇവനെ ഞാൻ പറ്റിക്കുകയാണ്, അതിനെന്ത് വേണം? സീതയെ ഞാൻ തിരയുന്നത് പോലെ അഭിനയിക്കുകയാണ്. എല്ലാ അഭിനയമാണ്. ഇപ്പൊ നമ്മൾ ആദ്യം കുട്ടിയായിരുന്നു, സ്കൂളിൽ പോയാൽ കുട്ടിയായിട്ടിരുന്നു. ടീച്ചറാകുമ്പോൾ നമ്മൾ കുട്ടിയായിട്ടാണോ അഭിനയിക്കുന്നത്? നമ്മുടെ ജീവിതം ശരിക്കൊരു ഡ്രാമയാണ്. അമ്മയാവുമ്പോൾ നമ്മൾ അറിയാതെ അമ്മയുടെ റോളിലേക്ക് വരുന്നു, മുത്തശ്ശിയാകുമ്പോൾ അമ്മമ്മയായിട്ട് ഒക്കെ നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുക. ഈ ജീവിതമാകുന്ന നാടകത്തിൽ ഇങ്ങനെ നടക്കുന്നതിനിടയ്ക്ക് കുറച്ച് സമയം എങ്ങനെ ആ നാരദന്റെ വീണയും വീട്ടി നാരായണ നാമം ജപിക്കുന്ന ഭക്തനായിട്ടും നമുക്ക് ഒന്നങ്ങോട്ട് അഭിനയിക്കാം. ഏറ്റവും വലിയ അഭിനേതാവ് ആരാ?
ശ്രീരാമചന്ദ്രൻ തന്നെ. ഇവിടെ പറയുന്നത് നോക്കൂ, ഗോപികാഗീതത്തിൽ ചോദിക്കില്ലേ, കശ്ചിൽ തുളസി കല്യാണി ഗോവിന്ദ ചരണപ്രിയേ. ഹേ തുളസി കല്യാണി, ഗോവിന്ദന്റെ പാദങ്ങളല്ലേ നിങ്ങൾക്ക് ഏറ്റവും പ്രിയം. എൻ്റെ കൃഷ്ണനെ നിങ്ങൾ കണ്ടുവോ, എൻ്റെ കണ്ണനെ നിങ്ങൾ കണ്ടുവോ എന്ന് ചോദിച്ച് നടക്കുന്ന അതേപോലെ ഇവിടെ ചോദിക്കാണ്, വനദേവതമാരെ നിങ്ങളുമുണ്ടോ കണ്ടു, വനജേക്ഷണയായ സീതയെ സത്യം ചൊൽവിൻ, മൃഗസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു, മൃഗലോചനയായ ജനകപുത്രി തന്നെ പക്ഷി സഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു, പക്ഷ്മളാക്ഷിയെ മമ ചൊല്ലുവിൻ പരമാർത്ഥം. ഇവരോടൊക്കെ ചോദിച്ചിട്ടും പോരാഞ്ഞിട്ട് മരങ്ങളോട് ചോദിക്കുക, വൃക്ഷവൃന്ദമേ പറഞ്ഞിടുവിൻ പരമാർത്ഥം, പുഷ്കരാക്ഷിയെ നിങ്ങളെങ്ങാനുമുണ്ടോ കണ്ടു. എല്ലാവരോടും നടന്ന് ചോദിക്കുക, അവിടെ ഒന്നുമില്ല, ഇത് ശരിക്ക് ഭഗവാൻ അഭിനയിക്കുന്നതല്ലേ, ഭഗവാൻ അറിയാഞ്ഞിട്ടാണോ? അങ്ങനെ അവസാന ഭാഗം നോക്കൂ, മായയാ മനുഷ്യഭാവേന ദുഃഖിച്ചിടിനാൻ കാര്യമാനുഷൻ മൂഢാത്മാക്കളെ ഒപ്പിപ്പാനായി, തത്വജ്ഞന്മാർക്കു സുഖദുഃഖഭേദങ്ങളൊന്നും ചിത്തേ തോന്നുകയില്ല ജ്ഞാനമില്ലായ്കയാൽ. അവസാന വരിയാണ് നമ്മൾ എടുക്കേണ്ടത്. തത്വജ്ഞന്മാർക്ക് സുഖവും ദുഃഖവും ഒന്നും ഉണ്ടാവില്ല, അല്ലെ? മരണം കഴിഞ്ഞാലും കരയാതിരിക്കുന്നവരെ കാണാം. പക്ഷെ ഇവിടെ ശ്രീരാമചന്ദ്രൻ കരയുന്നുണ്ട്. സ്വന്തം അച്ഛൻ മരിച്ചു എന്നറിയുമ്പോൾ തളർന്ന് കരഞ്ഞു വീഴുന്നുണ്ട്. ഇനി ഇതേ ജഡായു ഗതിയിൽ വരുന്നുണ്ട്. ജഡായുവിന്റെ ശരീരത്തിലേക്ക് ഒരിറ്റ് കണ്ണുനീർ വീഴുന്നുണ്ട് ശ്രീരാമചന്ദ്രന്റെ. കാരണം നമുക്ക് മനുഷ്യനാകുമ്പോൾ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ മരല്ലേ. അപ്പൊ ആ വികാരങ്ങൾ നമ്മൾ പ്രകടിപ്പിക്കണം. ചില ഡോക്ടർമാർ പറയും ഭർത്താവ് മരിച്ച ഭാര്യ കരയില്ല. അപ്പോൾ ഡോക്ടർ പറയുക, അവളെ കൊണ്ടുവന്നു ബോധമൊക്കെ കെട്ടിട്ടേ വെള്ളമൊക്കെ തളിച്ചുണർത്തി ഒന്ന് കരയൂ, എന്നാ നിങ്ങളുടെ പ്രശ്നം തീരുന്നു. അപ്പൊ കരച്ചിലൊരു നല്ലൊരു ട്രീറ്റ്മെന്റാ. ചിരി പോലെ തന്നെ നമ്മളെ കണ്ണിലെ അഴുക്കൊക്കെ പോവാൻ നല്ലതാ. ഇപ്പോൾ ഈ സീതാന്വേഷണത്തിൽ നിന്ന് എന്താ മനസ്സിലായേ? ലൗകികൻ എന്നുള്ള നിലയ്ക്ക് ഒന്ന് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതം ഒരു നാടക. എന്നും ഒരേ വേഷമാണോ നമ്മൾ ആടുന്നത്? അല്ല. പല വേഷങ്ങൾ ആടേണ്ടി വരുന്ന ഒരു ജീവിതം നമ്മൾ ആഗ്രഹിച്ചിട്ടാണോ? അല്ല. പലരും ആഗ്രഹിച്ചിട്ടല്ല കല്യാണം കഴിച്ചു പോണേ, അച്ഛനും അമ്മയും നിർബന്ധിക്കും. ആഗ്രഹിച്ചിട്ടല്ല അറിയാത്ത സമയത്ത് അവർ അമ്മയായി മാറുന്നത്. ചിലർ ഞാനെന്റെ വിചാരിച്ചതൊക്കെ നടക്കുന്നു, എന്നിട്ട് 5-6 കൊല്ലമൊക്കെ വലിയ ഇതാ, എന്നിട്ടോ പിന്നെ ടീച്ചറേ ഇങ്ങനെയാണ് കേട്ടോ, ഒന്നും ഒരു സാധ്യമില്ല. പിന്നെ എന്തേള്ളൂ മരുന്ന്? ഞാൻ പറയും, എന്നും 7 മണിക്ക് സഹസ്രനാമം ജപിച്ചോളൂ, ആ 21 ദിവസം കഴിഞ്ഞിട്ടുണ്ട് വിളിക്കുമെന്ന്. 15 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ വിളിച്ചു. അത് ഭാഗ്യവും കൂടി വേണം കേട്ടോ, കാരണം അത് ഉറച്ച വിശ്വാസ. എന്നും ഒരേ സമയത്ത് അങ്ങോട്ട് ഇരിക്കുക. ഓം വിശ്വം വിഷ്ണുർവഷട്കാരോ ഭൂതഭവ്യ ഭവത് പ്രഭു, അങ്ങനെ അങ്ങോട്ട് ചൊല്ലി പോവുമ്പോ അവിടെ പറയുന്നുണ്ട്, നമുക്ക് അമാനി മാനതോ മാന്യോ, ചിലപ്പെങ്കിലൊക്കെ കിട്ടും, ചിലപ്പെങ്കിൽ കിട്ടില്ല. കിട്ടിയതിലും കിട്ടാത്തതിലും ഒന്നും നിങ്ങൾ വിഷമിക്കണ്ട. സുഖങ്ങളെ കുറിച്ച് എന്താ രാമായണം പറയുന്നത്? ഭോഗത്തിനായി കൊണ്ടു കാമിക്കയും വേണ്ട, ഭോഗം വിധികൃതം വർജിക്കയും വേണ്ട. നിങ്ങൾക്ക് കിട്ടിയ സുഖങ്ങളൊക്കെ നിങ്ങൾ അനുഭവിച്ചോളൂ, ഇല്ലാത്ത സുഖങ്ങളെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ദുഃഖിക്കരുത് എന്ന് നമ്മളെ ഉപദേശിക്കുന്നുണ്ട്. ഇനി മറ്റൊന്ന് സീതാന്വേഷണത്തിൽ പറയുന്നത്, ആഗമക്കാതലാണ് രാഘവൻ തിരുവടി. അതായത് വേദസാരം തന്നെയാണ് ശ്രീരാമചന്ദ്രൻ, കേവലം ഒരു മനുഷ്യനല്ല എന്ന് പല സ്ഥലങ്ങളിലായിട്ട് എഴുത്തച്ഛൻ പറയുന്നുണ്ട്. പിന്നെ ലക്ഷ്മണനോട് ചീത്ത പറയുമ്പോഴും താൻ ചെയ്ത തെറ്റിനെ കുറിച്ച് ഓർക്കുന്നില്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതാ അല്ലേ? ഇന്നാളൊരു കുട്ടി ചോദിക്കുകയാണേ, അമ്മ ഇപ്പം അങ്ങനെ തന്നെയല്ലേ ഇന്നലെ ചെയ്തത്, അരുതടാ അരുതടാ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുട്ടി തിരിച്ചു ചോദിച്ചു. ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെ. അതായത് നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു മാതൃക, ശ്രീരാമചന്ദ്രൻ ഒരു മാതൃകയാണ്. നമ്മളൊരു തെറ്റ് ചെയ്തിട്ട് അനുജനോട് നീ എന്തിനാ തെറ്റ് ചെയ്തതെന്ന് ചോദിക്കരുത് എന്നുള്ള പാഠം കൂടി ഈ ഭാഗത്തുനിന്ന് നമുക്ക് കാണാം. പിന്നെ ലാസ്റ്റ് എന്താ പറയുന്നത്? എന്നെ കുറിച്ച് നിങ്ങൾ ജപിച്ചാൽ എല്ലാവർക്കും മോക്ഷം ഉറപ്പാണ്. ഇങ്ങനെയുള്ള തത്വങ്ങൾ, വരികൾക്കിടയിലുള്ള തത്വങ്ങൾ നിങ്ങൾ ചിന്തിക്കണം. 1 മണിക്കൂർ കഴിഞ്ഞു, ഇനി ഒരു ഭാഗം കൂടി പറയാനുള്ളൂ. ഇനി ജഡായു ഗതി. ആരാ ജഡായു?
പക്ഷിശ്രേഷ്ഠനാ ഇന്നലെ നമ്മൾ പറഞ്ഞു. ദശരഥ മഹാരാജാവിൻ്റെ വയസ്യൻ, അതായത് എൻ്റെ സുഹൃത്ത്, അച്ഛൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായിരുന്ന ജടായു എന്ന പക്ഷിയാണ് ഞാൻ എന്ന് പറഞ്ഞ് ഇന്നലെ വദ്യനല്ലഹം തവതാതനു ചെറുപ്പത്തിൽ എത്രയും വയസ്യന ഇഷ്ടനെന്നറിഞ്ഞാലും എന്ന് പറയുന്നുണ്ട്. അതൊക്കെ കഥ പറയുന്നതിലും സുഖ, ശ്ലോകത്തിലൂടെ പോകുമ്പോഴല്ലേ എന്തൊരു സുഖ. കാരണം ഞാനപ്പാനെ പറയുന്നുണ്ടില്ലേ, കൊതിച്ചിടുന്ന ബ്രഹ്മത്തെ കണ്ടിട്ടു കുതിച്ചിടുന്നു ജീവനും. നമ്മൾ ജീവൻ ഇതിൻ്റെ ഉള്ളിലിരുന്നിട്ട് എന്താ ആഗ്രഹിക്കുന്നതെന്നോ, എവിടെയെങ്കിലും നാമജപമുണ്ടോ, എവിടെയെങ്കിലും പ്രഭാഷണം ഉണ്ടോ, എവിടെയെങ്കിലും ഈശ്വരകഥ ഉണ്ടോ, സത്സംഗം ഉണ്ടോ എന്ന് മാത്രമേ നോക്കുക. ജീവന് മറ്റൊന്നും കാണുമ്പോൾ ഒരു സന്തോഷവും ഇല്ല. നിർഗുണൻ, ഏകൻ, പരമാത്മാ, പരബ്രഹ്മൻ, നിർഗുണനാ. സത്സംഗത്വേ നിസ്സംഗത്വം. ഈ സത്സംഗത്തിലൂടെ നമ്മുടെ മനസ്സിനെ എന്താക്കാം, നിസ്സംഗത്വത്തിലേക്ക് മാറ്റാം. എന്നോട് കഴിഞ്ഞ ദിവസം മോള് പറയാ, എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ, അമ്മയുടെ ജീവിതാനുഭവങ്ങളാണ് അമ്മേനെ എങ്ങനെ ആക്കിയത് എന്ന്. അപ്പോൾ അനുഭവങ്ങൾക്കപ്പുറം, ലൗകികമായ അനുഭവങ്ങൾക്കപ്പുറം ചെറുതാകുമ്പോൾ മുതൽ അമ്മ പറഞ്ഞു തരുന്നതാ, നീ ഒരു ദൈവക്കുട്ടിയാണ്. അതായത് 8 ആണും ഒരു പെണ്ണുമാണ്, ഞാൻ 8ാമത്തെയാ. അപ്പം കഥ വായിക്കുമ്പോൾ കൃഷ്ണൻ അഷ്ടമഗർഭം, അപ്പോൾ ഞാനും അഷ്ടമഗർഭം, അങ്ങനെയൊക്കെ കമ്പയർ ചെയ്തു പോയി. അറിയാതെ അങ്ങനെയൊക്കെ ചിന്തിച്ചു. അപ്പം ഞാനും പിന്നെ പറയാ, എനിക്ക് പെൺകുട്ടി ഉണ്ടാവാഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായതാ ശബരിമലയും പഴനിമലയൊക്കെ കയറ്റാന്ന് പറഞ്ഞു. 4ാം ക്ലാസ്സിൽ നിന്ന് സ്വാമി അയ്യപ്പ എന്ന് പറഞ്ഞു കൊണ്ടുപോയി. അന്ന് മുതൽ അയ്യപ്പസ്വാമിയുടെ ഭക്തയുണ്ടോ. പിന്നെയാണ് മനസ്സിലായത് ഗുരുവായൂരപ്പൻ ആദ്യമൊക്കെ തെറ്റാണെന്നാണ് വിചാരിച്ചിരുന്നത്. ശരിയല്ല, ഇയാൾ ഒരുപാട് ഭാര്യമാരുണ്ടെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു. അപ്പോൾ പിന്നെ ഞാൻ ഭാഗവതമൊക്കെ +2 ആയിട്ട് എത്തിയപ്പോഴാണ് ആ ഷാരയുടെ മുന്നിൽ ഇരുന്നിട്ട് ആഹാഹാ ഇതാണല്ലേ സംഭവം, 8 തത്വങ്ങളാണ് ഈ 8 ഭാര്യമാരെ. നമുക്കറിയില്ലല്ലോ, അത് ചെറുപ്പത്തിൽ നമുക്ക് ഈ ക്ലാസ് കിട്ടാത്തതുകൊണ്ടാ. പിന്നെ എന്ത് പറഞ്ഞാലും കൃഷ്ണ ഗുരുവായൂരപ്പ ഹരേ കൃഷ്ണ എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഈ തത്വങ്ങളെ കുറിച്ച് പറയുകയാണ്. ജടായു ഗതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ആദ്യ ഭാഗം നോക്കിക്കോളൂ. ആദ്യം തന്നെ പറയാ, തേരഴിഞ്ഞുടഞ്ഞു വീണാകുലമടവിയൽ. ഇങ്ങനെ നടന്നു പോവാ. പിന്നെ എന്നാ വരൂ നമുക്ക് തെരഞ്ഞു നോക്കാന്ന് പറഞ്ഞിട്ട്. അപ്പോ ഈ ഭിന്നമായി കിടക്കുന്ന രഥം ആരുടെയാ? ഭിന്നമായി കിടക്കുന്ന രഥം കാണുകയാണ്. അപ്പൊ 2 രഥങ്ങളൊക്കെ കണ്ടു. അപ്പൊ ദേ ഒരു രാക്ഷസൻ വന്നു, സീതാദേവിയെ മറ്റൊരു രാക്ഷസൻ തട്ടിക്കൊണ്ട് പോവുകയാണ്. ആ സമയത്ത് തമ്മിൽ യുദ്ധം നടന്നു. അതിൽ ഒരു രാക്ഷസൻ കൊണ്ടുപോയതായിരിക്കും അല്ലേ എന്നൊക്കെ അങ്ങനെ വിചാരിച്ചിട്ട് അവർ തമ്മിൽ സംസാരിക്കുക. ജാനകി തന്നെ തിന്നു തൃപ്തനായൊരു യാതുധാനന കിടക്കുന്നതത്ര നീ കണ്ടീലയോ. അപ്പൊ നമുക്ക് തോന്നും ഈ ജടായുനിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടത് ഇപ്പൊ കണ്ടിട്ട് എന്തേ ഭഗവാന് മനസ്സിലായില്ലേന്ന്. പക്ഷെ അങ്ങനെയല്ല. ജടായുന്റെ കൈ രണ്ടും പക്ഷിയുടെ ചിറക് രണ്ടും ആരരിഞ്ഞു? ചന്ദ്രഹാസം എടുത്തിട്ട് രാവണൻ അരിഞ്ഞിട്ടു. അപ്പൊ വിരൂപനായില്ലേ. അപ്പൊ താഴെ കിടക്കുമ്പോൾ ചോരയൊക്കെ ഒലിച്ച് മൃതപ്രായനായി കിടക്കുന്ന ഒരു പക്ഷിയായിട്ടാ തോന്നിയത്. നമുക്കൊരാളെ 10 കൊല്ലം കഴിഞ്ഞ് കാണുമ്പോൾ അറിയണില്ലല്ലോ. അതുപോലെ അതുകൊണ്ടാണ് അപ്പൊ വീണ്ടും അന്ന് പറഞ്ഞ ഡയലോഗ് പറയാ, വന്ധ്യനല്ലഹം തവ ഭക്തനായൊരു ദാസൻ സ്നിഗ്ധനായിരിപ്പൊരു പക്ഷിയാം ജടായു ഞാൻ. വീണ്ടും പറഞ്ഞു, ഞാൻ എന്നെ വധിക്കരുത്, അങ്ങയുടെ അച്ഛൻ്റെ സുഹൃത്താണ്, പക്ഷിയായ ജടായുവാണ് ഞാൻ എന്ന് പറയാ. അന്ന് പറഞ്ഞില്ലേ നിങ്ങളെ ഞാൻ സഹായിക്കാന്ന്. അപ്പോ ആ സഹായം ഇപ്പോ അങ്ങോട്ട് ചെയ്യാ. നിന്തിരുവടിയെ കണ്ടൊഴിഞ്ഞു മരിക്കായകൻ നിന്നിരാദേവിയോടു വരവും വാങ്ങിക്കൊണ്ടേൻ. ഹേ ശ്രീരാമചന്ദ്ര, ഞാൻ രക്തം വാർന്നു മരിച്ചു പോകേണ്ടതായിരുന്നു. പക്ഷേ ദേവി എനിക്ക് അനുഗ്രഹം തന്നു. എൻ്റെ സ്വാമിയെ കണ്ട് വൃത്താന്തം പറഞ്ഞതിനു ശേഷം മാത്രം നീ മരിക്കുക എന്ന്. അതുകൊണ്ട് അങ്ങയെ കാണാൻ വേണ്ടി കാത്തു കിടന്നതാണ് കേട്ടോ. എന്താ ആഗ്രഹം പറയുന്നേ നോക്കൂ. നമ്മുടെയൊക്കെ ആഗ്രഹമാണത്. തൃക്കൺ പാർക്കണമെന്നെ കൃപയാ കൃപാനിധേ. തൃക്കൺ പാർക്കണം ഭഗവാനെ കൃഷ്ണ. നമ്മളവിടെ പോയിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണടച്ചിട്ടാണെങ്കിലും ഒന്ന് വിചാരിക്കും, ഒന്ന് കണ്ണ് തുറന്നുകൂടെ അല്ലേ. ചിലർ കാണാൻ നിന്ന് പരാതിയും പുരാതിയും ഒക്കെ അവിടെ നിന്ന് പറയുന്നു. നമ്മൾ എന്തെങ്കിലും ചോദിച്ചിട്ട് വേണോ? ഭഗവാൻ സർവന്തര്യാമിയാണ്. ശ്രീ ഭഗവതിയുടെ മുന്നിൽ അവിടെ ചെന്നങ്ങോട്ട് നിന്നിട്ടേ നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ എന്ന് ഒറ്റ വരി അങ്ങോട്ട് ചൊല്ലിയാൽ മതി. ദേവി മഹാത്മ്യത്തിലെ ഓം സർവമംഗളമംഗല്യേ എന്ന ആ
ഒരു സ്തുതി അങ്ങോട്ട് ചൊല്ലിയാൽ മതി. അപ്പൊ ഭഗവതി ഒന്ന് കണ്ണു തുറക്കൂത്രേ. ശംഖചക്ര ഗദാഹസ്തേ, ആരപ്പി വന്നിരിക്കണേ, ആ ഒരു കടാക്ഷം മാത്രം മതി. പരാതിയും പുരാതിയും ഒന്നും പറയണ്ട. കാരണം എന്താന്നോ, നമ്മളൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. ഭഗവാൻ അറിയാം എന്തൊക്കെ എവിടെയൊക്കെ എപ്പൊക്കെ നടക്കണം എന്നുള്ളത്. ഭഗവാനും ഭഗവതിയും ഒന്നാണ്. ഭഗവാൻ 6 ഭഗങ്ങളുള്ളവൻ, ഭഗവാൻ 6 ഭഗങ്ങളുള്ളവൾ ഭഗവതി, രണ്ടും ഒന്ന്. അർദ്ധനാരീശ്വരനാ. അതുകൊണ്ട് ഏത് ക്ഷേത്രത്തിൽ പോയാലും അവനവന്റെ ഇഷ്ടദേവതയുടെ ആ മന്ത്രം ചൊല്ലി എവിടെ ചെന്നാലും മന്ത്രം ചൊല്ലണം എന്നാ. ഒന്നും അറിയില്ലെങ്കിലും അമ്മേ മഹാമായേ ആദി പരാശക്തി ദേവി ദയാനിധിയേ വിജ്ഞാനദായിനി. അതും പറയുമ്പോ പറയാം, അയ്യോ പാട്ടൊക്കെ അല്ലേ വയ്യ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. ഇത് ചൊല്ലിക്കൂടെ? ബാക്കി സംഗീതം ഒന്നും അറിയില്ല. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ പോരെ, ഇത്ര മതി, അത് മാത്രം മതി. അപ്പൊ ആരപ്പ എൻ്റെ നാമം ചൊല്ലി ഇങ്ങനെ മനസ്സ് തുറന്ന് വിളിക്കണ? ശുദ്ധമായ ക്ലീൻ സ്ലേറ്റ് ആയ ഒരു മനസ്സ്, ഭക്തി കൊണ്ട് കറ കളഞ്ഞ ഒരു മനസ്സുണ്ടെങ്കിൽ അവിടെ ചെന്ന് വിളിച്ചാൽ ഭഗവതി വിളി കേൾക്കും. പിന്നെ എന്തേ, നമ്മുടെ ഈ വിധിച്ച കർമ്മങ്ങളൊക്കെ തീരാൻ നമ്മളിങ്ങനെ എഴഞ്ഞെഴഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ പറയാണ് കൃഷ്ണ ഹരേ ഹേ ശ്രീരാമചന്ദ്ര തൃക്കൺ പാർക്കണം അടിയനെ കൃപാനിധേ. വീണ്ടും പറയാണ്, 2 തവണ അതിൽ പറയുന്നുണ്ട്. നോക്കൂ, തൃക്കൺ പാർക്കണമെന്നെ കൃപയാ കൃപാനിധേ. ഹേ കരുണാമയനായ ശ്രീരാമചന്ദ്ര, എന്നെ ഒന്ന് തൃക്കൺ പാർക്കണമേ. ചോദിക്കുന്നുണ്ട് ആരാന്നൊക്കെ, നോക്കിയില്ലേ? എന്നിട്ടും ആ കരുണയോടുകൂടി ശ്രീരാമചന്ദ്ര എന്നെ അനുഗ്രഹത്തോടുകൂടി ഒരു നോട്ടം നോക്കേണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ജടായു. അങ്ങനെ ഭഗവാൻ എന്താ ചെയ്തത്? അതാണ് വലിയ ഒരു സംഭവം. തൃക്കൈകൾ കൊണ്ടു തലോടിയിടിനാൻ അവനുടൽ ദുഃഖാശ്രുപ്ലുതനയ നയനത്തോടും രാമചന്ദ്രൻ. ദുഃഖാശ്രുപ്ലുത നയനം, അതായത് സന്തോഷത്തോടു കൂടിയല്ല. ജടായുവിനെ കണ്ട് വിവരമൊക്കെ പറയാന്ന് പറഞ്ഞ സന്തോഷം ഉണ്ടെങ്കിലും മരണവേദന അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറൂരമ്മയുടെ അടുത്ത് ചെന്നു. കുറൂരമ്മ സഹസ്രനാമം അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. അവസാന ഭാഗത്ത് ആത്മയോനി സ്വയം ജാതു വൈഖാന സമഗായന ദേവകീ നന്ദന സൃഷ്ട ക്ഷിരീശ പവനാശന ശംഖഭൃം നന്ദഗീ ചക്രി ശാരംഗധന്വാ ഗദാധര. അപ്പൊ കണ്ണിന്ന് വെള്ളം ഇങ്ങനെ ധാരധാരയായിട്ട് ഒഴുകി ഇത്രേ കുറൂരമ്മയുടെ. ആ സമയത്ത് ശ്രീകൃഷ്ണന്റെ കണ്ണിൽ നിന്നും വെള്ളം ആ അമ്മയുടെ കയ്യിലേക്ക് ഇറ്റ് വീണു. അതുപോലെ ജടായുവിന്റെ ശരീരത്തിലേക്ക് ഒരു തുള്ളി കണ്ണുനീര് ശ്രീരാമചന്ദ്രന്റെ കണ്ണിൽ നിന്നും പൊഴിഞ്ഞു വീണു. നമുക്കും നമ്മുടെ അമ്മ അച്ഛൻ നമ്മുടെ അടുത്ത് കിടന്ന് മരണത്തിന് വേണ്ടി 5 ശ്വാസങ്ങളാ നമ്മുടെ ശരീരത്തില്. ഓരോ വ്യാനൻ, പ്രാണൻ, അപാനൻ, ഉദാനൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ 4 പ്രാണനും പോത്രേ നമ്മുടെ ശരീരത്തിൽ നിന്ന്. 5ാമത്തെ പ്രാണൻ ആ ശരീരത്തിൽ അങ്ങനെ കാത്തു കിടക്കുത്രേ. ആഗ്രഹിച്ചവരെല്ലാവരും എന്നെ വന്ന് കാണുന്നുണ്ടോ? എനിക്ക് വേണ്ടി ആരെങ്കിലും രാമായണം പാരായണം ചെയ്യുന്നുണ്ടോ? ആരെങ്കിലും എനിക്ക് വേണ്ടി നാമം ജപിക്കുന്നുണ്ടോ എന്നൊക്കെ അങ്ങനെ നോക്കൂത്രേ. അവസാനം ഹൈന്ദവന്റെ ആ ആചാരം, നമ്മുടെ ഷോഡശ സംസ്കാരത്തിൽ പറയുന്നില്ലേ, ഗർഭാധാനം മുതൽ അന്ത്യേഷ്ടി വരെ ആ സംസ്കാരം നമുക്കിവിടെ ജടായുവിന്റെ കാര്യത്തിൽ കാണാം. അങ്ങനെ അശ്രു, ഒരു തുള്ളി അശ്രു ജടായുവിന്റെ ശരീരത്തിലേക്ക് പൊഴിച്ചുകൊണ്ട് എന്നിട്ട് ചോദിക്കാണ്, ചൊല്ലു ചൊല്ലഹോ മമ വല്ലഭാവൃത്താന്തം, നീ എൻ്റെ ഭാര്യയുടെ കഥ നീ പറയൂ, അവരെങ്ങോട്ടാ പോയത്? അപ്പൊ പറയാ, രക്ഷോ നായകനായ രാവണൻ ദേവി തന്നെ ദക്ഷിണദിശയെ കൊണ്ടുപോയാനെന്നറിഞ്ഞാലും. ദക്ഷിണദിശി എന്താ തെക്കിന്റെ പ്രത്യേകത? യമന്റെ ഭാഗാ തെക്ക്. ഇന്നലെ പറഞ്ഞു, തെക്കോട്ടു പോയാനവർ ഗരദൂഷണ തൃശ്ശിരാക്കൾ. തെക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്ന് നമ്മൾ ഒരു സൽക്കർമ്മങ്ങളും ചെയ്യില്ല. എന്തു മാത്രമേ ചെയ്യൂ? അന്ത്യേഷ്ടി കർമ്മങ്ങളെ ചെയ്യൂ. അപ്പോൾ അത് യമന്റെ ഭാഗമായതുകൊണ്ടാണ്. വടക്കാണെങ്കിലോ കുബേരനാ, കിഴക്കോ നമ്മളെ സൂര്യദേവനാ, എല്ലാം അവിടെ തന്നെ പടിഞ്ഞാറ് അസ്തമിക്കുമ്പോഴും. അപ്പോൾ അങ്ങനെ ഓരോ ദിക്കുകളുടെയൊക്കെ കാര്യങ്ങൾ അറിഞ്ഞ് ആരാധിക്കുക. ഇവിടെ പറയാ തെക്കോട്ടാണ് കൊണ്ടുപോയത്, അപ്പൊ തന്നെ അറിയാം എന്ത്, അയാളുടെ കാര്യം കഴിയാറായിട്ടുണ്ട് എന്ന്. അപ്പൊ പറയാ, നിന്തിരുവടി തന്നെ കണ്ടിരിക്കവേ ബന്ധമറ്റിയിടും വണ്ണം മരിപ്പാനവകാശം വന്നതോ ഭവൽ കൃപാപാത്രമാകയാ
ദയാലഹം പുണ്യപൂരുഷ പുരുഷോത്തമദയാനിധേ. ഹേ ശ്രീരാമചന്ദ്ര, അങ്ങയെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് മരിക്കാൻ, ഇങ്ങനെ ഇവിടെ കിടക്കാൻ, അതിനുവേണ്ടി ഭഗവതിയുടെ അനുഗ്രഹം ലഭിക്കാൻ ഭാഗ്യമുണ്ടായില്ലോ എന്ന് പറയാ. നിന്തിരുവടി സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു പരാനന്ദാത്മാ പരമാത്മാ മായാമാനുഷരൂപി സന്തതമന്തർഭാഗേ വസിച്ചിടുക വേണം. ഒരൊറ്റ പ്രാർത്ഥന. ഇപ്പൊ അവിടെ പോയി നിന്നു, ജപിക്കാനൊന്നും അറിയുന്നില്ല, എനിക്ക് ഇനി മതി, മരിച്ചാൽ മതി എന്നാണ്. അപ്പൊ പ്രാർത്ഥിക്കെന്താ? ഒറ്റ പ്രാർത്ഥന എത്ര വയസ്സായാൽ വേണ്ടു. അനായാസേന മരണം വിനാദൈന്യേന ജീവനം ദേഹാന്തേ തവ സാന്നിധ്യം ദേഹിമേ പരമേശ്വരം. അതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഇവിടെ എന്താ പറഞ്ഞത്? എൻ്റെ ഉള്ളിൽ അങ്ങ് ഇരിക്കണമേ. അനായാസേന മരണം, ഈ വേദന സഹിച്ച് ഇങ്ങനെ കിടക്കാൻ നമുക്ക് ഇഷ്ടമുണ്ടോ? എന്താ ഗജേന്ദ്രമോക്ഷത്തിൽ കാണിക്കണേ? അവിടെ തൂങ്ങി ഇവിടെ തൂങ്ങി മുതല കടിക്കും നമ്മളെ, അല്ലേ? ICU കണ്ട് കൊണ്ട് എന്നാ മൂക്ക് കൂടെ ഒന്നാങ്ങട് കയറ്റും, അല്ലേ? താഴത്ത് കൂടെ ഒന്നാണ്ട് കയറ്റും, മൂത്രം പോണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മുതലകളൊക്കെ കടിച്ചു തൂങ്ങി നടക്കുമ്പോൾ നമ്മൾ ആർക്ക് വേണ്ടിയാണോ കഷ്ടപ്പെട്ട് നാമം ജപിക്കാതെ ജീവിച്ചത്, അവരൊക്കെ ICUവിന്റെ പുറത്ത് നിൽക്കും, ഗജേന്ദ്രന്റെ ഭാര്യയെയും കുട്ടികളെയും പോലെ. അപ്പൊ പറയാ, ഭഗവാനെ, അങ്ങനെ ICU എന്ന് പറയുന്ന ഒരു ലോകം, ആ തടാകം കാണിക്കാതെ അനായാസേന മരണം. ഹേ കൃഷ്ണ, അനായാസേന എന്താ ഇങ്ങനെ കിടത്തരുത്. ഇങ്ങനെ പ്രഭാഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോ, കൃഷ്ണന്റെ കഥ കേട്ടോണ്ടിരിക്കുമ്പോ, സത്സംഗം കൂടുമ്പോ, രാമായണം വായിക്കുമ്പോ, അവിടെ ശ്രീ ഭഗവതിയുടെ മുന്നിൽ അങ്ങനെ തൊഴുത് നിൽക്കുമ്പോ, ആ തൊഴുത് നമസ്കരിക്കുമ്പോ, എങ്ങനെയാ ബലി മരിച്ചത്? ആ നമസ്കരിച്ച് വീണപ്പോഴല്ലേ ആദ്യത്തെ ജന്മത്തിൽ. അങ്ങനെ അങ്ങോട്ട് തീരണം. അനായാസേന മരണം. പിന്നെയോ വിനാ ദൈന്യേന ജീവനം. ഇവിടെ വന്നിരിക്കുന്നവർ ചിന്തിക്കുന്നുണ്ടാവും, എത്ര കാലാണാവോ ഇവിടെ വന്നിരുന്നത് കേൾക്കാൻ കഴിയാ, അല്ലെ? ഇതേ സംസ്കാരമുള്ള കഴിഞ്ഞ വർഷം കേട്ട അമ്മയ്ക്ക് ഇടയ്ക്ക് കാലുവേദനയാണെങ്കിൽ വീട്ടിൽ അങ്ങനെ കട്ടിലുമ്മ കിടക്കും. അപ്പൊ വിചാരിക്കുക, വിനാ ദൈന്യേന ജീവനം, ഒന്നിനും രണ്ടിനും മറ്റൊരാളെ ആശ്രയിക്കേ ഒരവസ്ഥ വരാതിരിക്കുക. ദേഹാന്തേ തവ സാന്നിധ്യം, ഈ ദേഹം അവസാനിക്കുന്ന സമയത്ത്, ആ മരണവേളയിൽ കൃഷ്ണ അങ്ങയുടെ സാന്നിധ്യം. ശ്രീരാമചന്ദ്രൻ ഇങ്ങനെയാണോ ജടായുവിനെ മരിപ്പിക്കാൻ വേണ്ടി അടുത്തു വന്നിരുന്നത്? അങ്ങനെ എൻ്റെ അടുത്ത് വന്നിരിക്കണേ കൃഷ്ണ. കുറൂരമ്മയുടെ അടുത്ത് വന്നിരുന്നത് പോലെ എൻ്റെ അടുത്ത് വന്നിരിക്കണേ ശ്രീരാമചന്ദ്ര എന്ന് പറയാണ്. അപ്പൊ ശ്രീരാമചന്ദ്രനോട് പറയാ, ദേഹാന്തേ തവ സാന്നിധ്യം ദേഹിമേ പരമേശ്വരം. ദേഹി എന്ന് പറഞ്ഞാൽ ആത്മാവ, ദേഹിമേ പരമേശ്വരം. ഹേ ശ്രീ പരമേശ്വരനായ ശ്രീരാമചന്ദ്ര, ആ പരമേശ്വരനായി ദേഹി ഈ ദേഹത്തെ വിട്ടു പോകുമ്പോൾ അങ്ങ് എൻ്റെ ദേഹിയെ സ്വീകരിക്കണമേ. ശിശുപാലൻ ഒരുപാട് ചീത്ത പറഞ്ഞു അത്രേ ആ സമയത്ത്. മഹാഭാരതത്തിൽ വരുന്നതാ. ചീത്ത അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഭീമൻ ചാടി, വേണ്ട അവിടെ നിന്നോളൂ, 101 ചീത്ത പറയാ. അപ്പോ നാരദ മഹർഷി ധർമ്മപുത്രരോട് പറഞ്ഞു അത്രേ, ഭഗവാൻ ചക്രം കൊണ്ട് എടുത്തപ്പോഴേ ഇതെല്ലാവർക്കും കാണാൻ പാടില്ല, കാണില്ല, എന്താ സുദർശനം. അത് കണ്ട സുദർശനം തന്നെയാ, പിന്നെ ഭസ്മേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ ചക്രം കൊണ്ട് എടുത്തപ്പോ പറഞ്ഞത്ര ഇനി ഒന്ന് തൊട്ടോളൂ എന്ന് നാരദ മഹർഷി. അപ്പൊ നാരദ മഹർഷി മേലെ ധർമ്മപുത്രരൊന്ന് തൊട്ടപ്പോ ഈ ചക്രം അങ്ങോട്ട് ചെന്നു, ശിരച്ഛേദം ചെയ്തു ശിശുപാലനെ. അപ്പോ ഒരാത്മാവ് ഭഗവാന്റെ തൃപ്പാദാരവിന്ദങ്ങളിൽ വന്ന് അങ്ങോട്ട് ലയിച്ചു അത്രേ. അത് ആർക്കും കാണാൻ കഴിഞ്ഞില്ല. ധർമ്മപുത്രൻ അപ്പൊ പറയാ, അഹോ അനന്തകാരുണ്യം കൃഷ്ണസ്യ മഹാത്മന. ഹേ കൃഷ്ണ, അങ്ങയുടെ ഒരു കാരുണ്യം, ചീത്ത പറഞ്ഞവന് പോലും മോക്ഷമല്ലേ കൊടുത്തത്? വിഷം തന്ന പൂതനയ്ക്ക് പോലും മോക്ഷമല്ലേ കൊടുത്തത്? അപ്പോ നാമവും ചൊല്ലി കർക്കടകത്തില് ഈ മഴയത്ത് ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾക്ക് ഭഗവാൻ എന്താ തരിക? ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ എത്ര സുഹൃതികളാ. ഇങ്ങനെ ഇരുന്ന് ഭഗവത് കഥ പറയാനും അത് കേൾക്കാനും ഒരു ഭാഗ്യം ഭഗവാൻ തന്നില്ലേ? ഇതൊക്കെ മതി, ഇത്രയൊക്കെ മതി. ഇതിലും വലിയ സുഖമൊന്നും ഇനി കിട്ടാനില്ല കൃഷ്ണ എന്ന് പറയാ. അതുപോലെ ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥന. അപ്പോ ജടായുവിനെ മരിപ്പിക്കുകയാണ് ശ്രീരാമചന്ദ്രൻ. എന്താ പറഞ്ഞ്? സന്തതമന്തർഭാഗേ വസിച്ചിടുക വേണം. ഇതിനുള്ളിലാണേ, പുറത്തൊന്നും ഒന്നുമില്ല. നിന്തിരുമേനി ഘനശ്യാമളമഭിരാമം അന്ത്യകാലത്തിങ്കലീ വണ്ണം കാണായ മൂലം ബന്ധവും മറ്റു മുക്തനായേൻ ഞാനെന്നു നൂനം. ഉറപ്പിക്കാണ്, എനിക്ക് മോക്ഷം കിട്ടി അങ്ങയെ കണ്ടതുകൊണ്ട്. അങ്ങനെ തന്നെ ചിന്തിക്കണം. ഈശ്വര കഥകൾ കേൾക്കാൻ ഒരു ഗ്രന്ഥത്തിന് മുന്നിലേ നിങ്ങൾ എത്തിച്ചു ശ്രീ ഭഗവതി എങ്കിൽ അമ്മ നിങ്ങളെ അനുഗ്രഹിച്ചു എന്ന് ഉറച്ചങ്ങോട്ട് വിശ്വസിക്കുക. എന്നിട്ട് പറയാ,
കണ്ണുനീർ വാർത്തു ഭക്തവാത്സല്യ പരവശാൽ അർണോജനേത്രൻ പിതൃമിത്രമാം പക്ഷീന്ദ്രന്റെ ഉത്തമാംഗത്തെടുത്തുത്സംഗസിംനി ചേർത്ത്. ആ പക്ഷീന്ദ്രനെ, ഉത്തമാംഗം എന്ന് പറഞ്ഞ തല, എടുത്ത് ചേർത്തു, ആശ്ലേഷിച്ചു. എന്നിട്ട് സോദരനായ ലക്ഷ്മണനോട് പറയാ, ഒരു മനുഷ്യന് എങ്ങനെയാണോ അന്ത്യേഷ്ടി ചെയ്യേണ്ടത്, അന്ത്യേഷ്ടി കർമ്മങ്ങൾ ചെയ്യേണ്ടത്, അതുപോലെ ആ ജടായു എന്ന പക്ഷിശ്രേഷ്ഠന് വേണ്ടി ശ്രീരാമചന്ദ്രൻ ചെയ്യ. കാഷ്ടങ്ങൾ കൊണ്ടുവന്നു നല്ലൊരു ചിത തീർത്തു, കൂട്ടണം അഗ്നി സംസ്കാരത്തിനു വൈകിടാതെ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഒരു പക്ഷിയായിട്ട് പോലും ജടായുവിന് അപ്പൊ എന്താ, പുരുഷ സ്ത്രീ ജാതി നാമാദികളല്ല, ഭക്തി മാത്രം ഉണ്ടായാൽ മതി. അങ്ങയുടെ അച്ഛന്റെ സുഹൃത്തായിരുന്നു, അങ്ങയുടെ ഭക്തനാണ് ഞാൻ ശ്രീരാമചന്ദ്ര എന്ന് പറഞ്ഞതേ ഉള്ളൂ. ചിത തീർക്കാൻ വേണ്ടി ലക്ഷ്മണനോട് കാഷ്ടങ്ങൾ എന്ന് പറഞ്ഞ വിറകുകൾ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ എത്ര കാരുണികനാണ് ഭഗവാൻ എന്ന് ചിന്തിക്കണം. എന്നിട്ട് ലക്ഷ്മണൻ ചിത തീർത്തു. എന്നിട്ട് എന്തൊക്കെയാ ചെയ്യുന്നേ നോക്കൂ. അതിലൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കണ്ട കേട്ടോ. ലക്ഷ്മണൻ അതു കേട്ടു ചിതയും തീർത്തിയിടിനാൻ, തൽക്ഷണം കുളിച്ചു സംസ്കാരവും ചെയ്തു. നമ്മളും അങ്ങനെ തന്നെയല്ലേ ചെയ്യാറുള്ളത്. കുളിച്ചു വന്ന് ഈറനുടുത്ത് സംസ്കാര കർമ്മങ്ങൾ ചെയ്തു. എന്നിട്ട് വീണ്ടും കുളിക്കും. സ്നാനവും കഴിച്ചു ദഗക്രിയാദിയും ചെയ്തു. കാനനേ തത്ര മൃഗം വധിച്ചു, മാംസഖണ്ഡം പുല്ലിന്മേൽ വച്ചു ജലാദികളും നൽകിയിടിനാൻ. അല്ലെ, നമ്മളെല്ലാവരും അത് തന്നെ ചെയ്യാ. എന്തൊരു ഭക്ഷണമാണോ നമ്മൾ കഴിക്കുന്നത്, അതാണ് നമ്മൾ ചോറുരുള വെക്കാറില്ലേ, പിണ്ടം പറഞ്ഞിട്ട് 32 തലമുറയ്ക്കാണ് നമ്മൾ പിണ്ടം വെക്കുക. നമ്മൾ കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നമുക്കറിയാം ഒരുപാട് പൂർവികർ നമുക്ക് ഉണ്ടായിരുന്നു, അവർക്ക് വേണ്ടി നമ്മൾ അന്ത്യേഷ്ടി കർമ്മങ്ങൾ ചെയ്യുന്നു. നമ്മൾ വിചാരിക്കും, ഒരു അമ്മ വിളിച്ചു, ടീച്ചറെ അമ്മ മരിച്ചിട്ട് 1 കൊല്ലമായിട്ടില്ല, അന്ന് 16 ദിവസം ഒരു കൊല്ലത്തേക്ക് ചെയ്തില്ലേ, ഇനിയിപ്പോൾ ചെയ്യണോ? ചെയ്യണ്ടേ? ആ ഒരു അമ്മയല്ല, അമ്മയ്ക്ക് അമ്മ, അമ്മമ്മയ്ക്ക് അമ്മമ്മ, മുത്തശ്ശനൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും വേണ്ടി ആ വാവ് ബലിതർപ്പണം ചെയ്യുന്നത് 32 തലമുറ എന്നാണ് അവിടുന്ന് പറഞ്ഞു തരുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യണമെന്ന് തന്നെ നമുക്ക് ഭയങ്കര സംശയങ്ങളാ. ഒക്കെ എങ്ങനെയെന്നോ, വേണ്ട അരുത്, വെയ്യ, ചെയ്യണ്ടല്ലോ, വില വന്നാൽ സന്തോഷമായി, വിളക്ക് വെക്കണ്ടല്ലോ, അതാണ് അവസ്ഥ. അപ്പോൾ അതുപോലെ ഒരു പണിയാണ്, വലിയൊരു പണിയായിട്ടാ. ഒന്ന് വിളക്ക് വെക്കൂ എന്ന് പറഞ്ഞാൽ ഞാൻ കുളിച്ചിട്ടില്ല, കുളിച്ചാലും പറയും കുളിച്ചിട്ടില്ല എന്ന്. കാരണം ഇതിലൊത്തിരി തിരിയിടണ്ടേ. വിളക്കിൻ്റെ ഒക്കെ തത്വം എന്താ, മനസ്സാകുന്ന വിളക്ക് അങ്ങോട്ട് തേച്ച് മിനുക്കി വൃത്തിയാക്കിയിട്ട് അതിൽ ഭക്തിയാകുന്ന കുറച്ച് എണ്ണ അങ്ങോട്ട് ഒഴിച്ച് വിവേകമാകുന്ന 4 തിരി, 5 തിരി ഇട്ടിട്ട് എന്ത് ചെയ്യണം, 4 എന്ന് പറയുന്നത് മുന്നിക്കും മിനിക്കും 2 കേട്ടോ, 2 മതി ശരിക്ക്. സന്ധ്യക്കൊക്കെ ചിലർ അങ്ങനെ വെക്കും, ഒന്ന് പടിഞ്ഞാട്ടും ഒന്ന് കിഴക്കോട്ടും, ഒന്ന് നമുക്കും ഒന്ന് ഭഗവാനും വെച്ചോളൂ. എന്നിട്ടോ അതില് വിവേകമാകുന്ന, എന്താ പറയുക, ജ്ഞാനമാകുന്ന അഗ്നി കൊണ്ട് അതിനെ പ്രകാശിപ്പിക്കണം. ഇതാണ് വിളക്കിന്റെ തത്വം. ഇതറിയാത്തവരാണെന്ത് പറയണത്, വിളക്ക് വെക്കടാ എന്ന് പറഞ്ഞാൽ സൗകര്യമില്ല കുട്ടികൾക്ക്. മുത്തശ്ശില്ല എന്നവിടെ വിളക്ക് തന്നെ വെക്കില്ല. അതല്ലേ ചില വീടുകളിലെ അവസ്ഥ. സന്ധ്യാനാമത്തിന്റെ, സന്ധ്യാസമയത്തിന്റെ മഹത്വം അറിയാതെ എന്തെല്ലാം കോപ്രായങ്ങളാ കാട്ടിക്കൂട്ടണത്. ഇവിടെ സംസ്കാരാദി കർമ്മങ്ങൾ ചെയ്യാണ്. എന്നിട്ടോ നല്ലൊരു ഗതി അവനുണ്ടാവാൻ പിത്രർത്ഥമായി, അവന് നല്ല ഗതി, അതായത് ഈ മരണം സംഭവിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ 5ാമതൊരു ശ്വാസം ഉണ്ടെന്ന്. ഹൈന്ദവൻ ഈ ഭൂമിയെ മലിനമാക്കാത്ത സംസ്കാരം ഉള്ളവനാ. എല്ലാ മതസ്ഥർക്കും 6 അടി മണ്ണ് വേണം, ഇല്ലേ? എത്ര ശവപ്പറമ്പുകളാണ് നമ്മൾ കാണുന്നത്. ഹൈന്ദവന്റെ സംസ്കാരം നോക്കൂ. നമ്മൾ ജനിക്കുമ്പോൾ 2 കിലോ ഉണ്ടെങ്കിൽ പഞ്ചഭൂതങ്ങളായി ഈ ശരീരം, അതായത് വെള്ളവും മണ്ണും ഒക്കെ എടുത്ത് നമ്മൾ ജീവിച്ചു, വായും അഗ്നിയൊക്കെ ആയിട്ട്. ആ വാങ്ങിയതെല്ലാം ഇന്നലെ പറഞ്ഞ പോലെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി അവസാനം അവനെ മരണം കഴിയുന്ന സമയത്ത് കൃഷ്ണൻ വന്ന് നമ്മളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ ഭൗതിക ശരീരം എടുത്ത്, പിന്നെ ബോഡി നമ്മളെ പേരൊക്കെ പോയി അവിടെ താഴെ ഇറക്കി കിടത്തും, ഭൂമിക്ക് സമർപ്പിക്കും. ഭൂമി പഞ്ചഭൂതങ്ങളിൽ ഒന്ന്. ആ ഭൂമിക്ക് സമർപ്പിച്ച് കുറച്ച് സമയം നമ്മുടെ ശരീരത്തിന് ഒരു ഇതുണ്ട്, അത്ര കുറച്ച് സമയങ്ങൾ ഇരുന്നാൽ തരിക്കണില്ലേ, ഭൂമി അവൻ്റെ സ്വന്താക്കാൻ നോക്കുക. അതാണ് നിലത്തിരുന്ന് നാമം ചൊല്ലരുത് എന്ന് പറയുന്നത്. എന്നിട്ടോ കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ കുളിപ്പിക്കും, അല്ലെങ്കിൽ നനഞ്ഞ കച്ചയിൽ പൊതിയും, ജലത്തിന് സമർപ്പിക്കും ആ ശരീരം. ഹൈന്ദവന്റെ സംസ്കാരം എത്ര ഉന്നതമാണെന്ന് നോക്കൂ. അത് കഴിഞ്ഞാൽ അവനെ എടുത്ത് ചിതയിൽ സമർപ്പിക്കും, അഗ്നിക്ക് സമർപ്പിക്കും. അഗ്നി കൊളുത്തുന്ന സമയത്താണത്ര ഈ 5ാമത്തെ വായു അങ്ങോട്ട് വിട്ടുപോവുക ശരീരത്തിൽ നിന്ന്. ആ വായു പോകുന്ന സമയത്ത് ഈ ആത്മാവിനൊരു പ്രാർത്ഥനയുണ്ട്. അതാണ് വായുരനിലമൃതമതേദം ഭസ്മാന്തം ശരീരം കൃതോ സ്മര കൃതം സ്മര കൃതോ സ്മര കൃതം സ്മര. അതായത് പ്രാർത്ഥിക്കാണ്,
ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഹേ ഭഗവൻ, ഞാൻ എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ആത്മാവിനെ ആ നേർവഴിക്കു നയിച്ചാലും സൽഗതി വരുത്താനായി, നല്ല ഗതിക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ് അന്ത്യേഷ്ടി കർമ്മം. അപ്പം അതുപോലും ചെയ്യണമെന്നില്ല അല്ലേ. നമ്മൾക്കൊന്നും ആരും ബലിപിണ്ടം തൂകുന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. നമ്മൾ ഈ നാമം ചൊല്ലിയതേ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, എത്രയും നാമം ചൊല്ലാൻ കിട്ടുന്ന, സത്സംഗങ്ങൾ കൂടാൻ കിട്ടുന്ന സമയങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക. മഹതോ വിനഷ്ടി, നഷ്ടപ്പെടുത്തരുത്. അറിവില്ലായ്മ കൊണ്ട് നിങ്ങൾക്ക് ഇത് നഷ്ടപ്പെട്ടു പോകരുത്. എന്ത്, ഈ ജന്മം. അതാണ് ഉപനിഷത്തുക്കൾ പറയുന്നത്. അങ്ങനെ പിന്നെ നിങ്ങൾ ആലോചിക്കേണ്ടാവും, ഇപ്പോൾ ബാക്കി രണ്ടെണ്ണം എവിടെ ടീച്ചറേ എന്നല്ലേ. നമ്മുടെ ശരീരം അഗ്നി അങ്ങോട്ട് വെക്കുമ്പോൾ വായുവായി ആകാശമായി അങ്ങോട്ട് ഇല്ലാതെയാവും. ഒരു പിടി ഭസ്മ. എന്നിട്ടോ ആ സംസ്കാരം നടത്തിയ ആ ഒരാറടി മണ്ണ് സഞ്ചയനം ചെയ്യുമ്പോൾ ഒരു ശകലം പോലും ഇല്ലാതെ എടുത്തു കൊണ്ടുപോയി ഗംഗയിൽ ഒഴുക്കും. ഗംഗ എന്ന് പറയുമ്പോൾ പുണ്യതീർത്ഥങ്ങളിൽ അസ്ഥി കഷ്ണങ്ങൾ, നമ്മൾ എത്ര വലിയ മുതലകളാത്രയെന്നോ ആ തിരുനാവായ അപ്പുറത്തെ സൈഡില്ലേ അസ്ഥിയൊക്കെ ഒഴുക്കുന്ന എത്രയോ വലിയ മുതലകളും ആമകളും അവരുടെ ഭക്ഷണമായി തീരാനുള്ളതാ. എന്തിനാ നമ്മൾ അഹങ്കരിക്കണ? ഈ എല്ലും കഷ്ണങ്ങൾ അവർക്കുള്ളതാ. അപ്പോൾ അങ്ങനെ അവസാനിക്കുമ്പോൾ അവിടെ കൃഷിഭൂമിയാക്കി മാറ്റും, നവധാന്യങ്ങൾ വിതയ്ക്കും, വാഴ വയ്ക്കും. അപ്പോൾ എന്താ പറയുന്നത്, ഭൂമി കുറച്ചും ജലം കൂടുതലും സയൻസ്. അപ്പോൾ ഭൂമി നമ്മൾ ഒരു തുണ്ടുപോലും വേസ്റ്റാക്കി കളയണ്ട. ഹൈന്ദവന്റെ ആചാരങ്ങൾ എത്ര ഉന്നതമാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ അഭിമാനിച്ചുകൂടെ? നമ്മൾ ആർക്കും ഒരു ദോഷവും വരുത്തുന്നില്ല, ആരെയും ഉപദ്രവിക്കാതെ. ഞാൻ ഇവിടെ ചെറുതായിട്ടൊന്ന് അങ്ങോട്ട് ജീവിച്ചു പോകുന്നുണ്ട്. അതിനിടയ്ക്ക് ഒന്ന് ഇവിടെ വന്നൊരു സീറ്റിൽ ഇത്തിരി നേരം ഇരുന്ന്, അതാണ് ആകാശം, നമ്മുടെ സ്പേസ് എന്ന് പറയുന്നത്. അത്രയും ഉന്നതമായ ഹൈന്ദവന്റെ ആചാരങ്ങൾ അതറിയണ്ടേ, ആചരിക്കണ്ടേ. ധർമ്മം ഞാൻ പറഞ്ഞില്ലേ, ആചാര പ്രഭവോ ധർമ്മ. ധർമ്മം ആചരിക്കാനുള്ളതാണ്. ഗീത പറയുന്നു യദ്യദാചരതി ശ്രേഷ്ഠ. ആരാണോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആചരിക്കുന്നത് അവൻ ശ്രേഷ്ഠനാകുന്നു അർജുന. അപ്പൊ പിന്നെന്താ ചെയ്യേണ്ടത്? ആചരിക്കണ്ടേ. ഇപ്പോ ധർമ്മം എന്താന്ന് പറഞ്ഞു. ശ്രീരാമചന്ദ്രനെ വെച്ച് നോക്കുമ്പോൾ ധർമ്മം എന്തായിരുന്നു? രാജാവിൻ്റെ ധർമ്മ. രാജാവിൻ്റെ ധർമ്മം പ്രജകളെ പരിപാലിക്കൽ മാത്രമല്ല, രാജ്യം നോക്കലും കൂടിയാ. രാജ്യം, ഭൂമിയും സീതയും ഭാര്യമാരാ. അപ്പൊ എന്തുകൊണ്ടാ സീതയെ ഉപേക്ഷിച്ച്? സീതാദേവിയെ കെട്ടിപ്പിടിച്ചോണ്ടിരുന്ന അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ സുഖം. ഈ വ്യക്തിപരമായ സുഖം മാത്രം നോക്കുന്നവനല്ല ധർമ്മശാസ്ത്രം, മാനവ ധർമ്മശാസ്ത്ര പ്രകാരം ഹൈന്ദവൻ. അവൻ എന്ത് ചെയ്യണം? രാജാവിൻ്റെ ധർമ്മം പ്രജകളെ പരിപാലിക്കണം, ഭൂമി പരിപാലിക്കണം, ഈ പ്രജകൾക്ക് മാതൃകയായി ജീവിക്കണം. അപ്പൊ പറയാ, ഒരു വർഷേ രാവണന്റെ കൂടെ പോയ പെണ്ണിനാ രാജാവ് പിന്നെപ്പം നമുക്കും ചെയ്തൂടെ? അതല്ലേ ഇപ്പൊക്കെ പറഞ്ഞു അഡൽട്ടറി ഈസ് നോട്ട്, അതൊക്കെ വന്നു. പക്ഷേ പണ്ടതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് എന്ന് പറയുമ്പോൾ ത്രേതായുഗം ഓർക്കണം. അപ്പോൾ എനിക്കും ആവാല്ലേ എന്നുള്ളതാണ് പ്രജകൾ. എന്നെ കണ്ടിട്ട് പ്രജകൾ തെറ്റ് ചെയ്യരുത്, അതിനുവേണ്ടി വ്യക്തിപരമായ സുഖങ്ങൾ ത്യജിച്ചവനാണ് ശ്രീരാമചന്ദ്രൻ. അതുകൊണ്ടാണ് ശ്രീരാമചന്ദ്രൻ രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാകുന്നത്. ആചരണത്തിൽ ഒരു രാജ്യം ഭരിക്കുമ്പോൾ വ്യക്തമായ ഒരു രാഷ്ട്രീയം ആണ് രാമായണം എന്ന് പറയാം. ഒരു രാഷ്ട്രത്തിൽ എങ്ങനെ ആയിരിക്കണം ഒരു രാജാവ് ഭരണം നടത്തേണ്ടത്? ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് എങ്ങനെയാണ് ഒരു രാജാവ് ഭരണം നടത്തേണ്ടത് എന്നിട്ട് പറയുന്നത് നോക്കൂ. കാനനീ തത്ര മൃഗം വധിച്ചു മാംസഖണ്ഡം. നമ്മൾ പറയും അത് ഇച്ചില അല്ലേ, നമ്മൾ ഇതൊന്നും തൊടാതെ പെലയിലിരിക്കും. പക്ഷേ പക്ഷി എന്താ ഭക്ഷിക്കുക? ചെറുപക്ഷികളെ ഭക്ഷിക്കും. അതുകൊണ്ട് ഒരു മൃഗത്തെ വധിച്ച് ആ മാംസഖണ്ഡം കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു? വെച്ചു കൊടുത്തു. ഇപ്പോൾ ബാലിയെ കൊന്ന കാര്യം എപ്പോഴും പറയും അല്ലെ വിമർശകര്. ബാലിയെ കൊല്ലുമ്പോൾ ഒളിഞ്ഞു നിന്ന് തെറ്റല്ലേ എന്ന് ചോദിക്കും. മൃഗങ്ങളെ നായാടുമ്പോൾ നായാട്ടുകാരൻ എങ്ങനെയാ? ഒളിഞ്ഞു നിന്നിട്ടല്ലേ അമ്പയ്യ? അത് കാടിന്റെ നീതിയാണ്. ഒളിഞ്ഞു നിന്ന്, മൃഗമല്ലേ വാനരൻ, അതിലൊരു തെറ്റുമില്ല കേട്ടോ. മറ്റൊന്ന് പറയും, എന്നാലും ബാലി ഇത്രയും ഭക്തനായിട്ട് ബാലിനെ കൊന്നില്ലേ? അപ്പൊ എന്താ കൊല്ലാൻ കാരണം? ശ്രീരാമചന്ദ്രൻ പറയുന്നുണ്ട് മരിച്ചു വീഴുമ്പോ, എന്തിനാ എന്നെ കൊന്നത്? വാനരമാംസമഭക്ഷ്യമത്രേ. പറയുമ്പോ പറയാ, സ്വന്തം ഏട്ടൻ, അമ്മ, ഏട്ടത്തി അമ്മ, പെങ്ങൾമാര്, ഇവരെന്നും നീ
നമ്മൾ പ്രാപിക്കാൻ പാടുണ്ടോ? തെറ്റല്ലേ ചെയ്തത്? സുഗ്രീവന്റെ ഭാര്യയെ കൂടെ പൊറുപ്പിച്ചില്ലേ, ഏട്ടനല്ലേ, അതൊരു തെറ്റല്ലേ എന്ന് തിരിച്ചു ചോദിക്കുന്നുണ്ട്. ഈ ഭാഗം വായിക്കാത്ത പോലെ ഇത് വന്ന് ഇങ്ങനെ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യും. ഇവിടെ മാംസഖണ്ഡം, അപ്പോൾ ഒരു ജീവിനെ കൊന്നിട്ട് മാംസം വെച്ചിട്ടും അവിടെ മോക്ഷം കിട്ടി എന്ന് പറയുമ്പോൾ ഭക്ഷണം ഒക്കെ ക്ഷണം, ആ ക്ഷണം നേരെയുള്ളൂ. ഹൈന്ദവരിൽ ഭൂരിപക്ഷം വരുന്നവരും അത് കഴിക്കുന്നവർ, അവരോട് ഇത് കഴിക്കരുത് കാരണം അവർ രാമായണം അങ്ങോട്ട് മാറ്റി വെക്കും, ഇതൊരു സൂചിച്ചാട് ജീവിക്കും അല്ലേ. അപ്പം എന്താ, നമ്മൾ എന്താണോ നമ്മുടെ പൂർവികർ ശീലിച്ചത്. ഇപ്പൊ ക്ഷത്രിയനാണ്, ഇപ്പൊ ഇതിൽ തന്നെ പറയുന്നു രാമൻ കഴിച്ചു, കഴിക്കാതിരിക്കുക ചെയ്തോട്ടെ, അവന് വേണ്ടത് അവൻ കഴിച്ചു. മിലിറ്ററി എന്താ, ക്ഷത്രിയന്മാര് അവർ യുദ്ധം ചെയ്യാൻ ആ തണുപ്പിൽ നിൽക്കുമ്പോൾ ഗവൺമെന്റിനോട് കൊടുക്കുകയാണ് മിലിറ്ററി കോട്ട അല്ലെ, അവർ കഴിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ അത്രയേ ഉള്ളൂ. ആ തണുപ്പിൽ അവർക്ക് ഊർജ്ജസ്വലരായിരിക്കാൻ അത് വേണം, അപ്പൊ അവർ കഴിച്ചു. ഭക്ഷണം അല്ല. അങ്ങനെയാണെങ്കിൽ ശാക്തേയ സമ്പ്രദായക്കാരൊക്കെ ചെയ്യുന്നതോ ഗുരുതിയൊക്കെ ചെയ്ത പൂജ, അതിന്റെ പ്രസാദം എന്ന് പറഞ്ഞ് ചെയ്യുന്നത് അതൊക്കെ കുറെ കഴിഞ്ഞാൽ നമ്മൾ നിർത്തും. ഗീതയെ കൂടെ ഒക്കെ ഒരു മുങ്ങി അങ്ങോട്ട് തുറന്നു വരുമ്പോണ്ടല്ലോ നമ്മൾ തോന്നും ആ ശരിയല്ല അത്, നമുക്ക് തന്നെ മനസ്സിലാവും. ബർണാഡ് ഷാ എന്താ പറഞ്ഞത്? വലിയ എഴുത്തുകാരനായിരുന്നു. നിഷ്കരുണം വധിക്കപ്പെട്ട പക്ഷിമൃഗാദികളുടെ ശവസംസ്കാരം നടത്താനുള്ളതല്ല എൻ്റെ ആമാശയം. അത് വായിച്ചാൽ പിന്നെ എന്താ വിചാരിക്കുക, അയ്യേ ഞാൻ ഈ കഴിക്കില്ല എന്ന് തോന്നില്ലേ? കഴിക്കുന്നവർ കഴിച്ചോളൂ കേട്ടോ, അതിനൊന്നും ഒരു പ്രശ്നമില്ല. കാരണം ചിദാനന്ദപുരി സ്വാമിനോട് കഴിഞ്ഞ ദിവസം ഒരു സംശയം ചോദിച്ചേ, അപ്പോൾ അയാളെങ്ങനെ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുക, അതൊരു സർവകലാശാല, ആരെന്തു പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പം പറയാ, സന്യാസി പരമ്പരകളുടെ ചുണക്കുട്ടിയായിട്ട് അറിയപ്പെട്ടത് ആരാ? സ്വാമി വിവേകാനന്ദനല്ലേ. കേവലം 36 വയസ്സ് വരെ സ്വാമിജി ജീവിച്ചുള്ളൂ. കൽക്കട്ടയിൽ മാംസം ഭക്ഷിക്കുന്നവരായി ഇപ്പോഴും, അന്നും ഇന്നും എന്നും. അപ്പോൾ ഈ ഭാരതത്തിൽ നിന്ന് ചിക്കാഗോ സർവമത സമ്മേളനത്തിന് സന്യാസി പരമ്പരയിൽ നിന്നും ഒരു വ്യക്തിയെ പറഞ്ഞയക്കാൻ പറഞ്ഞപ്പോൾ എത്രയോ താടിയും തലയും നരച്ച മഹർഷീശ്വരന്മാരുണ്ടായിരുന്നു. എന്നിട്ട് ആരെയാ പറഞ്ഞയച്ചേ? വിവേകാനന്ദ സ്വാമിയെ പറഞ്ഞയച്ച്. വിവേകാനന്ദൻ അവിടെ ചെന്ന് എൻ്റെ സഹോദരന്മാരെ വിളിച്ചപ്പോൾ അവർ ക്ലാപ്പ് ചെയ്തു എന്നാണ് നമ്മളെ സ്കൂളിൽ പഠിപ്പിക്കൂ. പക്ഷേ വിവേകാനന്ദ സ്വാമി ആ പ്രസംഗം അവസാനിപ്പിച്ചത് എങ്ങനെയെന്നറിയോ? ഭാരതത്തിൽ ലോകത്തിൻ്റെ സന്യാസി പരമ്പരകളുടെ പേരിൽ, മതങ്ങളുടെ മാതാവിൻ്റെ പേരിൽ ഞാനിതാ ഇത് നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു. ലോകത്തിൻ്റെ സന്യാസി പരമ്പരകൾ ഇരിക്കുന്നത് നമ്മുടെ ഭാരതത്തിലാണ്. അവർക്ക് വേണ്ടി 36 വയസ്സുള്ള വിവേകാനന്ദ സ്വാമി അവിടെ ചെന്നു എന്ന് പറയുമ്പോൾ പ്രായത്തിലൊന്നല്ല പ്രധാനം, എന്താ, വിവരത്തിൽ തന്നെയാ. നമ്മൾ എത്ര നേടി എന്നുള്ളതാ, ജ്ഞാനവൃദ്ധരാവുന്നതാ. അപ്പോൾ ഈ ലോകത്തിന് മുഴുവനുള്ള സന്യാസി പരമ്പരകളുള്ള ഭാരതത്തിൽ നമ്മൾ ജീവിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാ, എത്രത്തോളം ഈശ്വരീയമായ കാര്യങ്ങൾ ചെയ്യുന്നു, എങ്ങനെ ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ 6 മണിക്കാവും ചിലർ നീക്കുക, ചിലർ 3 മണിക്ക് തന്നെ നീക്കുണ്ടാവും. 3 മണിക്ക് നീച്ചു വെച്ചിട്ട് സെഷനാവോ? ഇല്ല, ചിലപ്പോൾ അദ്ദേഹം വേറെ വല്ലതും ആവും ചെയ്യണ്ടാവുക. എത്ര സമയം എം ഭാവം സ്മരൻ, ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കാൻ കഴിഞ്ഞു ആ ധ്യാനത്തിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പോൾ പറയും ധ്യാനിക്കാൻ ബുദ്ധിമുട്ടാ. ഒരു ബുദ്ധിമുട്ടും ഇല്ല. നിങ്ങൾ ഹരേരാമ സന്ധിക്ക് ചൊല്ലാറില്ലേ മഹാമന്ത്ര? ഈ ഒരു നിയമവും നോക്കാൻ ഏത് പെലയിലും ചൊല്ലാം. അപ്പോൾ ഹരേരാമ ചൊല്ലുമ്പോൾ ഭഗവാന്റെ കേശാദിപാദം ആദ്യം ഹരേ രാമ ചൊല്ലുമ്പോൾ ഭഗവാന്റെ കാലുകളെ, ഭഗവാന്റെ കിങ്ങിണി, ഭഗവാന്റെ കാൽമുട്ടുകളെ, ഭഗവാന്റെ തുട, ഭഗവാന്റെ അരക്കെട്ട്, ഭഗവാന്റെ അരഞ്ഞാണം, ഭഗവാന്റെ മഞ്ഞപ്പട്ട്, ഭഗവാന്റെ ആലിലെ വയറ്, ഭഗവാന്റെ വിശാലമായ നെഞ്ചിൻ കൂട്, ഭഗവാന്റെ തുളസിമാല, ഭഗവാന്റെ ശ്രീവത്സം, ഭക്തവാത്സല്യം വിളിച്ചോതുന്ന ശ്രീവത്സം, ഭഗവാന്റെ കയ്യിലെ സുദർശന ചക്രം, ഭഗവാന്റെ കയ്യിലെ ശംഖ് ചക്രഗദാ പത്മങ്ങൾ, അത് കഴിഞ്ഞാൽ ഭഗവാന്റെ സുന്ദരമായ താടി, മൂക്ക്, സുന്ദരമായ നാസിക, ഉയർന്ന നാസിക, മകരകുണ്ടലങ്ങൾ വിളങ്ങുന്ന താടി, കവിളല്ലുകൾ, കരുണാമയനായ കരുണാസമുദ്രമായ കണ്ണുകൾ, ഉലകം സൃഷ്ടിച്ച് സംഹരിക്കുന്ന വളഞ്ഞ പുരികക്കൊടികൾ, നെറ്റിത്തടം, കുറുനിരകൾ, ഭഗവാന്റെ സൂര്യകോടി പ്രഭയുള്ള ആ ഒരു കിരീടം, മയിൽപ്പീലി. ഇത്രയുള്ളൂ ധ്യാനം. എന്നിട്ട് പിന്നെയും ഹരേരാമ ചൊല്ലുമ്പോൾ കിഴിപ്പെട്ടന്നെ. ഇത്ര ധ്യാനിച്ചാൽ ഭഗവാന്റെ കൂടെ ഇല്ലേ നമ്മളെന്താണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയായി മാറും. അന്ത്യേ നാരായണ സ്മൃതി. അവസാന സമയത്ത് ഹരേ കൃഷ്ണ എന്ന്, നാരായണ എന്ന് അജാമിളൻ വിളിച്ചതുപോലെ വിളിക്കാൻ കഴിയണമെങ്കിൽ ഇങ്ങനെ ഒരു സംസ്കാരം, നാമജപ സംസ്കാരം നമുക്ക് ഉണ്ടായിരിക്കണം. ഇനി പറയാണ്, നല്ലൊരു ഗതി അവനുണ്ടാവാൻ പിത്രർത്ഥമായി പക്ഷികളിവയെല്ലാം ഭക്ഷിച്ചു സുഖിക്കണം. പക്ഷീന്ദ്രൻ അതുകൊണ്ട് തൃപ്തനായി ഭവിച്ചാലും. നമ്മൾ പറയും കാക്ക വന്ന് കൊത്തട്ടെ എന്നില്ലേ? അരിയും ചോറൊക്കെ വലിച്ചെറിഞ്ഞാൽ മറ്റു ജീവികൾ ഭക്ഷിക്കും, അത്രയേ ഉള്ളൂ അതിലൊക്കെ. ഇപ്പം മീനൂട്ട് നടത്തുന്നില്ലേ? ഇപ്പോൾ രാമായണ മാസമാണല്ലോ. ഓരോ ക്ഷേത്രങ്ങളിൽ ചെന്നാലും തൃപ്രയാറൊക്കെ പുഴയിലാണ് അത്രയും വലിയ മത്സ്യങ്ങൾ. ആ മീനൂട്ട് ഇങ്ങനെ നടത്തുമ്പോൾ അവർ വന്നിട്ട് ഓരോ ഋഷികളും ദേവതകളും നമ്മുടെ പിതൃക്കളും ആ
മീനുകളായി അവിടെ വന്ന് ആ ഭക്ഷണം സ്വീകരിക്കുന്നു എന്നാ പറയുന്നത്. 3 നദികൾ ഗംഗ, യമുന, സരസ്വതി അവിടെ ഉണ്ട് എന്നാ പറയുന്നത് കൂടൽമാണിക്യത്തിലെ ആ വിശാലമായ കുളത്തില്. അപ്പോ അതൊക്കെ അറിഞ്ഞങ്ങനെ അത് പോയി കാണുമ്പോൾ ആരാധിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം. ഇനിയും പറയാണ് ഭഗവാനെ കുറിച്ച് വർണ്ണിക്ക. കാരുണ്യമൂർത്തി കമലേക്ഷണൻ മധുവൈരി സാരൂപ്യം ഭവിക്കുന്നു സാദരമരുൾ ചെയ്തു. ഭഗവാനെ കണ്ടുകൊണ്ട് മരിച്ചാൽ, ഭഗവാന്റെ നാമം ചൊല്ലിക്കൊണ്ട് മരിച്ചാൽ എന്താ, എൻ്റെ തന്നെ രൂപം നിങ്ങൾ പ്രാപിക്കും. അജാമിളന് മോക്ഷം കൊടുക്കുന്ന സമയത്ത് ആരാ വന്നത്? വിഷ്ണു പാർഷദന്മാരാണ്. ഭഗവാന്റെ അതേ രൂപത്തിൽ ശംഖചക്രഗദാപത്മങ്ങളായിട്ട് അത്രേ വന്നത്. ഭഗവാൻ എന്നെ ആണോ എന്ന് തോന്നിന. ഇവിടെ പറയാ ജടായുവും ഭഗവാന്റെ സാരൂപ്യം പ്രാപിച്ചു. എന്നിട്ടോ പൂജിതനായി സ്തുതിക്കപ്പെട്ടു മുനികളാൽ തേജസ സകല ദിഗ്വ്യാപ്തനായി കാണായി വന്നു. അതായത് എല്ലാ മുനികളും ദേവന്മാരും എല്ലാം വന്ന് സ്തുതിച്ച് അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. വിഷ്ണു പാർഷദന്മാർ വന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ തുടങ്ങുമ്പോൾ ജടായു ഭഗവാനെ അങ്ങോട്ട് സ്തുതിക്കുക. രാമായണത്തിൽ നിറയെ സ്തുതികളാണ്. ഇനി ഇന്നലത്തെ പോലെ പറഞ്ഞു പോണില്ല, നാളെ വേറെ ആളാണ് വരിക. അതെ, ഇനി കുറച്ച് കാര്യങ്ങളും കൂടി പറയാം. അരമണിക്കൂറുണ്ടല്ലോ. ഇപ്പം ഈ 2 ഭാഗം പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടാ? സ്തുതി നാളേക്കുള്ള ആൾക്കാ, അയാൾ പ്ലാൻ ചെയ്തു വരും. ഹരേ നാരായണ. ഈ പറഞ്ഞ ഭാഗത്തെ തത്വം കൂടി പറഞ്ഞുതരാം. ഈ ഭാഗത്തിലേ ജടായു ഗതി ആണ് പറയുന്നത്. എനിക്കൊരു ഗതി ഇല്ല എന്നൊക്കെ മുത്തശ്ശി പറയുന്നത് കേട്ടിട്ടില്ലേ? അപ്പൊ എന്തിനുള്ള ഗതിയല്ലാത്തത്? നമുക്കൊക്കെ തട്ടിക്കൂടി കഴിഞ്ഞു പോകാനുള്ള ഗതിയൊക്കെ ഇപ്പൊ എല്ലാ വീട്ടിലും ഉണ്ടല്ലേ. പണ്ടേയിരുന്നു പട്ടിണിയൊക്കെ. എന്തിനാ ഗതി വേണ്ടതെന്ന് ചോദിച്ചാൽ ഈ ജടായു മരിച്ചതുപോലെ മരിക്കാൻ ഒരു ഗതി ഉണ്ടാവണേ ശ്രീരാമചന്ദ്ര എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതാണ് ഒന്നാമത്തെ തത്വം. മരണം എങ്ങനെയായിരിക്കണം? വേറൊന്നും ചിന്തിക്കണ്ട. നമ്മളെ FDനെ കുറിച്ച് ചിന്തിച്ച് മരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? സ്വത്ത് 5 ഏക്കർ കിടക്കുന്നുണ്ട്, അയ്യോ ഭാഗിച്ചിട്ടില്ലല്ലോ, എൻ്റെ ചെറിയ മകളോടൊക്കെ ഏറ്റവും ഇഷ്ടം, അവൾക്ക് കൊടുക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? മോക്ഷം കിട്ടില്ല, വീണ്ടും അതിലും വലിയ സ്വത്തിൻ്റെ ഉടമയായിട്ട് ജനിക്കേണ്ടി വരും. എന്താലോചിച്ചിട്ടാണോ നമ്മൾ മരിച്ചു പോണേ അതന്നെ ആവുത്രേ. മാനായി ജനിക്കേണ്ടി വന്നില്ലേ? ജഡഭരതനെയൊക്കെ അറിയാലോ ഭാഗവതത്തില്. അതുകൊണ്ട് എപ്പോൾ നോക്കിയാലും കൃഷ്ണൻ കൃഷ്ണൻ കൃഷ്ണം, രാമൻ 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 എന്ന ചിന്തയോടുകൂടി ഭഗവാന്റെ നാമസ്മരണയോടുകൂടി നിങ്ങൾ ജീവിച്ചു എന്ന് പറയാ. അത് നാരായണീയം ചേർത്ത് പറഞ്ഞു തരാം. നാരായണീയത്തിലെ 6ാമത്തെ ദശകം എത്തുമ്പോൾ ഭഗവാന്റെ ആ ഒരു വിശ്വരൂപം അങ്ങോട്ട് വർണ്ണിക്കുക. അവസാനിപ്പിക്കുന്നത് എങ്ങനെയെന്നറിയോ? എങ്ങനെ വേണം എന്നുള്ളത് മരിക്കുമ്പോൾ. ഏവം ചതുർദശ ജഗന്മയതാം ഗതസ്യ പാതാളമീശതവ പാദതലം വദന്തി. അങ്ങനെയല്ലേ തുടങ്ങണേ? നാരായണീയക്കാർ ഇവിടെ ഉണ്ടല്ലോ, നാരായണീയ സമിതിയൊക്കെ ഉണ്ടല്ലോ കാണാമ്പുഴ പൂവാരക്കൊക്കെ. അപ്പോൾ നമിക്കുക ഞാൻ സാറിനെയൊക്കെ. അത് കാരണം കുറേ ആൾ ചെയ്തുല്ലോ. നമ്മൾ കാരണം 4 ആൾ അങ്ങോട്ട് രാമായണം വായിക്കുക, 4 ആളാണ് നാരായണീയം പഠിക്കുക. ഇതിലും വലിയൊരു പുണ്യം എന്താ ഉള്ളത്? അപ്പോൾ ഈ പാതാളമൊക്കെ ഭഗവാനെ അങ്ങയുടെ ഓരോ ഭാഗങ്ങളല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ വർണ്ണിക്കുകയാണ് ഭഗവാന്റെ വിശ്വരൂപം. അവസാനം പറയാ ഈ ദൃഗ്ജഗന്മയവ പുസ്തവ കർമ്മഭാജാം കർമാവസാന സമയേ സ്മരണീയമാഹു തസ്യാന്തരാത്മവപുഷേ വിമലാത്മനേ തേ വാദാലയാധിപ നമോസ്തു നിരുന്ധിരോഗാൻ. ഈ ജഗന്മയവഭൂ സ്തവകർമ്മഭാജാം. ഈ കർമ്മങ്ങളെല്ലാം ചെയ്യുമ്പോൾ കർമാവസാന സമയേ, ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അവസാന സമയത്ത് ഹേ കൃഷ്ണ അങ്ങയെ സ്മരിക്കാൻ തോന്നിപ്പിക്കണമേ. എപ്പോഴാ കർമാവസാനം? മരണം തന്നെ. മരിക്കുന്ന സമയത്ത്, മരണമെത്തുന്ന സമയത്ത് കൃഷ്ണ അങ്ങയെ സ്മരിക്കാൻ തോന്നിപ്പിക്കണമേ. ക്രൂരമ്മയെ പോലെ വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ തോന്നിപ്പിക്കണമേ ജഗദീശ്വര എന്നാണ് ജടായുഗതി ഓർമ്മിപ്പിക്കുന്നത്. രാമചന്ദ്രനെ കണ്ട് മരിച്ചില്ലേ? എന്നിട്ട് എന്താ പറയുന്നത്? നിരുന്തിരോഗാൻ. ഈ ആദ്യത്തെ 2 അധ്യായങ്ങളിലും പറയില്ല, സന്തോഷത്തോട് കൂടി പോയി ഇരുന്നൊക്കെ മീൻ തൊട്ട് കൂട്ടാൻ പറഞ്ഞു ഇത്രേ. നേരെ പോയി എന്താ മത്സ്യാവതാരം തൊട്ടുകൊണ്ട് വർണ്ണിക്കുക. എന്നിട്ട് 2 അധ്യായം കഴിഞ്ഞപ്പോൾ വാദത്തിന്റെ അസ്കിയത അങ്ങോട്ട് തുടങ്ങി. അപ്പോ പിന്നെ തുടങ്ങണതിലൊക്കെ എന്താ അവസാനിക്കണത്? എൻ്റെ അസുഖം മാറ്റണേ. ലോകര് മുഴുവൻ ഇപ്പോ അമേരിക്കയിലേക്ക് വരെ നാരായണീയെ അയച്ചുകൊണ്ടിരിക്കുക. ലോകര് മുഴുവൻ ഇപ്പോ ഇത് അയക്കണേനെ കുറിച്ചാണ് വിളിച്ച് ചോദിക്കുക. ഈ നാരായണീയത്തിന്റെ പുറകെയാ. അപ്പൊ എന്താ, ഒരു ദശകം വായിച്ചങ്ങോട്ട് സമർപ്പിച്ചോളൂ.
അപ്പോഴേക്കും സംശയം, ഒന്നും രണ്ടും ചേർത്ത് വായിക്കണോ അവസാനത്തെ മാത്രം വായിക്കണോ, ആകെ സംശയം. എന്ത് പറഞ്ഞു കൊടുത്താലും സംശയം തീരലില്ല. അപ്പോൾ സംശയാത്മകമായിട്ട് നമ്മൾ ഭജിച്ചിട്ട് കാര്യമില്ല, ഭഗവാൻ സ്വീകരിക്കില്ല. ഒരു സംശയവും ഇല്ല ഭഗവാനെ, അങ്ങനെ എനിക്ക് കാണാൻ പറ്റും. നിങ്ങളാണ് ചിന്തിച്ചു നോക്കൂ, കാണാൻ പറ്റും. അങ്ങനെ ഉറച്ച ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ, ഉറച്ച ഒരു ഭക്തി ഉണ്ടെങ്കിൽ നമുക്ക് ഭഗവാനെ കാണാം. അപ്പോൾ അങ്ങനെ വിശ്വസിച്ച് 99 ദശകം എഴുതുക. അപ്പോൾ ഇതൊക്കെ സമർപ്പിക്കുക. ഇനിയിപ്പോൾ ഞാൻ ഇത് എഴുതി ഇതൊന്നും മാറുന്നു തോന്നണില്ല, അസ്ക്യത കൂടി വരാച്ചിട്ട് സമർപ്പിക്കാൻ പോവുക. ഗോപികാഗീതം നോക്കൂ, എത്ര സുന്ദരമായിട്ടാ. ചിലർ പറയും എനിക്ക് നാരായണിയൊന്നും കടിച്ചാൽ പൊട്ടണില്ല ടീച്ചറെ, എങ്ങനെയാ അപ്പം തോന്നുന്നു. അപ്പം ഞാൻ പറയും, നിങ്ങൾ ആദ്യമൊന്നും തന്നെ എടുക്കണ്ട, ആ 68ാമത്തെ ദശകം എടുത്തു വെക്കൂ. തവ വിലോകനാൽ ഗോപികാജന പ്രമദ സങ്കുല പങ്കജേക്ഷണ അമൃതധാരയാ സംപ്ലുത ഇവ സ്ഥിമിതദാം ദധു പുരോഗത. ഹേ താമരക്കണ്ണ, അങ്ങയെ കണ്ടപ്പോൾ ഗോപികമാർ അമൃതവർഷം പെയ്തതുപോലെ മുങ്ങിക്കുളിച്ച് മിഴിച്ച് നിന്നില്ലേ? ഭട്ടതിരിപ്പാട് ചോദിക്കുക, എന്ത് സുന്ദരമായിട്ടാ അത് വർണ്ണിച്ചു വെച്ചിരിക്കണേ. ഭാഗവതത്തിൽ എന്താ പറയണത്? കരസരോരുഹം കാന്തകാമദം ശിരസി ദേഹിന ശ്രീകരഗ്രഹം. ഹേ കൃഷ്ണ, അങ്ങയുടെ ആ ശ്രീകരങ്ങൾ കൊണ്ട് ഈ തലയിൽ വെച്ചൊന്ന് അനുഗ്രഹിക്കണമേന്ന്. അപ്പോൾ അത്രയും സുന്ദരമായി ഭക്തിയുടെ ആ പരമോന്നതിയിൽ നിന്ന് രചിച്ചു വെച്ചിരിക്കുന്ന ആ നാരായണീയം. എന്നിട്ട് പിന്നെ 99ാമത്തെ ദശകം എത്തുമ്പോഴേ എല്ലാം എന്താ, ഏകാദശിയെ കുറിച്ചൊക്കെ അവിടെ പറയുന്നത്. ഗോപിക ചന്ദനം തൽ, അങ്ങനെ ഒരു വരി വരുന്നുണ്ടല്ലോ. ഈ 9 കാര്യങ്ങൾ ചെയ്യണമെന്ന ഏകാദശി നോറ്റാൽ. അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അവിടെ പറഞ്ഞു വെച്ചിരിക്കുക. എന്നിട്ട് ഈ വേദങ്ങളുടെ തത്വങ്ങൾ കറന്നു വെച്ചിരിക്കുക 99ാമത്തെ ദശകത്തിൽ. അപ്പോൾ ഇത് സമർപ്പിക്കാൻ ചെന്നപ്പോൾ ഭഗവാൻ ഒരു നീല വെളിച്ചമായിട്ട് ഇങ്ങോട്ട് വന്നു ഇത്രേ ഗുരുവായൂർ ആ ശ്രീലകത്തിനുള്ളിൽ. ഭട്ടേരിപ്പാടോട് ഇങ്ങനെ ആ വെളിച്ചത്തിൽ എങ്ങനെയാണ് ആ വേണുഗോപാല രൂപത്തിൽ അങ്ങോട്ട് നിന്നിട്ട് ചോദിക്കുക, ഏ ഭട്ടേരിപ്പാട്, പിന്നെ കണ്ടില്ലേ, എന്നെ കുറിച്ച് ഒന്നും എഴുതണില്ലേ? അപ്പോഴാണ് എഴുതിയത്. പോരട്ടെ, അഗ്രേ പശ്യാമി തേജോ നിബിഡതരകളായ വലി ലോഭനീയം. അത് അവസാനിപ്പിക്കുന്നതോ അതിനു മുമ്പ് പറയുന്നുണ്ട്, ഇത്തം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യ സിന്ധു കൃഷ്ണ. കഴിഞ്ഞ ദിവസം പെരുന്നവണ്ണ ചെന്നൊരു വീട്ടിലേ 94 വയസ്സായിരുന്നു മുത്തശ്ശന്. അപ്പോൾ കണ്ണ് ഓപ്പറേഷൻ ചെയ്യണം തിമിര. അപ്പോൾ ഈ വയസ്സിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറഞ്ഞു അത്രേ. അപ്പോൾ മകള് ഐ സ്പെഷ്യലിസ്റ്റ് അൽസലാമയിൽ. മുത്തച്ഛൻ അത്ര ആഗ്രഹിച്ച് ചെയ്യാന്ന് പറഞ്ഞു, അത് ചെയ്തു, സക്സസ് ആയി. അപ്പോൾ ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുമ്പോൾ ഞാൻ കയറി ചെല്ലണേ. അപ്പോൾ അയാളുടെ മകൻ എൻ്റെ ഒരു ഫോളോവറാണ് യൂട്യൂബിൽ. അപ്പം അതേ ടീച്ചർക്ക് നാരായണിയൊക്കെ അറിയാം. സിറ്റ് ഔട്ടിലൊരു നാരായണീയം, തളത്തിലൊരു നാരായണീയം, ബെഡ്റൂമിലൊരു നാരായണീയം, സർവ്വതാ നാരായണീയം. അപ്പോൾ നാരായണീയത്തിൻ്റെ ആളാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ ശ്രുതി ഇങ്ങോട്ട് ചൊല്ലി, ഇത്തം ചിത്തസ്ഥിതം മേ പവനപുരപദേ പറഞ്ഞിട്ട് അവിടെ നിർത്തിയതും അവിടുന്ന് ഇങ്ങോട്ട് നീട്ടു കൃഷ്ണ എന്നും പറഞ്ഞിട്ട്. അപ്പോഴാണ് ആ ശ്ലോകങ്ങളുടെ ശക്തി, അത്ര തളർന്നിരിക്കുന്ന ആ മഹത്വമുള്ള വ്യക്തി, ആ മഹാനുഭാവൻ അങ്ങോട്ട് പൊങ്ങി. ആരാ പൊക്കിയത്? അത്രയ്ക്കും ആഗ്രഹ നാരായണീയൻ ചൊല്ല. എന്നിട്ട് അവസാനിപ്പിക്കുന്നതോ, അവസാനം എത്തുമ്പോൾ എന്താ പറയുന്നത്? അജ്ഞാത്വാദേ മഹത്വം യതിഹ നിഗദിതം വിശ്വനാഥ ക്ഷമേധ. അത് തന്നെക്കും പറയാനുള്ളൂ. ഞാൻ എന്തൊക്കെയോ ഇവിടെ ഇരുന്ന് പറഞ്ഞു, രാമു വിഗ്രഹവാൻ എന്നൊക്കെ പറഞ്ഞു 10 മണിക്ക് അങ്ങോട്ട് തുടങ്ങി, ദേ 11:30 കഴിഞ്ഞു. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. അജ്ഞാത്വാദേ, ഭഗവാന്റെ മഹത്വം നമുക്ക് വർണ്ണിക്കാനാവില്ല. ശങ്കരാചാര്യസ്വാമി എന്താ പറഞ്ഞത്? അവസാന സമയത്ത് പറയാ, കൃഷ്ണ ഞങ്ങൾ 3 തെറ്റുകൾ ചെയ്തു കേട്ടോ. എന്താ? വർണ്ണിക്കാനാവാത്ത അങ്ങയെ വർണ്ണിക്കാൻ വേണ്ടി ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചില്ലേ ഞാൻ. ഭാഷകൾ അറിയാത്ത, ഭാഷകൾക്കൊക്കെ അതീതനാണ് ഭഗവാൻ. അങ്ങയെക്കുറിച്ച് എന്തൊക്കെയോ രചിച്ചു വെച്ചു. അങ്ങയുടെ ആ ശക്തി ഈ തിരുനടയിലാന്ന് കരുതി ഒരു ക്ഷേത്രത്തിന് മുമ്പിൽ നിന്ന് ഞാൻ തൊഴുതു പ്രാർത്ഥിച്ചു. അതുപോലെ അങ്ങ് ഈ ലോകത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലുമാണെന്ന് കരുതി ഞാൻ തീർത്ഥാടനം ചെയ്ത് നടന്നു. ഇതൊക്കെ ഞാൻ ചെയ്ത തെറ്റുകളാന്നാ പറയുന്നത്. അങ്ങനെ പറയണമെങ്കിൽ എവിടെ എത്തണം? അങ്ങ് എത്തണം. ആചാര്യസ്വാമി 32 വയസ്സായപ്പോഴേക്ക് സർവ്വ ഗ്രന്ഥങ്ങൾക്കും വ്യാഖ്യാനം എഴുതി. അപ്പൊ എവിടെ എത്തിയിട്ടുണ്ട്? അങ്ങനെ എത്തുന്നവർക്കേ അത് ചിന്തിക്കാൻ പറ്റൂ. സന്യാസിയായ ക്ഷേത്രത്തിൽ വരണ്ടാ പറയും. നമ്മൾ അങ്ങനെയൊന്നും എത്തിയിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ആചാര്യസ്വാമി അങ്ങനെ പറഞ്ഞു എന്ന്
ടീച്ചർ പറഞ്ഞു എന്നിട്ട് ഇതൊന്നും ചെയ്യാതിരിക്കരുത്. തീർത്ഥാടനം പോയാൽ ഇപ്പൊ നാലമ്പല ദർശനം എന്താ പുണ്യം. തീർത്ഥാടനം പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒന്നാമത് നമ്മൾ നേരത്തെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ നീക്കും. ബസ്സുകാർ പറയും നേരത്തെ വന്നോളൂ, അല്ലെങ്കിൽ അവിടെ ക്യൂ ആവുന്നു. അപ്പൊ നേരത്തെ നീക്കും എന്നുള്ളവർ. ഗംഗയെ ഉണർത്തി കുളിക്കണം എന്നാണ് ഹൈന്ദവനായ. ഗംഗ ഉണരുന്നതിന് മുമ്പ് ഗംഗയെ ചെയ്യുമുനെ ചെയ്യുക കുളിച്ചു. നമ്മൾ കുളിക്കുമ്പോൾ എങ്ങനെ കുളിക്കണം? ശരീരവും മനസ്സും ശുദ്ധാക്കി കുളിക്കണം. കാരണം അമ്പലത്തിൽ പോകാൻ പഞ്ചശുദ്ധി വേണം. പഞ്ചശുദ്ധി എന്തൊക്കെയാ? വായലാണ് 2 ശുദ്ധി. ആഹാരശുദ്ധി വേണം, വാക്ശുദ്ധി. ഇതാണ് വായിൽ 2 ശുദ്ധി. ശരീരം മനസ്സും ശുദ്ധാക്കിയിട്ട് കുളിക്കുക. ശരീരശുദ്ധി, മനഃശുദ്ധി. പിന്നെ അമ്പലത്തിക്ക് തന്നെ വരികയാണ്. ഇപ്പോൾ ഒരു പൂച്ച അങ്ങനെ നടന്നു പോകുന്നുണ്ട്, വെറുതെ അത് പോവാ. പൂച്ച ആരെയും ഒന്നും കാട്ടില്ല, കൊടുത്തൊരു വീക്ക്. അപ്പോൾ കർമ്മശുദ്ധി ആയില്ലേ? അപ്പോൾ അതാണ് പറഞ്ഞത്. അതുകൊണ്ട് ഈ 5 ശുദ്ധി പാലിക്കാൻ നേർത്ത നീട്ട് കുളിച്ച്, നാമജപത്തോടു കൂടി കുളിച്ച്, നേർത്ത അന്ന് വിളക്കൊക്കെ വെക്കും. ശിവോതിയൊക്കെ നേർത്ത വെച്ചു അല്ലേ? കിണ്ടി വെള്ളമൊക്കെ 5 മണിക്ക് തന്നെ വെക്കും അമ്മ. അപ്പോൾ അതൊക്കെ പാലിക്കും തീർത്ഥാടനം പോകുമ്പോൾ. എന്നിട്ടാണ് കയറി കഴിഞ്ഞാലോ എല്ലാവരും നാമജപവും കീർത്തനവും അങ്ങനെ പോയിട്ടേ കാര്യമുള്ളൂ തീർത്ഥാടനത്തിന് കേട്ടോ. അതിനുള്ളിലാണ് കയറി കഴിഞ്ഞാൽ ജപം, രാമസ്തുതിയ. ദശരഥ പുത്ര ശ്രീരാമ സീതാപതിയേ ശ്രീരാമ രാവണ യുദ്ധം ചെയ്തവനേ അയോധ്യ രാജ്യം വാണവനേ. ഇത് പാടുമ്പോഴോ ഹൈ എന്താ സുഖം. ദശരഥ നല്ല ചിലവപ്രകനെ കൊട്ടി. അപ്പൊ പിന്നെ എന്താ ലയിച്ചിങ്ങനെ ഇരിക്കുക. ഇതിൽ എത്ര ഭക്തി ഇല്ലാത്തവനും ഇതിൽ ഭക്തി. അത് ഭക്തി എന്താണോ? ഭജൻസിലൂടെ, കീർത്തനങ്ങളിലൂടെ ഉറച്ചു ജപിച്ച ഭക്തിയായി. ഞങ്ങളിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് രാമ രാമ രാം രാമ രാമ രാം രാമ രാമ രാം ശ്രീ രാമ രാമ രാം. രാമമന്ത്രം വെറും രാമമന്ത്രമേ ഉള്ളൂ. പക്ഷേ അതിലൊരു ലയം നിങ്ങൾക്ക് വരുന്നുണ്ട്. ആ മനസ്സിനെ അങ്ങനെ ഉയർത്തി, ആ പരബ്രഹ്മത്തിലേക്ക് അങ്ങനെ ഉയർത്തി ജീവാത്മാവിന് സുഖിക്കാൻ കഴിയുക. അതാണ് ഏറ്റവും സുഖം. അതിനപ്പുറം ഒരു സുഖമില്ല. വേറെ എല്ലാ സുഖവും. ഇപ്പം നാവ് നമ്മളിപ്പോൾ നാളെ ഞായറാഴ്ച ഒരു പരിപ്രദോനം അങ്ങോട്ട് വെച്ചു എന്നിട്ടോ എത്ര പണി ഇടിച്ച് പിഴിഞ്ഞ് ആകെ തളർന്നിട്ട് വന്നിരിക്കും. പിന്നെ ഒന്നും വേണ്ടാതായി ഉണ്ടാവും. ഒരു ക്ലാസ് കുടിക്കൂലേ? അതിലപ്പുറം വയ്യ. അതും ഷുഗർ അര ക്ലാസ്സേ പറ്റൂ. മുത്തശ്ശീൻ്റെ കൈമ പിടിക്കും കുട്ടികൾ. ഇപ്പോഴത്തെ കാലമാണ്. നമ്മുടെ കാലഘട്ടം അങ്ങനെയായി പോയി. പണ്ട് കഴിക്കാണ്ടായിരുന്നില്ല, ഇപ്പം ഉണ്ടായപ്പോൾ ഒന്നും കഴിക്കാൻ പാടില്ല. അതല്ലേ അവസ്ഥ. ഒന്നും നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചല്ല. നമ്മളുടെ ആഗ്രഹങ്ങളെ പോലെ ജീവിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം ഇതാരും തീരുമാനിക്കുന്നത്? ഭഗവാൻ തീരുമാനിക്കും. നമ്മൾ വലിയ വലിയ പ്ലാനിങ് ഒക്കെ ചെയ്യും. പക്ഷെ എന്തെങ്കിലും നടക്കാറുണ്ടോ? ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നടക്കും. കാരണം അത്രയും പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലർ വിളിക്കുമ്പോൾ ഞാൻ വിചാരിക്കും സമയത്തൊന്നും അവിടെ എത്താൻ പറ്റില്ല, ഈശ്വര കുടുങ്ങിയോ. പക്ഷേ അതെന്തോ ആ സമയത്ത് ഒരു ആംബുലൻസ് പിന്നാലെ നമ്മളെ വണ്ടിയും പോയാൽ മതി, അവിടെ എത്തും നമ്മൾ. അത് എങ്ങനെയാന്ന് പറയാൻ പറ്റില്ല. ആ സമയത്ത് കറക്റ്റ് അവിടെ എത്തിക്കും. പറയാൻ നമ്മൾ പ്ലാൻ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ അവിടെ അങ്ങനെ ഇരുന്ന് പറയും. അത് നിങ്ങളെ മഹത്വം കേട്ടോ. ആ വേദിയിലിരിക്കുന്ന മഹത്തുക്കളുടെ മുഖം കാണുമ്പോൾ പറയണമെന്നൊന്നും കരുതാത്തതൊക്കെ ഇങ്ങനെ ഒഴുകി ഒഴുകി വരും. അത് ആരുടെ കഴിവാന്നോ? ആ ശ്രീഭദ്ര വാണി മാതാവ് നാവിലങ്ങനെ വന്ന് എൻ്റെ കുട്ടികൾക്ക് ഇതുകൂടി പറഞ്ഞു കൊടുക്കൂ എന്ന് നമ്മളോട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി ഇതിൽ മറ്റൊരു തത്വം, മരണത്തിനെ കുറിച്ചുള്ള തത്വം നമ്മളെ പഠിപ്പിക്കുക. മറ്റൊന്ന്, അച്ഛൻ്റെ സുഹൃത്ത എന്നുള്ള ഭാവം മാത്രമല്ല, ഭക്തനാണ് എന്നുള്ള ഒരു മഹത്വം കൂടി ആർക്കുണ്ടായിരുന്നു. അപ്പം നമ്മൾക്കൊക്കെ ക്ലോസ് ഉണ്ട്. എവിടെയെങ്കിലും ചെന്നാൽ, അപ്പം അമ്പലത്തിലൊക്കെ ചെന്നാൽ തന്നെ കാണാറില്ലേ VIP IIP ക്യൂ ഒക്കെ. അവരൊന്നല്ല കേട്ടോ. ഭഗവാൻ ഏറ്റവും ഇഷ്ടമാണ് 4 മണിക്കൂർ നിന്നിട്ട് വരില്ലേ. എന്നോട് പറയും, കൃഷ്ണൻ തിരുമേനിയുടെ ഗുരുവായൂർ വിളിച്ചിട്ട് ടീച്ചർ വരുമ്പോൾ എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. കാരണം അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി കാണും. പുറത്ത് നിന്ന് കൊടിമരത്തിൻ്റെ ചോട്ടിൽ നിന്നാലും വേണ്ടിയില്ല. ആ ഭക്തിയോടുകൂടി അവിടെ നിൽക്കുന്നവർക്ക്, അവർക്ക് പ്രാദേശിക ക്യൂ നടക്കുക, അവിടെ ഉള്ളവർക്ക് എപ്പോഴും പോയി തൊഴാം. എന്നാലും അവർക്കാണ് ടിക്കറ്റ്. അതൊക്കെ ഓരോ അമ്പലത്തിലും അതൊക്കെ എന്തോ നടക്കട്ടെ, നമ്മുടെ ഈ ഓരോ പ്രോട്ടോകോൾ പ്രകാരം. പക്ഷേ ഭക്തനായി അവിടെ ചെന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ ഗോപുരവാതിൽക്കൽ കാത്തു നിൽക്കും ഗോപികയാവണം. അങ്ങനെ ഒരു അവസ്ഥ നോക്കൂ. മഞ്ജുള എന്താ? മഞ്ജുള എത്രയോ ധ്യാനിച്ചു നിൻ മഞ്ജുള രൂപത്തിൽ ചാർത്തുവാനായി മാലയുമായി നേരം വൈകിയെത്തി മായക്കണ്ണൻ മാല കെട്ടി മോദാൽ. അതാണ് കൃഷ്ണൻ. ഭക്തി മാത്രമേ വേണ്ടൂ. ഭക്തിയോടെ നമുക്ക് തോന്നും ഇപ്പം ഞാൻ എത്ര നേരം നിന്നു, അവരൊക്കെ ആദ്യം തൊഴുതു പോയില്ലേ. നമുക്കൊരു സമയം വെച്ചിട്ടുണ്ടേ. ആ സമയത്തേ നമ്മളവിടെ എത്തൂ. നാളിപ്പോൾ വൈശാഖത്തിൽ പോകണം, സ്കൂൾ തുറക്കട്ടെ വെച്ചിട്ടിരുന്നു. 9 മണിക്ക് ശേഷമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. 10:30 ആയപ്പോഴേക്ക് ക്യൂവിൽ കയറി. പക്ഷെ 11 മണിക്ക് ഒരു നേദ്യത്തിന് അടച്ചതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിന് മുമ്പേ തൊഴുതു പോരുമായിരുന്നു. അപ്പം എന്താ, കുറേ ആഗ്രഹിച്ച് വന്നത്, ഏറെ നേരം നിർത്തണ്ട. പിന്നെ 1000 രൂപയ്ക്ക് പുസ്തകവും വാങ്ങി എല്ലാവർക്കും ഒരു നാരായണീയം പോസ്റ്റ് ചെയ്ത് കൊടുത്തു. കാരണം വനമാല അത് വായിക്കണം, എല്ലാവരും വായിക്കണം എന്ന് കരുതിയിട്ടാ. അപ്പോൾ ഇവിടെ പറയാണ്, ഹേ കൃഷ്ണ, ഇതൊന്നും എനിക്കറിയില്ല. ഞാൻ 1036 ശ്ലോകങ്ങളിൽ ഇതൊക്കെ എഴുതി വെച്ചു. യദിഹ നിഗദിതം
ആരാ പറഞ്ഞിരിക്കുന്നത്? വേദങ്ങളിൽ ഇങ്ങനെ പറയണ്ട, അങ്ങയെ കീർത്തിച്ചാൽ മതി എന്ന്. അതുകൊണ്ട് ഞാൻ എഴുതിയതാണ്. സ്ഫീതം ലീലാവതാരൈരിതമിഹ കുരുതാമായുരാരോഗ്യ സൗഖ്യം. ഹേ കൃഷ്ണ, എനിക്ക് ആയുസ്സും ആരോഗ്യവും സുഖവും തരേണമേ. എത്ര ബുദ്ധിമാനാ ഭട്ടേരിപ്പാട്, ആലോചിച്ച് നോക്കൂ. ആയുസ് ഒരു 10 വയസ്സിലാണ് മരിച്ചുപോയി, നാമം ചൊല്ലാൻ പറ്റുമോ? ഈ ശരീരം കിട്ടിയിരിക്കുന്നത് ഇങ്ങനെ ഇരുന്ന് പറയാനാ, ഭഗവാനെ കീർത്തിക്കാനാ. ഇനി ആരോഗ്യമില്ല, 100 ആയുസ്സുണ്ട്, അവിടെ കിടക്കാനേ വയ്ക്കൂ, പുസ്തകം തുറക്കാൻ വയ്യ, വല്ല കാര്യമുണ്ടോ? മൈക്കുള്ളതുകൊണ്ട് ഇത്തിരിയൊക്കെ കേൾക്കാം. ഇനി ആയുസ്സും ആരോഗ്യമൊക്കെ ഉണ്ട്, ഇവിടെ വന്നിരുന്നു, ഒരു സുഖമില്ല മനസ്സിൽ, വീട്ടിൽ ആകെ അങ്ങട് വെച്ചില്ലേ. എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന് ആലോചിച്ച് നോക്കൂ. പ്രശ്നങ്ങളുടെ ഒരു ലോകത്തിൽ ലൗകികൻ മുങ്ങിത്താണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം മറക്കാൻ ഈ ഭക്തിയാകുന്ന ഔഷധം നിങ്ങൾ അങ്ങോട്ട് എടുത്തോളൂ എന്ന് പറയാ. അപ്പോൾ മരണത്തിനെ കുറിച്ചും പറയുന്നത് ഈ ജടായുസ്തുതിയിൽ നിങ്ങൾ നന്നായി മനസ്സിലാക്കുക. എന്നിട്ട് നമ്മുടെ ആഗ്രഹം എന്തായിരിക്കണം? ഭഗവാനെ കണ്ടുകൊണ്ട് ആ നിന്തിരുമേനി അത് കണ്ടുകൊണ്ട് മരിപ്പാനുള്ള അവകാശം തരണം എന്ന് പ്രാർത്ഥിക്കുക. പിന്നെയോ നല്ല ഒരു അന്ത്യേഷ്ടി നമുക്ക് തരാൻ നമ്മുടെ മക്കൾക്ക്, ഇപ്പോൾ കൊറോണയിൽ മരിച്ച പലർക്കും അത് പറ്റിയില്ല, അവർക്ക് അതിന് യോഗമില്ലായിരുന്നു, നമുക്ക് അതിനൊരു ഭാഗ്യം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുക. കാരണം ആചാരങ്ങൾ അനുഷ്ഠിക്കാനുള്ളതാണ്. ഹൈന്ദവന്റെ എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സയൻസിൽ അധിഷ്ഠിതാണ്. ചാണകമൊക്കെ മെഴുകിയിട്ടുള്ള സംസ്കാരം നോക്കൂ. ഈ പഞ്ചഗവ്യം എന്നൊക്കെ പറയുന്നത് പശുവിൻ്റെ 5 സാധനങ്ങളാണ്. ഇതൊക്കെ 5 മിനിറ്റോ 10 മിനിറ്റോ ഇരുന്ന പുഴു വരുന്നതാ. പക്ഷേ ആ പഞ്ചഗവ്യം ആക്കിയിട്ട് അവിടെ വെച്ചാൽ വൈകുന്നേരം നമ്മൾ ആലിൻ്റെ ചോട്ടിലിരിക്കും, അതിനൊരു കുഴപ്പമില്ലല്ലോ. എങ്ങനെ അത് സംഭവിക്കുന്നു? ഗോമാതാവാണ്. അതൊക്കെ ആ കറക്റ്റായിട്ട് ശേഖരിച്ച് തിരുമേനി അത് കൂട്ടി വെറും വയറ്റിൽ അത് കഴിക്കണം എന്നാ. ഈ ഇവിടുന്ന് നമ്മൾ ത്രിമധുരം വാങ്ങുന്നില്ലേ, അത് ഭക്ഷിച്ചു കഴിഞ്ഞാൽ ബ്രെയിനിന് അത്രയും നല്ലതാണ്. കാരണം അതിൽ 5 സാധനങ്ങളുണ്ട്. കൽക്കണ്ടം, തേനും മുന്തിരി ഒക്കെ നെയ്യും ഒക്കെ ചേർത്ത് ആ മന്ത്രങ്ങളോടുകൂടി പുഷ്പങ്ങളിട്ട് ആവാഹിച്ച് അത് തരുമ്പോൾ നമ്മളത് ഭക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിക്ക് അത്രയും തെളിച്ചം കിട്ടുന്ന, അങ്ങനെ ഇതിരുന്ന് പറയാൻ കഴിയൂ. കാരണം ആ ഭക്തിയോടുകൂടി ആ പ്രസാദമാണ്, നമുക്ക് പ്രസാദിച്ച് തരുന്നതാ. തിരുമേനി പറഞ്ഞു, അത് പ്രഭാഷണത്തിന് വന്ന ടീച്ചറാ, കുറച്ച് ഗണപതി ഹോമത്തിന് പ്രസാദം കൂടി കൊടുക്കൂ. അപ്പം എനിക്ക് നല്ലൊരു അഭിമാനമൊക്കെ തോന്നിയിട്ടോ. പിന്നെ അപ്പം തന്നെ ചിന്തിച്ചു, കൃഷ്ണ ഒന്ന് തോന്നിപ്പിക്കല്ലേ, കാരണം നമ്മളെങ്ങാനും അങ്ങനെ ചിന്തിച്ചാൽ കഴിഞ്ഞു നമ്മളെ കഥ. ഞാനൊന്നുമല്ല, വേദങ്ങളിൽ പറയുന്നത് പുല്ലിലും എളിയവനായവനാണ് എൻ്റെ ഭക്തൻ എന്ന് പറയുന്നുണ്ട്. വിദ്യാ വിനയ സമ്പന്നേ ബ്രാഹ്മണേക വിഹസ്തിനി. രാവിലെ പറഞ്ഞു, അതെ ഇവിടെ ഞാൻ 18 ദിവസം കൊണ്ട് 18 അധ്യായം വായിച്ചു കേട്ടോ ഗീത. കുറച്ച് ഗീതയും പറയുണ്ടോന്ന്. ഗീത അറിയാത്തവൻ ഹൈന്ദവനല്ല. കാരണം ലോകം മുഴുവൻ അംഗീകരിച്ചു ഭഗവത്ഗീത. ഏറ്റവും വലിയ ബിസിനസ് മാനേജ്മെന്റ് ആ ഭഗവത്ഗീത. അതിൽ പറയുന്നതാണ് വിദ്യ വിനയസമ്പന്നി ബ്രാഹ്മണി ഗവിഹസ്തിനി എന്ന്. വിദ്യ ആർക്കുള്ളവനാ? വിദ്യാർത്ഥി. വിനയമുള്ളവനാ. വിനയമുള്ളവനെ ഇവിടെ ഇരിക്കാൻ തോന്നും. ഇപ്പം നിങ്ങൾക്ക് തോന്നുകയാണ്, അവളെ കൈ എത്ര പ്രായമുണ്ട്, എനിക്ക് അവിടെ മുന്നിൽ പോയി ഞാൻ ഇരിക്കുകയെന്ന് തോന്നിയാൽ കഴിഞ്ഞില്ലേ കഥ. അപ്പോൾ എന്താണ് കിട്ടണത്, ആരാണ് കൊടുക്കണത് എന്നുള്ളതല്ല പ്രധാനം, അല്ലേ? ഇപ്പം പ്രസാദമൊക്കെ വാങ്ങും, ആരാ തരുന്നത് നമ്മൾ നോക്കുന്നുണ്ടോ? അതാണ് പ്രധാനം. ആര് കൊടുക്കുന്നു എന്നല്ല, എന്ത് കൊടുക്കുന്നു. അപ്പോൾ ഗീത ചമയ്ക്കുന്ന സമയത്ത് മഹാഭാരതം മറ്റൊരു ഇതിഹാസത്തിലാണ് കൃഷ്ണനോട് എന്താ പറഞ്ഞേ? ന കാംക്ഷേ വിജയം കൃഷ്ണ നച രാജ്യം സുഖാനി ച കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈർജീവിതേന വാ. ഇത് നമ്മളെ ചോദ്യാ. കുട്ടീനെ രാവിലെ നീപ്പിച്ചാൽ എന്താ പറയാ? എനിക്ക് സ്കൂളിലേക്ക് പോകണ്ട, അല്ലേ? ന കാംക്ഷേ വിജയം കൃഷ്ണ. കുറെ പഠിച്ചിട്ടൊക്കെ എന്താ ഇപ്പോൾ എത്ര ആളാ പഠിച്ചിട്ട് ജോലിയില്ല നടക്കണേ? കുട്ടികൾ പറയുന്ന ചോദ്യങ്ങളാ. നമ്മുടെ ജീവിതത്തിൽ കാണുന്ന കാര്യങ്ങൾ തന്നെയാ ഇതിലൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്നിട്ടോ എനിക്കിതൊന്നും വേണ്ട കൃഷ്ണ, ഞാനെന്താ ചെയ്യണത്? ഗാണ്ഡീവം ശ്രംസദേ ഹസ്താൽ. ദേ പോണു ഗാണ്ഡീവൊക്കെ, ഒരു മനുഷ്യനെ അളക്കാൻ പറ്റാത്ത സാധന. ഇത് കൊടുത്തു ദേവന്മാരെന്ന് പറയുമ്പോൾ ആ സാധനം കൈ പിടിച്ചിട്ട് ഒരിക്കലും വിയർക്കാത്ത, വിളറി വെളുക്കാത്ത ആ അർജുനൻ അവിടെ വിയർത്ത് തളർന്ന് ഇരിക്കുക. അപ്പൊ പറയാണ്, ക്ലൈവ്യം മാസ്മഗമ പാർത്ഥ നൈതത്വയുപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ഠ പരന്തപ. പരന്തപ എന്ന് പറഞ്ഞ ശത്രുക്കളെ തപിപ്പിക്കുന്നവനായ അർജുന, നീ ഈ ക്ലൈബ്യം പെണ്ണുങ്ങളെ പോലെ ഇങ്ങനെ വയ്യ പറഞ്ഞിരിക്കുക, അത് എഴുന്നേൽക്കൂ. അതായത് നമ്മളോടാണ് ആ പറയുന്നത്. നമ്മളും തന്നെ രാവിലെ നീച്ച മടി പിടിച്ചിരുന്നാണ്ട് ലീവ് എടുത്താലോ, അല്ലേ? ഇതന്നെയാണ് മടി. എന്താ? ഉത്സാഹം ഉണ്ടെങ്കിൽ നമുക്ക് എന്താവും? ഉയരങ്ങളിലെത്താന്നാ. മടി ഉണ്ടായാലോ എല്ലാം നശിപ്പിക്കുന്ന, അങ്ങനെ ശ്ലോകം തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്? മടി പിടിച്ച് നിങ്ങളുടെ ജീവിതമാകുന്ന തേർത്തട്ടിൽ തളർന്നിരിക്കരുത് എന്ന് പറയാ ഗീത. ഇനി കുറച്ചങ്ങോട്ട് ചെന്ന് 2-ാമത്തെ അധ്യായത്തിലെത്തുമ്പോൾ വേറൊരു ചോദ്യമുണ്ട്. ഗുരുനഹത്വാഹി മഹാനുഭാവാൻ
ശ്രേയോ ഭോക്തും ഭക്ഷ്യമപീഹ ലോകേ ഹത്വാർത്ഥകാമാംസ്തു ഗുരൂനിഹൈവ ഭുഞ്ജീയ ഭോഗാൻ രുധിരപ്രദിഗ്ധാൻ. എന്താ ചോദിച്ചത്? ഈ ഗുരുക്കന്മാരെയൊക്കെ വധിച്ച് രക്തം പുരണ്ട കൈകളെ കൊണ്ട് എന്തിനാ പിന്നെ ഒരു രാജ്യം കൃഷ്ണ? അതിലും നല്ലത് ഭിക്ഷ എടുത്ത് ജീവിച്ചുകൂടെ? വലിയ കാര്യമാണ് ചോദിക്കുന്നത്. ആത്മാവിനെ കുറിച്ചാ ചിന്തിക്കണേ, വധിക്കുന്നതിന്. അപ്പൊ പറയാ, നീ ആരെയും വധിക്കുന്നില്ല, നീ ആരെയും കൊല്ലുന്നില്ല, ആത്മാവിന് മരണമില്ലാട്ടോ എന്ന് പറഞ്ഞു കൊടുക്ക. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുതാ. ഝാൻസി റാണി യുദ്ധകളത്തിൽ വെട്ടേറ്റ് വീണപ്പോ ചൊല്ലിയത് ഈ മന്ത്രാണത്രേ. എന്താണ്? പീരങ്കിപ്പടയ്ക്ക് മുമ്പിൽ, തോക്കുകൾക്ക് മുമ്പിൽ വെറും ഒരു വാളായിട്ടൊരു സ്ത്രീക്ക് ഇറങ്ങി നിന്ന് യുദ്ധം ചെയ്യാൻ കഴിഞ്ഞു എങ്കിൽ അതെന്തിന്റെ കഴിവാ? ഗീത പഠിച്ചതിന്റെ മഹത്വ. ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറയാൻ 2 മണിക്കൂറല്ല 4 മണിക്കൂറും പറ്റും എന്നത് എന്ത് വിശ്വാസ? ഗീതാ ശ്ലോകങ്ങളിലൂടെ മുങ്ങിപ്പൊങ്ങിയതിന്റെ കഴിവാ, അല്ലാതെ എൻ്റെ മഹത്വമൊന്നും അല്ല. ആ ഭഗവാന്റെ ഒരൊറ്റ ശാസ്ത്രം, ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം, ഒരേ ഒരു ശാസ്ത്രമാണ് ദേവകീപുത്രനായ കൃഷ്ണൻ നേരിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. അതാണ് ഗീത, ഭഗവത്ഗീത, ഭഗവാനാൽ ഗാനം ചെയ്യപ്പെട്ടത്. അതങ്ങനെ ഇരുന്ന് വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം. ഇനി 6-ാമത്തെ അധ്യായത്തിൽ എത്തുമ്പോൾ പറയുന്നുണ്ട്, നിന്റെ ശത്രുവും മിത്രവും ഒക്കെ നീ തന്നെയാണ്, വേറെ ആരും അല്ല. അങ്ങനെ പോയി 18-ാമത്തെ അധ്യായത്തിൽ എത്തുമ്പോൾ വലിയ ഒരു ഉപദേശ. നിങ്ങളൊക്കെ ഒരുപാട് കാലമായില്ലേ ഇതിൻ്റെയൊക്കെ പിറകെ ഓടണു, എന്നിട്ട് എന്തേണ്ടായി? ഓരോ മാസത്തെയും ബാലൻസ് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ചിലപ്പോൾ ഒരു ലോണാവും, കടാവും ഇല്ലേ? ഒരസുഖം വന്നാൽ നമ്മളെ ബാങ്ക് ബാലൻസ് ഒക്കെ പോയില്ലേ? എത്രയേ ഉള്ളൂ. അപ്പം എന്താ പറയുന്നതെന്നറിയോ? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചാ. ഹേ കൃഷ്ണ, ഹേ അർജുന, സർവധർമാൻ പരിത്യജ്യ. നമ്മളോടാ പറയണേ, നമ്മളാ അർജുനന്മാർ. നിങ്ങൾ നിങ്ങളുടെ എല്ലാ ധർമ്മങ്ങളും പരിത്യജിച്ച് എങ്ങനെ കാടാമ്പുഴ ഇങ്ങോട്ട് വന്നിരുന്നോളൂ. 32 ദിവസം ഇവിടെ പ്രഭാഷണം ഉണ്ട്. എന്നിട്ടോ മാമേകം ശരണം വ്രജ. വെറുതെ ഇവിടെ വന്നിരുന്നാ പോരാ. ആരെ ആശ്രയിക്കണം? ഭഗവതിയെ ആശ്രയിക്കുക. ഹേ ദുർഗേ, ഞാനിതാ വന്നിരിക്കുന്നു, എന്നെ സ്വീകരിക്കണമേ എന്ന് പറഞ്ഞ് സാഷ്ടാംഗം അങ്ങോട്ട് നമസ്കരിച്ച്. നമസ്കാരത്തിനൊക്കെ ഒരുപാട് തത്വങ്ങളുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒത്തിരി പ്രഭാഷണം കേൾക്കട്ടെ. ഭഗവതി വന്ന് പറഞ്ഞു തരില്ലല്ലോ. ഭഗവതിയുടെ ഒരു പ്രവാചകനെ പോലെ ഒരു ആചാര്യൻ ഇവിടെ വരും, കേൾക്കാം. ഇവിടെ വന്നിരുന്നു. എന്നിട്ടോ അഹം ത്വാ സർവപാപേഭ്യോ. അപ്പൊ തോന്നും, ഞാൻ എൻ്റെ ജോലിയിൽ ഇപ്പൊ മിലിറ്ററിക്കാരൊക്കെ കൊല്ലണൂല്ലേ? കൊല്ലണത് പാപല്ലേ? ബ്രഹ്മഹത്യാ പാപല്ലേ? നമ്മൾ നടന്നു വരുമ്പോൾ എത്ര ചെറുജീവികളെ ചവിട്ടിക്കൊല്ലണു. ജീവിതമായി ഇപ്പോൾ വക്കീലന്മാര് തൂക്കിക്കൊല്ലണു, നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നു. ജോലിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കള്ളത്തരങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. അപ്പോൾ അഹം ത്വാ സർവപാപേഭ്യോ, നിങ്ങളുടെ എല്ലാ പാപങ്ങളും നശിപ്പിച്ച് കഴുകിക്കളയാൻ അഹം ഞാനിവിടെ ഉണ്ട്. മാ ശുച, നിങ്ങൾ ദുഃഖിക്കണ്ട. അഹം ത്വാ സർവപാപേഭ്യോ. പിന്നെ എന്താ വേണ്ടേ? മോക്ഷയിഷ്യാമി മാ ശുച, നിങ്ങൾക്ക് മോക്ഷം തരാൻ ഞാനിവിടെ ഉണ്ട്. എന്തേ വേണ്ടു? നിങ്ങൾ എന്നെ ഒന്ന് ആശ്രയിക്കുകയേ വേണ്ടു. ഈ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ 24 മണിക്കൂറിൽ 8 മണിക്കൂർ നിങ്ങൾ ഉറങ്ങും, 8 മണിക്കൂർ ജോലി ചെയ്യും, ബാക്കി 8 മണിക്കൂർ മുഴുവൻ എന്റർടൈൻമെന്റിന് പോവാതെ. 24 അല്ലേ? എന്നിട്ട് നമ്മൾ എന്തൊക്കെയാ ചെയ്യുന്നത്? സമയമില്ല ടീച്ചറെ, സമയമില്ല. അപ്പോൾ ഒരു 2 മണിക്കൂർ വേണ്ട, അരമണിക്കൂർ ഇതിന് നീക്കി വെച്ചൂടെ? അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിങ്ങളൊരു ഗ്രന്ഥം തുറന്നാൽ പിന്നെ ഏറെ ഒന്നും പഠിക്കേണ്ട. ഞാൻ അത്ര വായിച്ചിട്ടുള്ള ആളൊന്നുമല്ല. നമ്മളെ തന്നെ ഭഗവതി ഇത് പഠിത്തിയാണ് പറയിപ്പിക്കും. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ അത് ആ ധ്യാനം കഴിഞ്ഞാൽ വേറൊരാളായി മാറും നമ്മൾ. ഭഗവതി തന്നെയാണ് നിങ്ങൾക്ക് അത് തോന്നിപ്പിക്കുന്നത്, പറഞ്ഞു കൊടുക്കാൻ. എൻ്റെ കുട്ടികൾ ഇവിടെ ഉണ്ട്. ഇനി ഗീത അവസാനിപ്പിക്കുന്നത് എന്താണെന്നറിയോ? എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീർ വിജയോ ഭൂതിർ ധ്രുവാ നീതിർമതിർമമ. 10 മിനിറ്റ് കൊണ്ട് ഗീത മുഴുവൻ പറഞ്ഞൂല്ലേ? മുഴുവനൊന്നും പറഞ്ഞില്ല, പ്രധാനപ്പെട്ടത് മാത്രം. അവരെ കറന്നെടുക്കുക എന്ന് പറയില്ലേ? സർവോപനിഷദോ ഗാവോ ദോക്താ ഗോപാല നന്ദന. ഒരു ശ്ലോകം അതിൽ ഒഴിവാക്കാനില്ല എന്നുള്ളതാ. അപ്പൊ പറയാണ്, എത്ര യോഗേശ്വര കൃഷ്ണോ, യോഗേശ്വരനായ കൃഷ്ണൻ എവിടെയുണ്ടോ, വില്ലും അമ്പും ധരിച്ച പാർത്ഥൻ എവിടെയുണ്ടോ അവിടെ ധ്രുവ നീതി മതിർ മമ, ബുദ്ധിയും നീതിയും എല്ലാം ശ്രീ, എല്ലാം അവിടെയാണുള്ളത്. ഇവിടെ എവിടെയാണോ ശ്രീരാമചന്ദ്രൻ നിങ്ങൾ പട്ടാഭിഷേകത്തിൽ വെച്ചിട്ടില്ലേ? 11 പേരടങ്ങുന്ന പട്ടാഭിഷേക ചിത്രം, ത്രിമൂർത്തികളും ലക്ഷ്മണനും അനുജന്മാരും ബാക്കി സീതാദേവിയും
ഹനുമാൻ സ്വാമിയും പിന്നെയോ വിഭീഷണനും സുഗ്രീവനും എല്ലാം അങ്ങനെ ഇരിക്കുന്ന 11 വ്യക്തികളുള്ള ആ പട്ടാഭിഷേകത്തിന് മുന്നിൽ വില്ലും അമ്പും ധരിച്ച് ജാഗരൂകനായി നമ്മെ രക്ഷിക്കാൻ കാത്തിരിക്കുന്ന ആ ശ്രീരാമചന്ദ്രൻ ശരംഗം ധരിച്ചിരിക്കുന്ന ആ ഗദാധരനായ കൃഷ്ണൻ അല്ലെങ്കിൽ വിഷ്ണു നാരായണ സ്വാമി നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഗീത ഞാൻ സമർപ്പിക്കുകയാണ്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് പറഞ്ഞതിൽ? എന്ത് സംശയം ടീച്ചറെ? കുറച്ചും കൂടി ആയിക്കോട്ടെ. ഇനി രാമായണം വളരെയധികം വിമർശനാത്മകമായിട്ട് വരുന്ന ഒരു ഗ്രന്ഥമാണ്. ഇനി അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. അപ്പം ഞാൻ പറഞ്ഞു രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നൊക്കെ നിങ്ങളോട് പറഞ്ഞു. പക്ഷേ ഈ രാമസ്വാമി രാവണൻ ഇത്ര ഭക്തനായിട്ടും എന്തുകൊണ്ട് എന്നൊരു ചോദ്യം വരും. അപ്പോൾ ജയിക്കുമ്പോൾ തോൽക്കാൻ ഒരാൾ വേണം. അതുപോലെയാണ് രാവണൻ്റെ മഹത്വം. രാമനില്ലെങ്കിൽ രാവണനോ, രാവണില്ലെങ്കിൽ രാമനോ ഇല്ല. ഈ ഇതിഹാസങ്ങളെക്കുറിച്ച് വിമർശനം ചെയ്യുന്നവര് ഇതിഹാസങ്ങളിലുള്ള കഥ അവനാൻ്റെ ഇഷ്ടത്തിന് കഥാപാത്രങ്ങളെ ചിത്രീകരിക്കുന്നത് കൊണ്ടാണ്. അതിനപ്പുറം നമ്മളെ ഇഷ്ടാനിഷ്ടങ്ങൾക്കല്ലാതെ രാമൻ കേവലം ഒന്നാമത് അവതാര പുരുഷനാണ്, മനുഷ്യനല്ല രാമൻ എന്ന് മനസ്സിലാക്കുക. രണ്ടാമത് ആരും ഇവിടെ അവതാരങ്ങൾ എടുത്ത് അല്ലെങ്കിൽ ജന്മം എടുത്ത് വരുന്നത് വെറുതെ വരുന്നില്ല. ഇത്തിരി പോന്ന ഈയാമ്പാറ്റ അല്ലെങ്കിൽ പാമ്പുകളൊക്കെ നമുക്ക് ആവശ്യമാണ്. ഈ ഭൂമിയിലെ വിഷം സ്വാംശീകരിച്ച് അവരെ വിഷാക്കി മാറ്റും. അതുപോലെ ചെറിയ പ്രാണികൾ, ഇപ്പം നമ്മൾ പഞ്ചമഹായജ്ഞങ്ങൾ ചെയ്യുമ്പോൾ ഭൂതയജ്ഞം ചെയ്യുന്നുണ്ട്. രാവിലെ കോലൊക്കെ വരയ്ക്കാറില്ലേ അരിപ്പൊടി കൊണ്ട്? ആർക്കാ? ഭൂതയജ്ഞാണത്. ഇപ്പോൾ എന്തിനു വേണ്ടിയിട്ട്? ഇപ്പോൾ നമ്മുടെ ഇവിടെ അത് ശീലമില്ലെങ്കിലും അരിപ്പൊടി കൊണ്ട് നമ്മൾ ഓണത്തിന് കോലം വരയ്ക്കും. മാവേലി വെക്കില്ലേ? മാവേലി എന്നാ പറയാമല്ലോ. മഹാബലിനെ അറിയപ്പെടുന്നത് ശരിക്കും വാമനമൂർത്തിയല്ലേ. അപ്പോൾ ആ സമയത്ത് ആ കുഞ്ഞു അരിമണികൾ കഴിക്കാൻ വേണ്ടിയിട്ട് ആര് വരും? ഉറുമ്പുകളും ബാക്ടീരിയകളും ഫംഗസുകളും ഒക്കെ വരും. അപ്പോൾ ആർക്കും വെറുതെ ഒരു ജന്മം കിട്ടുന്നില്ല. പലരും ചോദിക്കും, എനിക്ക് ഇത്രയൊക്കെ പ്രാരാബ്ധമാണ്, ഞാൻ നാമൊക്കെ ജപിക്കുന്നുണ്ട്, എന്നാലും ഒരു സമാധാനമില്ല, എന്തിനാ എനിക്കൊക്കെ ഇങ്ങനെ ഒരു ജന്മം തന്നത്? അങ്ങനെ നിരാശപ്പെടാനുള്ളതല്ല നമ്മുടെ ജീവിതം. എല്ലാവർക്കും അവരുടേതായൊരു സ്പേസ് ഉണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇവിടെ വന്നൂലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കസേര കിട്ടിയില്ലേ? ഏകദേശം എല്ലാ കസേരയിലും ആൾ വന്നു അല്ലേ? അത് വലിയൊരു ഭാഗ്യമാണ്. കാരണം നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ എഴുന്നേറ്റ് പോയാൽ നമുക്കൊരു വിഷമമാണ്. പക്ഷെ അവരിങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ, ഇനി 1 മണി വരെ പറഞ്ഞാലും കുഴപ്പമില്ല എന്ന് തോന്നും. അപ്പം നമുക്കൊരു സ്പേസ് ഉണ്ട് ഈ ഭൂമുഖത്ത് എന്ന് മനസ്സിലാക്കിയിട്ട് അഭിമാനത്തോടു കൂടി ജീവിക്കണം എന്ന് ഓരോ ഗ്രന്ഥങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. അതിനു വേണ്ടിയാണ് ഇതിൽ കുരങ്ങന്മാരെ കാണിച്ചു തന്നു, പക്ഷികളെ കാണിച്ചു തന്നു, രാക്ഷസന്മാരെ കാണിച്ചു തന്നു. ഇവർക്കൊക്കെ ഒരു സ്പേസ് ഉണ്ട്. ഇവരൊന്നും ഇല്ലെങ്കിൽ രാമായണ കഥ പൂർണ്ണമല്ല. അതുകൊണ്ടാണ് വാൽമീകി മഹർഷി വേദതത്വങ്ങൾ ഇങ്ങനെ ഒരു കഥയിലൂടെ പറഞ്ഞു വെച്ചത്. പിന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് മാനവ ധർമ്മശാസ്ത്രം, മനുസ്മൃതി എന്നൊക്കെ പറയില്ലേ, ഈ ധർമ്മശാസ്ത്രത്തിൽ എന്താണോ പറയുന്നത് ആ ധർമ്മത്തിലെ തത്വങ്ങളിൽ അധിഷ്ഠിതമായിട്ടാണ് ശ്രീരാമചന്ദ്രൻ ജീവിച്ചത്. അതാണ് രാമസ്യ അയനം എന്ന രാമായണം. അത് നമ്മുടെ ഭാരതം ഇതിലൂടെ പോകുമ്പോൾ കാണാം. ഉത്തർപ്രദേശിൽ ഇപ്പം ഇന്നലെ പറഞ്ഞില്ലേ, പഞ്ചവടി, ചിത്രകൂടം ഒക്കെ പറയുന്നത് ഉത്തർപ്രദേശിലാണ്. ശരഭംഗാശ്രമ പ്രവേശം ഉത്തർപ്രദേശിലാണ്. അവിടുന്ന് ഇങ്ങനെ പോന്നു. റൂട്ട് മാപ്പ് നോക്കൂ, ഇന്ത്യയുടെ മാപ്പ് എടുത്ത് നോക്കുമ്പോൾ വന്ന് ഏറ്റവും മഹാരണ്യത്തിലേക്ക് പ്രവേശിച്ചു. മധ്യപ്രദേശ് ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള സ്റ്റേറ്റ്. അവിടുന്ന് ഇങ്ങനെ താഴത്തേക്ക് വന്നു രാമേശ്വരം, തമിഴ്നാട്. അവിടുന്ന് വീണ്ടും വന്നു ശബരിമല. അവിടുന്ന് താഴേക്ക് പോയി നേരെ ലങ്കയിലേക്ക്. ഇപ്പോഴും നാസയുടെ ഉപഗ്രഹങ്ങൾ ആ ലങ്കയിൽ പാലം പണ്ട് പണിത സേതു കണ്ടെത്തിയിട്ടുണ്ട് എന്നാ പറയുന്നത്. ഇപ്പൊ നമ്മൾ കെട്ടിയ വേറെ പാലം അവിടെ ഉണ്ട്. അപ്പൊ ലങ്കയിൽ നിന്നും 100 യോജന, കറക്റ്റ് അല്ലേ ആ വഴിയൊക്കെ? യോജനയുടെ അളവൊക്കെ ഇന്നലെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം സത്യമാണ്, നമ്മുടെ ഭൂമുഖത്ത് നടന്നതാണ്. ഇതൊന്നും വിമർശിക്കപ്പെടേണ്ടവയല്ല എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. ഇല്ലാത്തതൊന്നും ഇവിടെ പറഞ്ഞു വെച്ചിട്ടില്ല, ഉള്ള കാര്യം മാത്രമാണ് പറയുന്നത്. ഇനി ഈ രാമായണ കഥയുടെ ലക്ഷ്യം എന്താ എന്നൊന്ന് ചിന്തിക്കണം. എന്തിനു വേണ്ടിയാ? സ്വാർത്ഥമായ അഭിലാഷങ്ങളുള്ള ഒരു വ്യക്തി അവനവന് വേണ്ടി ജീവിക്കും. നിസ്വാർത്ഥമായി ജീവിക്കുന്നവൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കും. അതാണ് വേദതത്വം പരോപകാരാർത്ഥമിതം ശരീരം എന്ന് പറഞ്ഞത്. എപ്പരേശ ഉപകാരായ ജീവതി. ഇവിടെ സ്വാർത്ഥത ഉണ്ടായിരുന്നോ ശ്രീരാമചന്ദ്രന്? എനിക്ക് എൻ്റെ എന്നുണ്ടായില്ല. രാമായണം അത് മാത്രമാണ് നമ്മളോട് പറയുന്നത്. എല്ലാം ത്യജിക്കാൻ തയ്യാറാവുക.
എനിക്കിതൊന്നും വേണ്ടാന്നാണ് ചിന്തിച്ചു നോക്കൂ. ഇപ്പോൾ വീട്ടിൽ ഭയങ്കര സ്വത്ത് തർക്കം നടക്കുക, ആകെ 1.5 സെൻറ്റേ കിട്ടുള്ളൂ, അത് വേണ്ടാന്നാണ് വിചാരിച്ചു നോക്കൂ. കഴിഞ്ഞില്ലേ? ആ സമാധാനം എവിടുന്നാ വന്നേ? നമ്മൾ തന്നെയാണ് നമ്മുടെ സുഖവും ദുഃഖവും ഒക്കെ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ നമുക്ക് ഞാൻ പറഞ്ഞില്ല, 6 അടി മണ്ണ് പോലും നമുക്ക് വേണ്ട. അത്രയും ഉന്നതമായ അന്തേക്ഷിയാണ് നമ്മുടെ കർമ്മങ്ങളിൽ വരുന്നത്. പിന്നെ എന്തിനാ നമുക്ക് കുറേ ഭൂമി? ഇപ്പം അതും ഇല്ല, അതും ചെയ്യാൻ വയ്യ. വൃദ്ധസദനം, ഓരോ വൃദ്ധസദനം നോക്കൂ, ഏറ്റവും കൂടുതലുള്ളത് ഹൈന്ദവരാ. ആദ്യം തന്നെ കുപ്പിപ്പാൽ വെച്ചു കൊടുക്കും, ജോലിക്ക് പോവാം, വലുതാകുമ്പോൾ മറ്റേ കുപ്പി വായിൽ വെച്ച് നടക്കും, അല്ലേ? ഇതാണ് അവസ്ഥ. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതേ നമുക്ക് കിട്ടൂ. സ്നേഹത്തോടു കൂടി പരിചരിച്ച് അവനെ വളർത്തിയിരുന്നെങ്കിൽ പണ്ടുള്ള അമ്മമാർക്ക് ആ ദുഃഖം ഉണ്ടായിരുന്നില്ല. അവർ നോക്കുമായിരുന്നു, ആ സ്നേഹം തിരിച്ചു കിട്ടായിരുന്നു. കാരണം കൊടുത്താൽ കിട്ടുന്നതാണ് സ്നേഹം. ഈ ഭൂമുഖത്ത് നമ്മൾ എന്തെല്ലാം, അത് വേദനയായാലും സന്തോഷമായാലും ഒരാൾക്ക് കൊടുത്താൽ അതിൻ്റെ പ്രതിഫലമായിട്ട് കർമ്മഫലം നമുക്ക് തിരിച്ചു കിട്ടും. അതിനെക്കുറിച്ച് ഇത് പറയുന്നുണ്ട് രാമായണം. ഇനി അവതാര പുരുഷന് ഋഷീശ്വരന്മാര് നമ്മുടെ മുന്നിൽ വരച്ചു വെച്ചത് സ്വാർത്ഥതയുടെ ഭാവത്തിലല്ല, എല്ലാം ത്യജിക്കാൻ വേണ്ടി, അല്ലേ? കൃഷ്ണൻ എന്താ ചെയ്ത്? ഒരു ഭാഗത്ത് പോവും, നേരെ അവിടുന്ന് മധുരയിൽ നിന്ന് എങ്ങോട്ട് പോവും? മറ്റോടത്തേക്ക് പോവും. അപ്പോഴാണ് ഇവർ അന്വേഷിച്ചത്. കൃഷ്ണനെ കാണാഞ്ഞിട്ട് സങ്കടമായി എല്ലാവർക്കും. രാമൻ ഇവിടുന്ന് പോയി, രാമനെ കാണാഞ്ഞിട്ട് അച്ഛന് സങ്കടമായി. അച്ഛൻ എല്ലാം എനിക്ക്, അല്ലെ, എൻ്റെ മകന്, എൻ്റെ ഭാര്യയ്ക്ക് സൗന്ദര്യത്തിൻ്റെ പിറകെ പോയി അച്ഛൻ ദശരഥൻ. തളർന്നു വീണില്ലേ? പക്ഷേ എല്ലാ സമയത്തും തളരാതെ നിൽക്കാൻ ആർക്ക് കഴിഞ്ഞു? ശ്രീരാമചന്ദ്രന് കഴിഞ്ഞു. കാരണം വിശ്വാമിത്ര മഹർഷിയുടെ സത്സംഗം ക്ലാസ് കിട്ടിയിരുന്നു, അതുകൊണ്ടാണ് തളരാതിരുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പം എന്ത് വേണം? നമ്മുടെ ജീവിതത്തിലും നമ്മൾ തളരാതിരിക്കണമെങ്കിൽ ആത്മീയമായ ഒരു അക്കാദമിക് സ്റ്റഡി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണം. അത് എവിടുന്നാ കിട്ടണമെങ്കിലും ഓടിച്ചെന്ന് അവിടെ ഇരിക്കുക. നല്ലതൊക്കെ കിട്ടും, ഇവിടുന്ന് കിട്ടണ ഇതിയെ കളയാതെ ഇവിടെ വെക്കുക, അല്ലെ? കേട്ട് കളയാം, ഒന്ന് പോയി നോക്കാന്നൊക്കെ പറയാം എല്ലാവരും. അതുകൊണ്ട് അങ്ങനെ ആവാതിരിക്കുക. പിന്നെ 2 ഇതിഹാസങ്ങളും യുദ്ധത്തിലാണ് അവസാനിക്കുന്നത്. രണ്ടും കുരുക്ഷേത്ര യുദ്ധത്തിൽ ഒന്ന് അവസാനിക്കുമ്പോൾ രാമരാവണ യുദ്ധത്തിൽ ഒന്ന് അവസാനിക്കുന്നു. അതെന്താ പറയുന്നത്? ഈ ജീവിതം ഇങ്ങനെ ജീവിച്ചു പോകുമ്പോഴേ ഒരുപാട് ഒരസലുകൾ ഉണ്ടാവും, അല്ലേ? ഒരു ക്രൗഡ് സിറ്റി കൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ എത്ര ശ്രദ്ധിച്ചാൽ നമ്മൾ ആരെയും മുട്ടാതെ നടക്കുന്നത്? അതുപോലെ ഒട്ടലില്ലാതെ, ഇന്നലെ പറഞ്ഞില്ലേ, ചക്ക മുറിക്കുമ്പോൾ എണ്ണ പുരട്ടുന്നത് പോലെ ആത്മീയമാകുന്നത്തിരി എണ്ണ അങ്ങോട്ട് പുരട്ടിയിട്ട് ജീവിക്കുക. ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വിഷമങ്ങൾ ഉണ്ടാവില്ല. ഇനി ഒരു രാഷ്ട്ര ജീവിതം എങ്ങനെയായിരിക്കണം എന്ന്, പൊളിറ്റിക്സാണ് രാമായണം ഒരു തരത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ. ഇപ്പോൾ ഗീത ബിസിനസ് മാനേജ്മെൻറ്റാന്ന് പറഞ്ഞില്ലേ, അത് ബിസിനസ് സ്റ്റഡി MBAക്ക് ഒരു പേപ്പറാണ് അമേരിക്കയിൽ ഭഗവത്ഗീത. ബിസിനസ്സിൽ തളർച്ച വരും, ചിലപ്പോൾ വലിയ നഷ്ടങ്ങൾ വരും. അവൻ്റെ മനസ്സിനെ തളർത്താതിരിക്കാൻ ഗീത ശ്ലോകങ്ങൾക്കേ കഴിയൂ. അങ്ങനെ വളരെ വിശാലമായ ഒരു ചിന്ത നമുക്ക് ഉണ്ടാവണം. മറ്റൊന്ന്, പലരും ഉത്തരരാമായണം വായിക്കില്ല ദുഃഖാന്ന് പറഞ്ഞിട്ട്, പക്ഷെ അത് വായിക്കണം. വാൽമീകി രാമായണത്തിൽ എത്ര കാണ്ഡങ്ങളാ? 7 കാണ്ഡങ്ങളാ. ഈ 7ാമത്തെ കാണ്ഡത്തിൻ്റെ പേര് ഉത്തരകാണ്ഡം എന്നാ. അത് കറന്നെടുത്ത് വെച്ചതാണ് ഉത്തരരാമായണം. ഇവിടെ പറയും മുത്തശ്ശിമാരെ, ദുഃഖാണ്, അത് വായിക്കേണ്ട, അഭിഷേകം ചെയ്തു. രാമൻ എന്നും അഭിഷേകം ചെയ്ത് സുഖമായിട്ട് ഇവിടെ കഴിയുമോ? ഈ ശരീരം എടുത്താൽ അത് ത്യജിക്കണം. ആർക്കെങ്കിലും ഇവിടെ അങ്ങനെ കഴിയാൻ പറ്റുന്നുണ്ടോ? മനുഷ്യനായി അവതരിച്ച ശ്രീരാമചന്ദ്രനും പോണം. പിന്നെ രാമായണം വെറുതെ വായിച്ചു പോവാനുള്ളതല്ല. രാമായണം പലരും വായിക്കുന്നുണ്ട്, എത്രയോ ആവർത്തി വായിച്ചവർ ഉണ്ട്. പക്ഷെ രാമായണം വെറുതെ ഇങ്ങനെ വായിച്ച് അതര വ്യായാമം പോലെ പോവരുത്. രാമായണം ഒരു ഉപാസനയാണ്. എന്നും ഒരേ സമയത്ത് പറ്റിയില്ലെങ്കിൽ വേണ്ട, അത് ഏറ്റവും നല്ലത് നിത്യേന വായിക്കുക. മുത്തശ്ശി എന്താ പറഞ്ഞ്? രാമായണം വായിക്കണം, പട്ടിണിക്ക് ഇടരുത് കേട്ടോ. അപ്പോൾ കൂടിയിരിക്കുമ്പോൾ രാമായണം ഗ്രന്ഥം വാങ്ങണം എന്ന് പറഞ്ഞ് വാങ്ങുക. ഒരാൾ പറയാം, അത് വാങ്ങണ്ട കേട്ടോ, പട്ടിണിക്ക് ഇട്ടാൽ പാപമാണ്, വാങ്ങന്നെ വേണ്ടാന്ന് വെച്ചു. മുത്തശ്ശി എന്താ പറഞ്ഞ്? നിർബന്ധമായിട്ടും ഒരു പേജെങ്കിലും നിങ്ങളത് വായിക്കണം എന്നാ പറഞ്ഞ്. ഒരാൾക്ക് പറ്റിയെങ്കിൽ അടുത്ത ആൾ വായിച്ചാൽ പോരെ. ഇനി ഒരു ദിവസം അഥവാ പറ്റിയില്ലെങ്കിൽ ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം, അത്ര ആലോചിച്ചാൽ മതി. അപ്പോൾ അതൊരു ഉപാസനയാണ്. അത് നമ്മൾ എന്തിനാ? മോക്ഷമാർഗം. എന്തേ വേണ്ടു? ധർമാർത്ഥ കാമമോക്ഷം, ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ. അതിലെ മോക്ഷമാർഗത്തിലേക്കുള്ള ഒരു വഴി, ഒരു ചൂണ്ടുവരലാണ് രാമായണം. അതുകൊണ്ട് അതൊരു ഉപാസനയായിട്ട് സ്വീകരിക്കണം. ഇനി ഭാര്യാധർമ്മം, പല വീടുകളിലും പ്രശ്നങ്ങളാ. ഇപ്പൊ ഡൈവോഴ്സ് ഏറ്റവും കൂടുതൽ നടക്കുന്ന കാലല്ലേ? കോടതിയിൽ പോയി നോക്കിയാലേ അറിയുള്ളൂ. വക്കീലെന്താ പ്രാർത്ഥിക്കുക? ഇവിടെ വന്നിട്ട് അമ്മേ ദുർഗേ എന്ന് 4 കേസ് വരണേ. അപ്പോൾ വീട്ടുകാരനെ എന്താ വന്നിട്ട് പ്രാർത്ഥിക്കുക? ഈശ്വരാ ഡൈവോഴ്സ് ആവല്ലേ, അല്ലേ? ഡോക്ടർ എന്താ പ്രാർത്ഥിക്കുക? 4 കേസ് കൂടുതൽ വരണേ, 25 ടോക്കണും വരണേ. നമ്മളെന്താ പ്രാർത്ഥിക്കുക? അയ്യോ മാറ്റി തരണേ, അല്ലേ? ധന്വന്തിരി മൂർത്തി എന്ന് വിളിക്കും നമ്മൾ. ഇതാണ് അവസ്ഥ. ഭഗവാൻ ആകെ കൺഫ്യൂഷനിലാണ്. ഇനി ശത്രുധർമ്മാണ് രാവണൻ പാലിച്ചത്.
സഹോദര ധർമ്മമാണ് ഭരത ശത്രുഘ്നന്മാർ പാലിച്ചത്, ലക്ഷ്മണനും. ഇനി ജയിക്കാന് തോൽക്കാൻ ഒരാൾ വേണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് രാവണനെ ഇങ്ങനെ വരച്ചു കാട്ടിയത്. രാവണൻ മഹാഭക്തന, ഭക്തന്മാർക്ക് മാത്രമേ ശ്രീരാമചന്ദ്രന്റെ സഹായകം കൊണ്ട് മരിക്കാൻ ഭാഗ്യമുള്ളൂ. അത്രയും മനസ്സിലാക്കുക. ഇതിലെ ഓരോ ശ്ലോകങ്ങളും ശോകത്തിൽ നിന്നും ഒഴുകി വന്നതാണ് അല്ലെ. രാമായണം ദുഃഖാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പക്ഷെ ഒരിക്കലും പൂർണ്ണമായും വായിക്കാതിരിക്കരുത്. അവസാനിപ്പിക്കുമ്പോൾ ആ ബ്രഹ്മദേവനൊക്കെ കൂടെ വന്നിട്ടുള്ള ആ സ്തുതിയുണ്ട്. ഭഗവാൻ സരയൂ നദിയിൽ ഇറങ്ങിയിട്ട് ദേഹത്യാഗം ചെയ്യുന്ന കഥയുണ്ട്. ഒരാൾ പറയാ, നിങ്ങളുടെ ശ്രീരാമചന്ദ്രനല്ലേ ആത്മഹത്യ ആദ്യം തുടങ്ങിയത്, പിന്നെ എങ്ങനെ പേപ്പർ തുറന്നാൽ എന്നും ആത്മഹത്യ നിങ്ങളെ ആൾക്കാരാ നിന്നോട് പറഞ്ഞു. അപ്പൊ എന്താ ചോദിച്ചു പറയാ, ശ്രീരാമചന്ദ്രൻ ആദ്യം ആത്മഹത്യ ചെയ്ത് കാണിച്ചു കൊടുത്തില്ലേ. ഇങ്ങനെ വിമർശനാത്മകമായിട്ട് ചിന്തിക്കും. വിമർശനേനെ ചിന്തിക്കണം തന്നെ ഗീത പറയുന്നു. പക്ഷേ തിങ്ക് പോസിറ്റീവ്, ഇങ്ങനെ പറയണം. എന്ത്, ഈ ശരീരം എടുത്താല് ഇത് ഉപേക്ഷിക്കണം. വന്നപ്പോ കൊണ്ടുവന്നതാണോ? അല്ല. ഈ ആത്മാവ് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. ഈ ശരീരമോ ഇതിലിരിക്കുന്ന എന്തെങ്കിലും വസ്തുക്കളോ ഞാൻ കൊണ്ടുവന്നതല്ല. ആ കടയിൽ നിന്ന് ഈ കടയിൽ നിന്നൊക്കെ വാങ്ങി കെട്ടി തൂക്കിയതാ. ഇതിന് വേണ്ടിയിട്ടാവും നമ്മളെ നോക്കുന്നുണ്ടാവുക. അപ്പോ ദുഃഖമാണ് നമുക്ക് കൂടുതൽ, സുഖമല്ല ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യണം. അതുകൊണ്ടാണ് ശ്രീരാമചന്ദ്രൻ ഇങ്ങനെ കാണിച്ചത്. യഥാ രാജ തഥാ പ്രജ, അങ്ങനെയല്ലേ പറയാ. ഇത്രയും കാര്യങ്ങൾ പറയണു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ ഇതുവരെ പറഞ്ഞേല്? സംശയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സമയം കഴിഞ്ഞു. മാഷ് കയറി വന്നിട്ടുണ്ട്. ഹരേ നാരായണ. ഏത് യജ്ഞം ചെയ്താലും അതിന് ചുതി വരുന്ന ഇങ്ങനെ ഒരുപാട് നല്ല നല്ല ആചാര്യന്മാർ നിങ്ങളുടെ മുന്നിൽ വരട്ടെ. ഉറങ്ങാതെ ഇരുന്നിട്ട് നിങ്ങൾ ഒരുപാട് പ്രഭാഷണങ്ങൾ കേൾക്കട്ടെ. അതിന് ഭഗവതി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യജ്ഞം ഞാൻ ശ്രീ ഭഗവതിയുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്. ഹരേ നാരായണ. പൂർവം രാമതപോവനാനിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹ്യരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലിനിഗ്രഹം സമുദ്രതരണം ലങ്കാപുരിദഹനം പശ്ചാത് രാവണ കുംഭകർണമദനം ഏതസ്യ രാമായണം. കല്യാണശീലതമ നല്ല കഥാവിലാസം വല്ലാതെ ചൊല്ലി മമ ബാലിത കൊണ്ടിതാനും എല്ലാം പുറത്തു മമ സങ്കടമാശു തീർപ്പാൻ വില്വാദ്രിനാഥ കരുണാകര രാമചന്ദ്ര. ആദിത്യൻ എൻ്റെ ഹൃദയത്തിൽ ഇരുട്ടുപോകാൻ ജ്യോതിസ്സു പോലെ ഹരി എന്നിവ രണ്ടു നാമം ബോധിച്ചു തന്ന ഗുരുവിൻ്റെ പാദദ്വയത്തിൽ ഭാവിച്ചു ഞാൻ മലരിട്ടിത കുമ്പിടുന്നേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാവ പ്രകൃതിർ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. ജഗദംബികായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ഹരി തത്സത്.